വന്നു സർ, PPT കാണുന്നുണ്ടോ? PPT വന്നു, അതിന്റെ ഫയൽ ഓപ്പൺ ആയില്ല. ഓക്കെ. ഗുഡ് ഈവനിങ് എവറി വൺ. ഇപ്പം നമ്മൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എർത്തിങ് ആൻഡ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ആണ് ഫോർ സോളാർ ഇൻസ്റ്റലേഷൻ. അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരാണ്. എൻ്റെ പേര് സഞ്ജിത് മോഹൻ. ഞാനിവിടെ എക്സ്ലെർത്തിങ് എന്ന് പറയുന്ന കമ്പനിയിൽ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ കൂടെ GOC ഓഗിന് കൂടെ ഉണ്ട്. അദ്ദേഹം ഇവിടെ ടെക്നിക്കൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ ഓക്കെ സാർ. നമുക്ക് നോക്കാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് ചെയ്യുന്നത്. വൈ വി ആർ ഡൂയിങ് ഇലക്ട്രിക്കൽ എർത്തിങ്. നമുക്ക് ഇവിടെ രണ്ട് ഡയഗ്രാം കാണാം. ഒന്നെന്ന് പറയുന്നത് പ്രോപ്പർ എർത്തിങ് എന്നുള്ള രീതിയിലാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് വിത്തൗട്ട് പ്രോപ്പർ എർത്തിങ് എന്നുള്ള രീതിയിലാണ്. ഇതിൽ പ്രോപ്പർ എർത്തിങ് ആണെങ്കിൽ നമ്മളെ വീടുകളിൽ ഒരുപാട് അപ്ലയൻസസ് ഉണ്ട്. അപ്ലയൻസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്ലയൻസസ്. ആ പല അപ്ലയൻസസിൻ്റെയും ബോഡി എന്ന് പറയുന്നത് പലതും മെറ്റാലിക് ആയിരിക്കാം. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ അയൺ ബോക്സിൻ്റെ ബോഡി എന്ന് പറയുന്നത് എപ്പോഴും മെറ്റാലിക് ആണ്. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ അയൺ ബോക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ സപ്പോസ് നമ്മുടെ ഏതെങ്കിലും ബോഡി പാർട്സ് അയൺ ബോക്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അയൺ ബോക്സിലേക്ക് വരുന്ന ലൈനിൻ്റെ ഇൻസുലേഷൻ ബ്രേക്ക് ചെയ്തിട്ട് ആ അയൺ ബോക്സിലെ ലൈനും അയൺ ബോക്സിൻ്റെ ബോഡിയും എന്തെങ്കിലും കാരണവശാൽ ഇൻസുലേഷൻ ഫെയിലിയർ കാരണം ടച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മളെ ബോഡിയിലെ കൂടി കറണ്ട് പാസ് ചെയ്ത് നേരെ എർത്തിലേക്ക് പോകും. അതായത് നമ്മുടെ ബോഡിയാണ് അവിടെ ഉണ്ടാവുന്ന ഒരു ലോ റെസിസ്റ്റൻസ് ആയിട്ടുള്ള പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ബോഡിയിലെ കൂടി നമ്മൾ എർത്തിലേക്ക് ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഷോക്ക്. നമുക്ക് ഷോക്ക് അടിക്കും. അത് 1 മില്ലി ആംപിയറിനെക്കാട്ടി മുകളിൽ ഉള്ള കറണ്ട് ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മളുടെ ലൈഫിന് തന്നെ ഡേഞ്ചർ ആവുന്ന രീതിയിലുള്ള കറണ്ടാണ് അതിലേക്ക് കൂടി ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. യൂഷ്വലി നമ്മളുടെ ബോഡിയുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 300 ഓം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാം. അതേപോലെ നമ്മളുടെ ഹാൻഡ് ടു ഹാൻഡ് അല്ലെങ്കിൽ ഹാൻഡ് ടു ഫുഡ് അല്ലെങ്കിൽ ഒരു കാലിൽ നിന്ന് അടുത്ത കാലിലേക്കുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം പറയുക ഒരു 1000 ഓം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാം. 1 മില്ലി ആംപിയറിനെക്കാട്ടിയും കുറവുള്ള കറണ്ട് ആണെങ്കിൽ, അതായത് ഒരു 6 മില്ലി ആംപിയർ വരെയുള്ള കറണ്ട് ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. നമ്മൾ ജസ്റ്റ് നമുക്കൊരു തരിപ്പ് പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷെ അതിനെക്കാട്ടി മുകളിലൊരു 25 മില്ലി ആംപിയർ വരെയുള്ള കറണ്ട് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി മസിൽ കോൺട്രാക്ഷൻ ചെയ്യും. അതിനെക്കാട്ടി മുകളിലാണെങ്കിൽ വീണ്ടും നമുക്കത് കോൺട്രാക്ഷൻ ചെയ്ത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കയ്യിൽ തന്നെ നിൽക്കുന്ന രീതിയിലുള്ള കോൺട്രാക്ഷൻ അവിടെ സംഭവിക്കും. പക്ഷെ 1 മില്ലി ആംപിയറിനെക്കാട്ടി മുകളിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ലൈഫിന് തന്നെ ഡേഞ്ചർ ആവുന്ന രീതിയിലാണ് നമുക്ക് അവിടെ കറണ്ട് ഫ്ലോ വരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പാത്ത് നമ്മുടെ ബോഡിയിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി പാടില്ല. അതിന് ആൾട്ടർനേറ്റീവായിട്ട് ഒരു ലോ റെസിസ്റ്റീവ് ആയിട്ടുള്ളൊരു പാത്ത് പ്രൊവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബോഡി ഇവിടെ എർത്ത് ചെയ്യുന്നത്. ഇവിടെ ബോഡി എർത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, പിന്നെ നമ്മളുടെ ബോഡിയിലേക്ക് കൂടി ഒരു ലോ റെസിസ്റ്റീവ് ആയിട്ടുള്ള പാത്ത് കറണ്ടിന് കിട്ടുന്നില്ല. കറണ്ട് നേരെ ഈ ബോഡി വഴി നേരെ എർത്തിലോട്ട് ഫ്ലോ ചെയ്തു നേരെ നമ്മളുടെ മെയിൻ സിസ്റ്റം എർത്തിലോട്ടേക്ക് അത് ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേങ്കിൽ നമ്മളവിടെ എർത്ത് ചെയ്തില്ലെങ്കിൽ, വിത്തൗട്ട് പ്രോപ്പർ എർത്തിങ് എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മളെ ബോഡിയിലെ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും. നമുക്കവിടെ ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പ്രോപ്പറായിട്ട് നമ്മൾ എർത്ത് ചെയ്തില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്. ഇനി നമ്മൾ പ്രോപ്പറായിട്ട് എർത്ത് ചെയ്തെങ്കിൽ അവിടെ എങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്ന ഫോൾട്ട് കറണ്ട് അവിടെ ക്ലിയർ ചെയ്തു പോകുന്നത്. ഓക്കെ, ഇതിൽ 2 കാര്യമാണ്. ഒന്ന്, നമ്മളെ വീടുകളിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി സൈഡിൽ തന്നെ നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്, നമ്മളവിടെ ഫ്യൂസ് പ്ലേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളവിടെ MCBs പ്ലേസ് ചെയ്യുന്നുണ്ട്. ഫ്യൂസിന് പകരം നമ്മളിപ്പോൾ MCBs ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനൊരു ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ MCB കട്ടാവുന്ന രീതിയിൽ, MCB ട്രിപ്പ് ആവുന്ന രീതിയിൽ അത്രയും ഫോൾട്ട് കറണ്ട് അതിലേക്ക് കൂടി ഫ്ലോ ചെയ്യണം. അങ്ങനെ അത്രയും ഫോൾട്ട് കറണ്ട് അതിലേക്ക് കൂടി ഫ്ലോ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഒരു പാത്തിൽ, അതായത് നമ്മൾ ഈ ഒരു എർത്തിലോട്ട് ഫ്ലോ ചെയ്യുന്ന ഈ ഒരു ടോട്ടൽ പാത്തിൽ അവിടെ ഉണ്ടാവുന്ന ലൂപ്പ് ഇമ്പിഡൻസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആ ഒരു പാത്തിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വളരെ കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു പാത്തിലേക്ക് കൂടി കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. അങ്ങനെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്താൽ മാത്രമേ അവിടെ MCB അല്ലെങ്കിൽ ഫ്യൂസ് അവിടെ കട്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ എർത്തിങ് പ്രോപ്പർ അല്ല എങ്കിൽ, ഈ എർത്തിങ് പ്രോപ്പർ അല്ല, നമ്മൾ എർത്തിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് പ്രോപ്പർ അല്ല, നമ്മളവിടെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം എല്ലാം നമ്മൾ ചെയ്തെങ്കിൽ ആ ഒരു പാത്തിൽ ഉണ്ടാവുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. സപ്പോസ് ഒരു ഫോൾട്ട് ഉണ്ടായാൽ തന്നെ ഈ MCB ട്രിപ്പ് ആവുന്ന രീതിയിലുള്ള ഫോൾട്ട് കറണ്ട് അതിലേക്ക് കൂടി ഫ്ലോ ചെയ്യണമെന്നില്ല. അങ്ങനെ ആയിരുന്നാലും നമുക്ക് ഷോക്ക് അടിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. നമ്മളൊരു എർത്ത് ചെയ്തു എന്നുകൊണ്ട് മാത്രം നമുക്ക് അവിടെ പ്രോപ്പർ ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് എർത്തിങ് നടന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ദെൻ മേജറായിട്ട് ഇലക്ട്രിക്കൽ എർത്തിങ് നമ്മൾ ചെയ്യുന്ന 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ എന്ന് പറയുന്ന അവിടെ ഉണ്ടാവുന്ന പവർ ക്വാളിറ്റി നന്നായിട്ട് കീപ്പ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ എർത്തിങ് ചെയ്യുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യലൈസേഷൻ ചെയ്യേണ്ടിയിട്ടാണ്. നാലാമത്തെ എന്ന് പറയുന്നത് ഡിസിപ്പേഷൻ ഓഫ് ലൈറ്റ്നിങ് കറണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സർജ് വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അതിന് നേരെ എർത്തിലോട്ടേക്ക് ഡിസിപ്പേറ്റ് ചെയ്യേണ്ടിയിട്ടാണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് സിസ്റ്റം വോൾട്ടേജ് റെഫറൻസ് ആണ്. പല എക്യുപ്മെന്റ്സും ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഫങ്ഷണൽ എർത്തിങ് എന്ന് പറയുന്ന ഒരു കാര്യം ആവശ്യമാണ്. ഫങ്ഷണൽ എർത്തിങ് എന്ന് പറയുന്നത് അതിനെപ്പോഴും ഒരു എർത്ത് റെഫറൻസ് ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ സിസ്റ്റം വോൾട്ടേജ് റെഫറൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന മേജർ പർപ്പസ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് മേജർ എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. സേഫ്റ്റി എന്ന് പറയുന്നത് 2 രീതിയിൽ നമുക്ക് ആലോചിക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് തന്നെയാണ് നമ്മൾ അവിടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യിക്കാനും അതിൻ്റെ ലൈഫ് നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാനും പറ്റും. ഓക്കെ, ഇതിന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പവർ ക്വാളിറ്റി ആണ്. പവർ ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി നമുക്ക് അവിടെ പറ്റും. ഓക്കെ, നമ്മൾ നേരെ പവർ പ്ലാന്റ്സിലോട്ടേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അതായത് ഫോട്ടോവോൾട്ടേക്ക് PV, അതായത് സോളാർ സിസ്റ്റത്തിലോട്ടേക്ക് നമ്മൾ നേരെ കടക്കുകയാണെങ്കിൽ, നോക്കുക, സോളാർ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് 2 രീതിയിൽ സോളാർ സിസ്റ്റം നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ സിസ്റ്റം ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് റൂഫ് മൗണ്ടഡ് സോളാർ സിസ്റ്റം. അതായത് നമ്മൾ നിലത്ത് പ്ലേസ് ചെയ്യുന്നു, ഗ്രൗണ്ട് ലെവലിൽ പ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. എങ്ങനെയാണെങ്കിലും നമ്മൾ അവിടെ സപ്പോസ് 1 kW ആണ്, 2 kW ആണ്, അല്ലെങ്കിൽ 10 kW ആണ്, അതിന് മുകളിലാണെങ്കിൽ നമ്മൾ ഒരു സിംഗിൾ പാനൽ എന്നുള്ള രീതിയിലായിരിക്കില്ല നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഒരുപാട് പാനൽസ് കണക്ട് ചെയ്ത് ഒരു അറേ പോലെയുള്ള സ്ട്രക്ചറിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ അറേയും, അതായത് നമ്മൾ PV സിസ്റ്റത്തിലുള്ള ഓരോ അറേയും, അതേപോലെ അവിടെ ഉണ്ടാവുന്ന LT സൈഡിൽ ഉണ്ടാവുന്ന സിസ്റ്റംസും, അവിടെ ഉണ്ടാവുന്ന എക്യുപ്മെന്റ്സ്, കൺട്രോൾ റൂം, എല്ലാ ജംഗ്ഷൻ ബോക്സുകളും, ACDB, അതേപോലെ DC സൈഡിൽ ഉണ്ടാവുന്ന DB എല്ലാം പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കണം. ഏത് വെച്ച് ഗ്രൗണ്ട് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു IS 3043. IS 3043 എന്ന് പറയുന്നത് കോഡ് ഓഫ് പ്രാക്ടീസ് ഓഫ് എർത്തിങ് ആണ്. ഇത് ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന, എർത്തിങ്ങിന് വേണ്ടി ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ് IS 3043. ഇത് ഫസ്റ്റ് വന്നിരിക്കുന്ന 1987 എന്നുള്ള രീതിയിലാണ്. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് 2018 എന്നുള്ള രീതിയിൽ ഇതിന്റെ അമെൻമെന്റ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് IS 3043 2018 എന്ന് പറയുന്ന IS സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഇന്ത്യയിൽ എർത്തിങ്ങിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി എന്ന് CEA എന്ന് പറഞ്ഞിട്ട് റെഗുലേറ്ററി അതോറിറ്റി കൂടി നമുക്ക് സെൻട്രലുണ്ട്. ആ റെഗുലേറ്ററി അതോറിറ്റിയിൽ പറയുന്ന റെഗുലേഷൻ കൂടി അനുസരിച്ചിട്ടാണ് ഈ IS 3043 എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നത്. ഈ 2 റൂളും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഏത് മെറ്റാലിക് കേസിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഷീൽഡിംഗ് ആണെങ്കിലും പ്രോപ്പറായിട്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കണം. ഇത് നമ്മളുടെ CEA റെഗുലേഷനിലും പറയുന്നതാണ്, അതേപോലെ IS 3043യിലും പറയുന്നതാണ്. ദെൻ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിൽ നോൺ കറണ്ട് ക്യാരിങ് മെറ്റാലിക് പാർട്സ് ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ടും ആ ഒരു പാർട്സ് നമ്മൾ എർത്ത് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ആസ് പെർ പല സ്റ്റാൻഡേർഡുകളും പറയുന്നത്, ഒരിക്കലും നമ്മുടെ അടുത്ത് ഇത്ര നമ്പർ ഓഫ് എർത്തിങ് വേണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊന്നും നമ്മുടെ അടുത്ത് പറയാറില്ല. പക്ഷേങ്കിൽ ഇതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്, നമുക്ക് മിനിമം 4 നമ്പേഴ്സ്, നമ്മളൊരു PV സിസ്റ്റം നമ്മൾ സോളാർ PV സിസ്റ്റം നമ്മൾ ചെയ്യുകയാണെങ്കിൽ മിനിമം 4 എർത്തിങ് എങ്കിലും വേണം. യൂഷ്വലി ഈ വേർഡിങ് ശ്രദ്ധിക്കുക, മിനിമം ആണ് 4 നമ്പേഴ്സ്.
സപ്പോസ് നമ്മൾ അവിടെ എന്തെങ്കിലും കമ്പോണൻസ് കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ വിചാരിച്ചിരിക്കുന്ന അത്രയും വാല്യൂസ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഈ നമ്പേഴ്സ് നമുക്ക് യൂഷ്വലി നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. മിനിമം നമ്പേഴ്സ് ആണ് 4 നമ്പേഴ്സ്. പലരും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഡയറിയിലും അതേപോലെ KCBയുടെ ഡയറികളിലൊക്കെ നമ്മളുടെ LT സൈഡിൽ ഉണ്ടാവുന്ന പാനലിന് പറയാറുണ്ട് 2 എർത്തിങ്ങേ ആവശ്യമുള്ളൂ. പക്ഷെ അതിലെപ്പോഴും പറയുന്നത് മിനിമം 2 നമ്പേഴ്സ് ഓഫ് എർത്തിങ് എന്നുള്ള രീതിയിലാണ്. എപ്പോഴും മിനിമം ആണ്. അതെല്ലാ കേസിലും നമുക്ക് മിനിമം മാത്രം ചെയ്തിട്ട് നമുക്ക് അവിടെ സേഫ് ആയി ഇരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവിടെ എത്രയാണോ ആപ്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്ന രീതിയിൽ വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഈ 4 നമ്പേഴ്സ് എർത്തിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓരോ എർത്ത് പിറ്റും തമ്മിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഗ്യാപ്പ്, ഡിഫൈൻഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഓരോ സപ്പോസ് ഒരുപാട് എർത്തിങ് നമുക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ എർത്തിങ്ങിനും ഡിഫറെൻറ്റ് രീതിയിലാണ് അതിൻ്റെ ഗ്യാപ്പ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ PV സിസ്റ്റത്തിലോട്ടേക്ക് വരികയാണെങ്കിൽ ഇൻവേർട്ടറിൻ്റെ കേസിൽ, പാനലിൻ്റെ കേസിൽ, അതേപോലെ മോഡ്യൂൾ മൗണ്ടിങ് സ്ട്രക്ചറിൻ്റെ കേസിൽ, അതേപോലെ അവിടെ യൂസ് ചെയ്യുന്ന ബാക്കി എല്ലാ സിസ്റ്റത്തിൻ്റെയും ബോഡി കൂടി നമ്മൾ എർത്ത് ചെയ്യണം. ഓക്കെ, ദെൻ PV സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഓരോ സിസ്റ്റത്തിനും ഇത്ര എർത്തിങ് വാല്യൂ വേണമെന്ന് നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. ഒരു ഫോട്ടോവോൾട്ടേക് സിസ്റ്റം, ഒരു സോളാർ PV സിസ്റ്റം ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എർത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 5 ഓമിലെക്കാട്ടിയും കൂടാൻ വേണ്ടി പാടില്ല. 5 ഓംസിൽ താഴെ ആയിരിക്കണം അവിടെ ഉണ്ടാവുന്ന PV പ്ലാന്റ്സിൻ്റെ എർത്തിങ്ങിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഈ 4 നമ്പേഴ്സ് നമ്മളോട് പറഞ്ഞു മിനിമം 4 നമ്പേഴ്സ് ആണ് ചെയ്യുന്നത്. ആ 4 നമ്പേഴ്സും 4 നമ്പേഴ്സ് ഓഫ് എർത്ത് പിറ്റും നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർകണക്ട് ചെയ്യണം. ഇന്റർകണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കാനും പറ്റുള്ളൂ. അതേപോലെ അവിടെ എന്തെങ്കിലും സപ്പോസ് ഫോൾട്ട് വരികയാണെങ്കിൽ അത് ഈക്വലി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ പാത്തിലേക്ക് കൂടി അത് ഡിസ്പേറ്റ് എർത്തിലോട്ടേക്ക് വളരെ വേഗത്തിൽ അത് ഡിസ്പേറ്റ് ചെയ്ത് പോയിക്കോളും. ദെൻ ഇത് നമ്മുടെ KCB സൗര, KCB ഇപ്പം നമുക്കറിയാം കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ്. വലിയൊരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഏകദേശം 200 മെഗാവാട്ടിൻ്റെ ഓവറോൾ പ്രൊജക്റ്റാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നമ്മുടെ വീടുകളുടെ മുകളിൽ സോളാർ സിസ്റ്റം പ്ലേസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിൽ KCBയുടെ സൗര എന്ന് പറയുന്ന പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് KCB തന്നെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതായത് അപ് ടു 50 കിലോവാട്ട് വരെ, അപ് ടു 50 കിലോവാട്ട് വരെ ആണെങ്കിൽ AC സൈഡിൽ 1 നമ്പറും DC സൈഡിൽ 2 നമ്പേഴ്സും ലൈറ്റ്നിങ് അറസ്റ്ററിന് 1 എർത്തുമാണ് KCB റെക്കമെൻഡ് ചെയ്യുന്നത്. യൂഷ്വലി ഇത് ശ്രദ്ധിക്കുക, ഇത് മിനിമം നമ്പേഴ്സ് മാത്രമാണ്. നമുക്ക് എല്ലാ കേസുകളിലും ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ, ഇത്രയേ ചെയ്യേണ്ടൂ എന്ന് നമുക്കൊരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ദെൻ 50 കിലോവാട്ട് പീക്കിന് മുകളിലാണെങ്കിൽ AC സൈഡിൽ 2 എർത്തിങ് വരുന്നുണ്ട്, അതേപോലെ DC സൈഡിൽ 2 എർത്തിങ് വരുന്നുണ്ട്, അതേപോലെ ലൈറ്റ്നിങ് അറസ്റ്ററിന് 1 എർത്തിങ് എന്നുള്ള രീതിയിലാണ് KCB സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ അവിടെ യൂസ് ചെയ്യുന്ന എർത്തിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിങ് കണ്ടക്ടറിൻ്റെ സൈസ് നമ്മൾ തീരുമാനിക്കുന്നത് അവിടെ ഉണ്ടാവുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ടിൻ്റെ ഒരു 1.5 ടൈംസ് വരുന്ന രീതിയിലുള്ള കറണ്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എർത്തിങ് കണ്ടക്ടറിന്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ എർത്തിങ് കണ്ടക്ടറിന്റെ സൈസ് നമുക്ക് 2 രീതിയിൽ IS നമ്മൾ പറയുന്ന പ്രകാരം 2 രീതിയിലാണ് എർത്തിങ് കണ്ടക്ടറിന്റെ സൈസ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് എഗെയിൻസ്റ്റ് കൊറോഷൻ എഗെയിൻസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്താണെങ്കിൽ അതിൽ മെക്കാനിക്കലി ഒരു മെക്കാനിക്കലി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കോപ്പർ ആണെങ്കിലോ അല്ലെങ്കിൽ അയണിൻ്റെ വയറാണെങ്കിലോ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 16 mm² ആയിരിക്കണം. സപ്പോസ് മെക്കാനിക്കലി അൺപ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ 16 mm² കോപ്പർ വയർ അല്ലെങ്കിൽ 16 mm² അയൺ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സപ്പോസ് കൊറോഷൻ എഗെയിൻസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തില്ല എന്നാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കോപ്പർ വയറിൻ്റെ മിനിമം ഏരിയ എന്ന് പറയുന്ന 25 mm² ആണ്. അതേപോലെ ക്രോസ് സെക്ഷൻ നമ്മൾ ഇങ്ങനെയും കൂടി അതിനെ ക്ലാസിഫൈ ചെയ്യാം. സപ്പോസ് ഫേസ് കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ 16 mm² കുറവാണെങ്കിൽ 16 mm² കുറവാണെങ്കിൽ അവിടെ വരുന്ന ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാണോ ആ സൈസിലുള്ള എർത്ത് കണ്ടക്ടറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ അവിടെ യൂസ് ചെയ്യുന്ന ഫേസ് കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ 16 mm² 35 mm² ഇടയിലാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയ ഏതാണോ 16 mm² വരുന്ന രീതിയിലാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട പ്രൊട്ടക്റ്റീവ് കണ്ടക്ടറിന്റെ സൈസ് എന്ന് പറയുന്നത്. സപ്പോസ് അവിടെ യൂസ് ചെയ്യുന്ന ഫേസ് കണ്ടക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് 35 mm² ഗ്രേറ്റർ ആണെങ്കിൽ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. ആ ഇക്വേഷൻ പ്രകാരമാണ് നമ്മൾ അതിൻ്റെ സൈസ് ആ ഒരു കണ്ടക്ടറിന്റെ സൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ
എർത്തിങ് എപ്പോഴും ചെയ്യുന്നത് ആസ് പെർ IS 3043 പ്രകാരവും അതേപോലെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് പ്രകാരമാണ് എർത്തിങ് ചെയ്യുന്നത്. പക്ഷേ IS 3043 ഡീറ്റെയിൽഡ് ആയിട്ട് PV സിസ്റ്റം, അതായത് ഒരു സോളാർ സിസ്റ്റം എങ്ങനെയൊക്കെ എർത്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ IS 3043 ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത് IECയുടെ 60364-7 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡും അതേപോലെ NFPA 780 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡും അതേപോലെ NEC 250 എന്ന് പറയുന്ന NECയിലെ 250 എന്ന് പറയുന്ന ക്ലോസുമാണ് ഈ PV സിസ്റ്റത്ത് എങ്ങനെയൊക്കെ എർത്ത് ചെയ്യണം, അതിനുള്ള ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് മെൻഷൻ ചെയ്യുന്ന മേജർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഈ 3 സ്റ്റാൻഡേർഡുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എർത്തിങ് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നെന്ന് പറയുന്ന എർത്തിങ് മെക്കാനിക്കലി എല്ലാ സമയത്തും മെക്കാനിക്കലി സ്ട്രോങ് ആയിരിക്കണം, അതേപോലെ ഇലക്ട്രിക്കലി കണക്റ്റഡ് ആയിരിക്കണം, അതേപോലെ മെക്കാനിക്കലി സ്ട്രോങ് ആയിരിക്കണം. നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാരണവശാൽ എർത്തിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാനും പറ്റണം, അതിലെ കണ്ടിന്യൂറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാനും പറ്റണം. ആ രീതിയിൽ വേണം നമ്മൾ അവിടെ എർത്തിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള എർത്തിങ് എന്ന് പറയുന്നത് മേജറായിട്ട് 3 ടൈപ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് പൈപ്പ് ഓർ റോഡ് എർത്തിങ് ആണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്ലേറ്റ് എർത്തിങ് ആണ്, മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്ട്രിപ്പ് എർത്തിങ് ആണ്. ഇതിൽ തന്നെ ഈ സ്ട്രിപ്പ് എർത്തിങ് എന്ന് പറയുന്നത് അധികം കോമൺ അല്ല, പക്ഷേ നോർമലി നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന പൈപ്പ് അല്ലെങ്കിൽ റോഡ് എർത്തിങ് അല്ലെങ്കിൽ പ്ലേറ്റ് എർത്തിങ് എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ IS 3043 നോക്കുകയാണെങ്കിൽ IS 3043 ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ്ങിനും സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡയമെൻഷൻ പറയുന്നുണ്ട്. നമ്മൾ ഏത് മെറ്റീരിയൽസ് ആണോ യൂസ് ചെയ്യുന്നത് ആ മെറ്റീരിയൽസിൻ്റെ മിനിമം ഡയമെൻഷൻ IS 3043 എല്ലാ സമയത്തും മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ആ ഡയമെൻഷൻ വെച്ച് മാത്രമേ നമ്മൾ പ്രോപ്പറായിട്ട് എർത്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇതിൽ നമ്മൾ മേജറായിട്ട് യൂസ് ചെയ്യുന്ന 5 മെറ്റീരിയൽസ് ആണ്. ഒന്നെന്ന് പറയുന്നത് പ്യുവർ കോപ്പർ ആണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് കോപ്പർ ബോണ്ടഡ് മെറ്റീരിയൽ ആണ്, കോപ്പർ ബോണ്ടഡ് മൈൽഡ് സ്റ്റീൽ എന്ന രീതിയിൽ പറയും. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് ആണ്, നാലാമത്തെ എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ ആണ്, അഞ്ചാമത്തെ എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീൽ ആണ്. സോ ഇതിൽ പ്യുർ കോപ്പർ ആണ് നമ്മൾ മുന്നേ ഒരുപാട് കാലങ്ങളിലൊക്കെ നമ്മൾ പണ്ട് മുതലേ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്യുർ കോപ്പർ ആണ്. പ്യുർ കോപ്പർ ആണെങ്കിൽ പ്ലേറ്റ് എർത്തിങ് ആണെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 600 mm ഇൻറ്റു 600 mm ഇൻറ്റു അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 3.15 mm ആണ്. സപ്പോസ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രിപ്പ് ആണെങ്കിൽ കോപ്പർ സ്ട്രിപ്പിന്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് 20 mm ഇൻറ്റു 3 mm ആണ്. 20 mm അതിന്റെ വിഡ്ത്ത് ആണ്, 3 mm എന്ന് പറയുന്നത് അതിന്റെ തിക്നെസ് ആണ്. സോ ഈ കോപ്പർ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. സോ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന രീതിയിലൊരു മെറ്റീരിയൽ ആണ് കോപ്പർ ബോണ്ടഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ. കോപ്പർ ബോണ്ടഡ് മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ റോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, കോപ്പർ ബോണ്ടഡ് റോഡ് ആണെങ്കിൽ അതിന്റെ മിനിമം ഡയമെൻഷൻ ISൽ മെൻഷൻ ചെയ്യുന്നത് 13 mm ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് 13 mm ആണ്. അതിന്റെ മിനിമം ലെങ്ത് മെൻഷൻ ചെയ്യുന്നത് 1.2 മീറ്റർ ലോങ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അകത്തുള്ള IS 3043 മിനിമം ലെങ്ത് മെൻഷൻ ചെയ്യുന്നത്. സപ്പോസ് കോപ്പർ ബോണ്ടഡ് സ്ട്രിപ്പ് ആണെങ്കിൽ 25 mm ഇൻറ്റു 3 mm ആണ് അതിൻ്റെ മിനിമം ഡയമെൻഷൻസ് മെൻഷൻ ചെയ്യുന്നത്. സപ്പോസ് ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്ലേറ്റ് എർത്തിങ് ആണെങ്കിൽ അതിൽ പറയുന്ന മിനിമം ഡയമെൻഷൻ എന്ന് പറയുന്നത് 600 mm ഇൻറ്റു 600 mm ഇൻറ്റു അതിൻ്റെ തിക്നെസ് പറയുന്നത് 6.3 mm എന്നുള്ള രീതിയിലാണ്. സപ്പോസ് ഇതേ സ്ഥലത്ത് നമ്മൾ പൈപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പൈപ്പിന്റെ മിനിമം ഡയമെൻഷൻ പറയുന്നത് 40 mm ഡയ, മിനിമം തിക്നെസ് പറയുന്നത് 1.6 mm, അതിൻ്റെ മിനിമം ലെങ്ത് പറയുന്നത് 2.5 മീറ്റർ ലോങ് എന്നുള്ള രീതിയിലാണ്. ഇതേപോലെ സ്ട്രിപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 25 mm ഇൻറ്റു 3 mm ആണ് മിനിമം ഡയമെൻഷൻ ഫോർ സ്ട്രിപ്പ് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുന്നത്. ദെൻ കാസ്റ്റ് അയൺ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിന്റെ എർത്തിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് കാസ്റ്റ് അയൺ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. കാസ്റ്റ് അയൺ പ്ലേറ്റ് ആണെങ്കിൽ 1.2 മീറ്റർ ഇൻറ്റു 1.2 മീറ്റർ അല്ലെങ്കിൽ 1200 mm ഇൻറ്റു 1200 mm, അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 12.5 mm എന്നുള്ള രീതിയിലാണ്. അതേപോലെ കാസ്റ്റ് അയൺ പൈപ്പ്, നമ്മളിവിടെ അങ്ങനെ കാസ്റ്റ് അയൺ പൈപ്പ് അധികം കോമൺ അല്ലാന്ന് തോന്നുന്നു. കാസ്റ്റ് അയൺ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മിനിമം ഡയമെൻഷൻ എന്ന് പറയുന്നത് 100 mm ഡയ ആണ്. അതേപോലെ 13 mm, അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 13 mm ആയിരിക്കണം, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ ആയിരിക്കണം. സോ ഇതിനെ കൂടാതെ KSEB സബ്സ്റ്റേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന മൈൽഡ് സ്റ്റീലാണ്. KSEB എക്കണോമിക്കൽ വൈസ് നോക്കുന്ന സമയത്ത് KSEB യൂസ് ചെയ്യുന്നത് മൈൽഡ് സ്റ്റീലാണ്. ഇവിടെയും എർത്തിങ് എന്ന് പറയുന്ന ഇപ്പോഴും ഒരു പഴയൊരു കൺസെപ്റ്റ് തന്നെ ഇരിക്കണം. അതിന് ഒരു മോഡേണൈസ് ചെയ്തിട്ട് ഇവിടെയും KSEB സൈഡിലോട്ടേക്ക് അത് വന്നിട്ടില്ല ഇതുവരെയായിട്ട്. മൈൽഡ് സ്റ്റീൽ റോഡാണ് KSEB സബ്സ്റ്റേഷനിലൊക്കെ മാറ്റ് എർത്തിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് 40 mm ഡയയിലുള്ള എർത്ത് റോഡാണ്
നോർമലി യൂസ് ചെയ്യുന്നത്. KCB ആവുന്ന സമയത്ത് ചിലപ്പോൾ 32 mm ഡൈയിലെ കൂടി KCB യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ 5 മെറ്റീരിയൽസ് ആണ് നമ്മൾ നോർമലി എർത്തിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ മിനിമം ഡയമെൻഷൻ. ഇതെപ്പോഴും പറയുന്നത് ഇതിൻ്റെ മിനിമം ഡയമെൻഷൻസ് ആണ്. പക്ഷേങ്കിൽ നമ്മൾ ഇതിൻ്റെ കറണ്ടും നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഡയമെൻഷൻ വൈസ് നമുക്കിത് ഇൻക്രീസ് ചെയ്യേണ്ടി വരും, അല്ല ലെങ്ത് വൈസ് നമുക്കിത് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അത് ഡിപ്പെൻസ് നമ്മൾ ലോക്കൽ സോയിൽ കണ്ടീഷനും നമ്മൾ ഓരോരോ സിസ്റ്റം കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമുക്കത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഡെഫിനറ്റ് ആയിട്ട് എല്ലാവരുടെയും ഈ ഒരു ലെങ്ത് മാത്രം മതി എന്നൊരിക്കലും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ദെൻ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 5 മെറ്റീരിയൽസിൽ നമ്മൾ എർത്തിങ് ചെയ്യുന്ന സമയത്ത് ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മേജറായിട്ട് 6 കണ്ടീഷൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എർത്തിങ് സിസ്റ്റത്തിൻ്റെ ലൈഫ് ഒരു മേജർ ആയിട്ടുള്ള ഫാക്ടറാണ് അല്ലേ. രണ്ടാമത്തെ എന്ന് പറയുന്ന കോസ്റ്റ് വൈസ് എത്ര എക്കണോമിക്കലാണ് ആ ഒരു സിസ്റ്റം, എത്രമാത്രം അത് ഈട് നിൽക്കും എന്ന് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് അല്ലേ. മൂന്നാമത്തെ എന്ന് പറയുന്ന ആ ഒരു എർത്തിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എർത്ത് നമ്മൾ വാല്യൂ മെഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയായിരിക്കും അതിൻ്റെ വാല്യൂ, റെസിസ്റ്റൻസ് ടു എർത്ത് എത്രയാണ്. ദെൻ നാലാമത്തെ എന്ന് പറയുന്ന കണ്ടക്ടിവിറ്റി, ആ ഒരു മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ്. അഞ്ചാമത്തെ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലിന്, ആ ഒരു എർത്ത് ഇലക്ട്രോഡിന് എത്രമാത്രം കറണ്ട് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ. ആറാമത്തെ എന്ന് പറയുന്ന അതിൻ്റെ ഫ്യൂസിങ് ടെമ്പറേച്ചർ. കറണ്ട് ക്യാരി ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഹീറ്റിനെ എത്രമാത്രം അതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ ഈ ഒരു 6 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഏത് മെറ്റീരിയൽസ് ചൂസ് ചെയ്യണം എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈഫാണ്. ലൈഫിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മണ്ണിലേക്കാണ് നമ്മൾ ഇടുന്നത്. അവിടെ ആ ലൈഫിനെ എഫക്ട് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ആ യൂസ് ചെയ്യുന്ന മെറ്റൽസിന്റെ കൊറോഷൻ ആണ്. കൊറോഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഇലക്ട്രോണിന്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ സൗണ്ട് കുറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ സാറേ. ഇപ്പൊ കേൾക്കാവോ? ഓക്കെ. നമ്മുടെ ലൈഫ് എന്ന് പറയും, ലൈഫ് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ലൈഫാണ്. ലൈഫിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും മേജർ ആയിട്ട് ഫാക്ടർ, ലൈഫിനെ എഫക്ട് ചെയ്യുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് കൊറോഷൻ ഓഫ് മെറ്റൽസ് ആണ്. മെറ്റൽസ് കൊറോഷൻ എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നു അത്രയും അതിന്റെ ലൈഫ് കുറവായിരിക്കും. കൊറോഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഇലക്ട്രോണിന്റെയും മുകളിൽ നമ്മൾ ഓരോ രീതിയിലുള്ള കോട്ടിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോപ്പർ ആണെങ്കിൽ ഒരു 10 വർഷം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കൊറോഷൻ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2% മാത്രമാണ്. അതേപോലെ കോപ്പർ ബോണ്ടഡ് സ്റ്റീൽ ആണെങ്കിൽ അതിൻ്റെ കൊറോഷൻ എന്ന് പറയുന്നത് സിമിലർ ടു കോപ്പർ 2% എന്നുള്ള രീതിയിലാണ്. ദെൻ ഗാൽവനൈസ്ഡ് സ്റ്റീൽ ആണെങ്കിൽ നമ്മൾ കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൊറോഷൻ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 5% എന്നുള്ള രീതിയിലാണ്. കാസ്റ്റ് അയൺ ആണ് ഏറ്റവും കൂടുതൽ കൊറോഷൻ റേറ്റ് വരുന്നത്. അതിൻ്റെ കൊറോഷൻ എന്ന് പറയുന്നത് ഏകദേശം 22% എന്നുള്ള രീതിയിലാണ്. ഈ വാല്യൂസ് ഒക്കെ നമ്മൾ എടുത്തിരിക്കുന്ന IS 3043 എന്ന് പറയുന്ന കോഡ് ഓഫ് പ്രാക്ടീസ് ഓഫ് എർത്തിങ് എന്നാണ് നമ്മൾ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ എടുത്തിരിക്കുന്നത്. ദെൻ അതിനെ നമ്മളൊരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. കാസ്റ്റ് അയൺ ആണ് ഏറ്റവും കൂടുതൽ കൊറോഷൻ വരുന്നത്. പക്ഷെ കോപ്പർ ബോണ്ടഡ് മെറ്റീരിയലോ ആണെങ്കിൽ അതിന്റെ കൊറോഷൻ റേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. GI ആണെങ്കിൽ, ഗാൽവനൈസ്ഡ് സ്റ്റീൽ ആണെങ്കിൽ അതിന്റെ കൊറോഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കും. ദെൻ കോസ്റ്റ്, നമ്മൾ എത്രമാത്രം എക്കണോമിക്കൽ ആണ് എന്ന് അറിയേണ്ടി നമ്മൾ അതിൻ്റെ കോസ്റ്റ് കൂടി അറിയണം. ഓരോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കോപ്പർ ആണ് ബെസ്റ്റ് കണ്ടക്ടർ. കോപ്പറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹയർ സൈഡിലാണ്. പണ്ട് കാലത്തൊക്കെ കോപ്പർ എന്ന് പറയുന്നത് തെഫ്റ്റ് പ്രോബ്ലംസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തെഫ്റ്റ് പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കോപ്പറിൻ്റെ കേസിലാണ്. എവിടെയെങ്കിലും ഒരു മിനിറ്റ്, മൈൽഡ് സ്റ്റീലിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ലല്ലോ അതിനകത്ത്. മൈൽഡ് സ്റ്റീൽ കൊറോഷൻ ഓഫ് മെറ്റൽസിന്റെ കേസിലാണോ? അതെ, കൊറോഷൻ ഓഫ് മെറ്റൽസിന്റെ കേസിൽ നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ്സിൻ്റെ അകത്ത് മൈൽഡ് സ്റ്റീൽ എന്നുള്ള രീതിയിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ ഏകദേശം ഒരു 9 kgയുടെ അകത്ത്, ഒരു 10 yearsൽ 9 kgയുടെ അകത്ത് അത് അവിടെ നിന്ന് ഡിക്രീസ് ചെയ്ത് പോകുന്നുള്ള രീതിയിലാണ് മൈൽഡ് സ്റ്റീലിന്റെ കേസിൽ പറയുന്നത്. ഇവിടെ KCBയിൽ അതല്ലേ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. KCBയിലെ കേസിൽ എക്കണോമിക്കൽ വൈസ് നോക്കുന്ന സമയത്ത് മെയിൻലി KCB യൂസ് ചെയ്യുന്ന മൈൽഡ് സ്റ്റീലാണ്. പക്ഷേ അത് അവർ സോയിലിൻ്റെ ഒരുപാട് ഇലക്ട്രോഡ്സ് വരുന്നൊരു സ്ഥലമാണ്. മെയിൻലി മെഷ് എർത്തിങ് ആണ് അവരവിടെ, മാറ്റ് എർത്തിങ് ആണ് അവരവിടെ യൂസ് ചെയ്യുന്ന KCB. ഓക്കെ, താങ്ക്സ്.
ദെൻ കോസ്റ്റ് ഓഫ് മെറ്റൽസ് നമ്മൾ നോക്കുന്ന സമയത്ത് കോപ്പർ ആണ് എപ്പോഴും ഒരു ഹയർ കോസ്റ്റ് എന്നുള്ള രീതിയിൽ വരുന്നത്. ദെൻ അതിനുശേഷം നോക്കുകയാണെങ്കിൽ കോപ്പർ ബോണ്ട് മെറ്റീരിയൽ ഉണ്ടാവും, അതിലും കാട്ടിയും താഴെയാണ് GI മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ദെൻ മൂന്നാമത്തെ മേജർ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു എർത്ത്. നമ്മൾ നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ടൈപ്സ് എന്ന് പറയുന്ന ഒന്ന് പ്ലേറ്റ് ആണ്, രണ്ടാമത്തെ റോഡാണ്. ഇതിൽ പ്ലേറ്റ് ഇലക്ട്രോഡ് ആണെങ്കിൽ നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന പ്ലേറ്റ് എർത്തിങ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. അതായത് റോ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു റൂട്ട് ഓഫ് π/a ഓംസ്. റോ എന്ന് പറയുന്ന അവിടെ ഉണ്ടാവുന്ന സോയിൽ റെസിസ്റ്റിവിറ്റി ആണ്, എ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന പ്ലേറ്റിന്റെ ഏരിയ ആണ്. അപ്പോൾ കൺഫ്യൂസ് ചെയ്യരുത്. പ്ലേറ്റിന്റെ ഏരിയ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്ലേറ്റിന്റെ രണ്ട് സൈഡിലുള്ള സർഫേസ് ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു സൈഡിൽ ഏരിയ കണ്ട് ഇൻറ്റു 2 ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളതാണ് ഇവിടെ എ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറയുന്നത് റോഡ് എർത്തിങ് എന്നുള്ള രീതിയിലാണ്. റോഡ് എർത്തിങ് ആണെങ്കിൽ നമ്മൾ അതിന്റെ റോഡ് അല്ലെങ്കിൽ പൈപ്പ് എർത്തിങ് അതിന്റെ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 റോ ഡിവൈഡഡ് ബൈ 2πL ലോഗ് ഇ 2L ഡിവൈഡഡ് ബൈ D ഓംസ് എന്നുള്ള രീതിയിലാണ്. റോ എന്ന് പറയുന്ന ഇവിടെയും സോയിൽ റെസിസ്റ്റിവിറ്റി ആണ് ഇൻ ഓം മീറ്റർ. അതേപോലെ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി റോഡ് അല്ലെങ്കിൽ പൈപ്പാണ് ഇൻ സെന്റിമീറ്റർ. ദെൻ D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി റോഡ് ഓർ പൈപ്പ് ആണ് ഇൻ സെന്റിമീറ്റർ. പ്ലേറ്റ് ആണെങ്കിൽ റോ ബൈ 4 ഇൻറ്റു റൂട്ട് ഓഫ് π/a, റോഡ് ആണെങ്കിൽ 100 റോഡ് ഡിവൈഡ് ബൈ 2πL ഇൻറ്റു ലോഗ് ഇ 2L ബൈ D എന്നുള്ള രീതിയിലാണ്. ദെൻ ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ ഈ ഒരു പുതിയ ഇതിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് എപ്പോഴും ഇലക്ട്രോഡ് എൻകേസ്ഡ് ഇൻ എ ലോ റെസിസ്റ്റീവ് മെറ്റീരിയൽ, അതായത് നമ്മൾ ഇലക്ട്രോഡിൻ്റെ ചുറ്റും ഒരു ലോ റെസിസ്റ്റീവ് ആയിട്ടുള്ള എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ടോ അല്ലെങ്കിൽ കണ്ടക്റ്റീവ് കോൺക്രീറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്. 1 ഡിവൈഡ് ബൈ 2πL റോ മൈനസ് റോ സി ഇൻറ്റു ലോഗ് ഇ 8L ബൈ D മൈനസ് 1 പ്ലസ് റോ സി. സൗണ്ട് കുറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ സാറേ. ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, ലോഗ് ഇ 8L ബൈ D മൈനസ് 1 എന്നുള്ള രീതിയിലാണ്. ഇത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോഡ് എൻകേസ്ഡ് ഇൻ ലോ റെസിസ്റ്റീവ് മെറ്റീരിയൽ, അതായത് നമ്മളൊരു എർത്ത് പിറ്റ് എടുത്തു, ആ എർത്ത് പിറ്റിന്റെ അകത്ത് നമ്മൾ ഇലക്ട്രോഡ് പ്ലേസ് ചെയ്തു, ആ ഇലക്ട്രോഡിന്റെ ചുറ്റും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു ലോ റെസിസ്റ്റീവ് ആയിട്ടുള്ള എർത്തിങ് കോമ്പൗണ്ട് അല്ലെങ്കിൽ കണ്ടക്റ്റീവ് കോൺക്രീറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിലാണ് ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആയിട്ട് വരുന്നത്. ദെൻ നമ്മൾ ഇത്രയും പറഞ്ഞിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു പ്ലേറ്റ് എർത്തിങ് ഉണ്ട്, റോഡ് എർത്തിങ് ഉണ്ട്. അപ്പോൾ ഒരു കമ്പാരിസണിലോട്ടേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നോക്കുക, നമ്മൾ പ്ലേറ്റ് എർത്തിങ് ഉണ്ട്, റോഡ് ഓർ പൈപ്പ് നമ്മൾ ചെയ്യുകയാണ്. അതേപോലെ ഒരു റോഡ് ഇലക്ട്രോഡ് എൻകേസ്ഡിനെ ലോ റെസിസ്റ്റീവ് മെറ്റീരിയലോ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. നോക്കുക, പ്ലേറ്റ് ആണെങ്കിൽ ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന 2 ഡയമെൻഷനാണ്. ഒന്നെന്ന് പറയുന്നത് 1200 ഇൻറ്റു 1200 ഇൻറ്റു 12.5 mm ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് 600 ഇൻറ്റു 600 ഇൻറ്റു 3 mm എന്നുള്ള രീതിയിലാണ് പ്ലേറ്റ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സപ്പോസ് റോഡ് ആണെങ്കിൽ ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് 17.2 mm ഡയ 3 മീറ്റർ ലോങ് വരുന്ന റോഡാണ്. ദെൻ റോഡ് എൻകേസ്ഡിൻ്റെ ലോ റെസിസ്റ്റീവ് മെറ്റീരിയൽ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇതേ റോഡാണ്, പക്ഷേങ്കിൽ ആ റോഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് 150 mm ഡയമീറ്റർ വരുന്ന ഒരു എർത്ത് പിറ്റിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഈ റോഡ് പ്ലേസ് ചെയ്ത് അതിൻ്റെ ചുറ്റും ലോ റെസിസ്റ്റീവ് ആയിട്ടുള്ള ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.3 ഓമീറ്റർ വരുന്ന രീതിയിലുള്ള ഒരു എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്ന വാല്യൂസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. നോക്കുക, ഇവിടെ 3 കേസുകൾ, ഈ 4 കേസുകളിലും നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് സോയിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 100 ഓം മീറ്റർ ആണ്. സോയിൽ റെസിസ്റ്റിവിറ്റി 100 ഓം മീറ്റർ എന്ന രീതിയിലാണ് ഞാനിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1200 ഇൻറ്റു 1200 ഇൻറ്റു 12.5 mm പ്ലേറ്റ് ആണെങ്കിൽ അവിടെ വരുന്ന റെസിസ്റ്റൻസ് ടു എർത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 26 ഓം എന്നുള്ള രീതിയിലാണ്. അതേ കേസിൽ 600 mm ഇൻറ്റു 600 mm ഇൻറ്റു 3 mm പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറയുന്ന വാല്യൂ 52.2 ഓം ആണ്. ഇതേ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്, 17.2 mm ഡയ 3 മീറ്റർ ലോങ് വരുന്ന ഒരു റോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറയുന്നത് 31 ഓം എന്നുള്ള രീതിയിൽ, അത് ഇതിനെക്കാട്ടിയും പ്ലേറ്റിനെക്കാട്ടിയും കുറവ് എന്നുള്ള രീതിയിലാണ് അവിടെ പ്ലേറ്റ് എന്ന് പറയുന്നത് 600 കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവ് എന്നുള്ള രീതിയിലാണ് അവിടെ വരുന്നത്. സപ്പോസ് നമ്മളൊരു ലോ റെസിസ്റ്റീവ് മെറ്റീരിയലിൽ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു റോഡാണെങ്കിൽ
പ്ലേസ് ചെയ്തിരിക്കുന്ന റോഡാണെങ്കിൽ, ഞാനിവിടെ കൺസിഡർ ചെയ്യുന്ന പിറ്റിന് ഡയമെൻഷൻ എന്ന് പറയുന്നത് 150 mm ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പിറ്റിൽ നമുക്ക് റെസിസ്റ്റൻസ് ടു എർത്ത് വാല്യൂ വരുന്നത് ഏകദേശം 21.6 ഓം എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ 1.2 മീറ്റർ പ്ലേറ്റിനെ കാട്ടിയും വളരെ കുറവ് വാല്യൂ ആണ് ഇവിടെ വരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളിവിടെ നോക്കുക, നിങ്ങളിവിടെ സർഫസ് ഏരിയ ഒന്ന് കമ്പയർ ചെയ്യുക. ഈ പ്ലേറ്റ് ചെയ്യാൻ എവിടെ എടുക്കുന്ന സർഫസ് ഏരിയ, പ്ലേറ്റിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2.88 സ്ക്വയർ മീറ്റർ ആണ്. അതേപോലെ 600 × 600 ആണെങ്കിൽ പ്ലേറ്റിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 0.72 എന്നുള്ള രീതിയിലാണ്. ഈ റോഡ് ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 0.16 ആണ്. അതേപോലെ റോഡ് എൻകേസ്ഡ് ഇൻ ലോ റെസിസ്റ്റീവ് മെറ്റീരിയൽ, അവിടെ ഉണ്ടാവുന്ന ഏരിയ എന്ന് പറയുന്നത് 1.44 മീറ്റർ സ്ക്വയർ ആണ്. ഈ 4 നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് 1.2 മീറ്റർ വെക്കുകയാണെങ്കിൽ 26 വരും. അതേപോലെ റോഡ് എൻകേസ്ഡ് ഇൻ ലോ റെസിസ്റ്റീവ് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ വളരെ കുറവായിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ദെൻ കണ്ടക്ടിവിറ്റി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോപ്പർ ആണ്, നമുക്കറിയാം കോപ്പർ ആണ് ബെസ്റ്റ് കണ്ടക്ടർ. 100% കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ കോപ്പറിന്റെ കേസിലാണ്. ദെൻ കോപ്പറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അലൂമിനിയം ആണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും വയർസ് ആയിട്ട് യൂസ് ചെയ്യുന്ന അലൂമിനിയം ആണ് അല്ലേ. അലൂമിനിയത്തിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന കോപ്പറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 60% ആണ് അലൂമിനിയത്തിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ കോപ്പർ ബോണ്ടഡ് സ്റ്റീൽ ആണെങ്കിൽ കമ്പയറിംഗ് ടു കോപ്പർ അതിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം 17% മുതൽ 40% വരെയാണ്. കോപ്പർ ബോണ്ടഡ് സ്റ്റീൽ ആണെങ്കിൽ കോപ്പറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 17% to 40% എന്നുള്ള രീതിയിലാണ് ഇതിന്റെ കണ്ടക്ടിവിറ്റി വരുന്നത്. സപ്പോസ് ഗാൽവനൈസ് GI മെറ്റീരിയൽ ആണെങ്കിൽ GI മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി വരുന്നത് ഏകദേശം 8.6% എന്നുള്ള രീതിയിലാണ് കമ്പയറിംഗ് ടു കോപ്പർ. കോപ്പറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 8.6% ആണ് GI മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ദെൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല ശരിക്കും. ഇതെന്ന് പറയുന്ന കറണ്ട് ലോഡിങ് കപ്പാസിറ്റിയാണ്. ഒരു പ്ലേറ്റ് ആണെങ്കിൽ അതിന് എത്രമാത്രം കറണ്ട് ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഒരു റോഡ് ആണെങ്കിൽ ഒരു പൈപ്പ് ആണെങ്കിൽ അതിന് എത്രമാത്രം കറണ്ട് ലോഡിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 2 ഇക്വേഷൻ വെച്ചിട്ടാണ്. ഒന്നാമത്തെ എന്ന് പറയുന്ന IS 3043. ആക്ച്വലി IS 3043 കറണ്ട് ലോഡിംഗ് കപ്പാസിറ്റി ഓഫ് എ പ്ലേറ്റ് എർത്ത് ഇലക്ട്രോഡ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. I is equal to 7.57 into 10⁻³ divided by ρ into T. അത്രയും ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്ലേറ്റിന്റെ കേസിൽ വരുന്ന കറണ്ട് ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ഫോൾട്ട് കറണ്ട് T എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് എർത്ത് ഫോൾട്ട് ആണ്. യൂഷ്വലി നമ്മൾ HT ഇൻസ്റ്റാളേഷന്റെ കേസിൽ അപ് ടു 33 kV വരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോൾട്ട് ലെവൽ ഫോൾട്ട് ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആണ്. അതിന് മുകളിലാണെങ്കിൽ നമ്മൾ ഈ ടൈം ഓഫ് ഫോൾട്ട് എന്ന് പറയുന്നത് ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. സപ്പോസ് EHT ഒക്കെ ആണെങ്കിൽ അത് യൂഷ്വലി 0.5 സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുക. ഇവിടെ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ഓഫ് സോയിൽ ആണ്. സപ്പോസ് പ്ലേറ്റ് റോഡ് ഇലക്ട്രോഡ് ആണെങ്കിൽ റോഡ് ഇലക്ട്രോഡിന് ഈ ഒരു കറണ്ട് ലോഡിംഗ് കപ്പാസിറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത് IEEE 142 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിലാണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. I is equal to 1140 into D into L divided by ρ into T. ഇതിൽ D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി റോഡ് ആണ്, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോഡ് ആണ്. D എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഡയമീറ്റർ ഓഫ് ദി സോളിഡ് റോഡ് എന്നുള്ള രീതിയിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് പൈപ്പിന് ഇത്രയാണ് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എന്നുള്ള രീതിയിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡയമീറ്റർ ഓഫ് ദി സോളിഡ് റോഡ് എന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ഓഫ് സോയിൽ ഇൻ ഓം സെന്റിമീറ്റർ ആണ്. നോക്കാം, മുകളിലത്തെ ഇക്വേഷനിൽ ഓം മീറ്റർ ആണ്, ഇവിടെ ഓം സെന്റിമീറ്റർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ദെൻ നമ്മളിവിടെ ഒരു കമ്പാരിസൺ നടത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ എന്ന് പറയുന്ന ഒരു കോപ്പർ പ്ലേറ്റ് ആണ്, രണ്ടാമത്തെ എന്ന് പറയുന്ന ഒരു കോപ്പർ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു റോഡാണ്. നമുക്ക് ഈസി ഒരു എളുപ്പത്തിലുള്ള കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നോക്കുക, 600 mm into 600 mm into 3.15 mm ആണ് നമ്മൾ പറഞ്ഞു പ്ലേറ്റിന്റെ മിനിമം ഡയമെൻഷൻ. ഞാനിവിടെ കോപ്പർ ബോണ്ടഡ് റോഡ് ആണെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് 17.2 mm ഡയ 3 മീറ്റർ ലോങ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി നമ്മൾ നേരത്തെ ഈ 2 ഇക്വേഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ ഒരു കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഇവിടെയും ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നു അവിടുത്തെ സോയിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 100 ഓം മീറ്റർ ആണ്, ടൈം ഓഫ് ഫോൾട്ട് എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് പ്ലേറ്റ് ഇലക്ട്രോഡ് ആണെങ്കിൽ അവിടെ കിട്ടിയിരിക്കുന്നത് ഏകദേശം 314.6 ആംപിയർ എന്നുള്ള രീതിയിലാണ്. കോപ്പർ ബോണ്ട് റോഡ് ആണെങ്കിൽ ഈ ഒരു ഡയമെൻഷനിലാണ്, ശ്രദ്ധിക്കുക, ഈ ഒരു ഡയമെൻഷനിലാണ് 339.6 ആംപിയർ എന്നുള്ള രീതിയിലാണ്. ഇതിൽ
റേറ്റ് ഓഫ് കൊറോഷൻ, നമ്മൾ പ്ലേറ്റ് ഇലക്ട്രോഡ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും കണക്ഷൻസ് വരുന്നത് അതിൻ്റെ താഴത്താണ്. നമ്മൾ പ്ലേറ്റ് ഇലക്ട്രോഡ് നമ്മൾ യൂഷ്വലി പ്ലേസ് ചെയ്യുന്നത് നമ്മൾ ഗ്രൗണ്ട് ലെവൽ എന്നൊരു 2 മീറ്റർ, അതിൻ്റെ പ്ലേറ്റിൻ്റെ ടോപ്പ് 2 മീറ്റർ വരുന്ന രീതിയിൽ, 2 മീറ്റർ ഡെപ്തിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെർട്ടിക്കൽ ആയിട്ടാണ് അത് അവിടെ പ്ലേസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അതിൻ്റെ കണക്ഷൻസ് വരുന്നത് ഏറ്റവും താഴത്താണ്, ഗ്രൗണ്ടിൽ അണ്ടർ ദ ഗ്രൗണ്ട് ആണ്, നമ്മൾ പ്ലേറ്റ് ഇലക്ട്രോഡിൻ്റെ മുകളിലാണ് നമുക്ക് അതിൻ്റെ കണക്ഷൻസ് വരുന്നത്. പക്ഷെ ഒരു റോഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പൈപ്പ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കണക്ഷൻസ് എപ്പോഴും വരുന്നത് അതിൻ്റെ ടോപ്പിലാണ്. ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ട് ലെവലിൻ്റെ ഏകദേശം അടുത്ത് നിൽക്കുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ കണക്ഷൻസ് വരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കൊറോഷൻ്റെ സാധ്യതകൾ എപ്പോഴും പ്ലേറ്റിനാണ് കൂടുതലായിട്ട് വരിക. അതേപോലെ നമ്മൾ റെസിസ്റ്റൻസ് ടു എർത്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ പ്ലേറ്റിൻ്റെ കേസിൽ, ഈ ഒരു പ്ലേറ്റിൻ്റെ കേസിൽ 52.2 ഓം ആണ്, ഈ ഒരു റോഡിൻ്റെ കേസിൽ 31 ഓം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ദെൻ ഏരിയ റിക്വയർഡ്. നമുക്കൊരു പ്ലേറ്റ് എർത്തിങ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയൊരു ഏരിയ നമുക്ക് വേണം. പക്ഷേങ്കിൽ നമുക്കൊരു റോഡ് എർത്തിങ് ആണെങ്കിൽ റോഡ് അല്ലെങ്കിൽ പൈപ്പ് ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെറിയൊരു ഏരിയ തന്നെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാനും ഇതാക്കാനൊക്കെ പറ്റും. കോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ, നമ്മൾ കോപ്പറിനെ കമ്പയർ ചെയ്യുന്ന കോപ്പറിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹയർ സൈഡിലാണ്, എക്കണോമിക്കലായിട്ട് നമുക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേങ്കിൽ കോപ്പർ ബോണ്ടഡ് റോഡോ അല്ലെങ്കിൽ GIയുടെ മെറ്റീരിയൽ നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പ്ലേറ്റ് ഇലക്ട്രോഡിനെ കാട്ടിയും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് റോഡ് അല്ലെങ്കിൽ പൈപ്പ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇത് 1.2 മീറ്റർ ഇൻറ്റു 1.2 മീറ്റർ ഇൻറ്റു 12 mm അല്ലെങ്കിൽ 1.2 മീറ്റർ ഇൻറ്റു 1.2 മീറ്റർ ഇൻറ്റു 6 mm എന്നുള്ള രീതിയിലുള്ള പ്ലേറ്റ്. അതേപോലെ 32 mm ഡായ 6 മീറ്റർ ലോങ് വരുന്ന ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു റോഡ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ രണ്ട് കേസിലും ഇതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ് നമ്മൾ നേരത്തെ ഇക്വേഷൻ പ്രകാരം. അതേപോലെ റേറ്റ് ഓഫ് കൊറോഷൻ എന്ന് പറയുന്നത് നോർമലി യൂസ് ചെയ്യുന്നത് CI പ്ലേറ്റ് ആണ്. CI പ്ലേറ്റ് ആണെങ്കിൽ കൊറോഷൻ റേറ്റ് എന്ന് CI അല്ലെങ്കിൽ GI ആണെങ്കിൽ കൊറോഷൻ റേറ്റ് എന്ന് പറയുന്നത് 0.5% ആണ്. CI ആണെങ്കിൽ കൊറോഷൻ റേറ്റ് എന്ന് പറയുന്നത് 2.2% ആണ്. കോപ്പർ ബോണ്ടഡ് ആണെങ്കിൽ അതിൻ്റെ കൊറോഷൻ റേറ്റ് എന്ന് പറയുന്നത് 0.2% പെർ ഇയർ എന്നുള്ള രീതിയിലാണ്. റെസിസ്റ്റൻസ് ടു എർത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റോഡിൻ്റെ റെസിസ്റ്റൻസ് ടു എർത്ത് നമ്മൾ പ്ലേറ്റ് ഇലക്ട്രോഡ് റെസിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറവാണ്. അതേപോലെ കറണ്ട് ഡിസിപ്പേഷൻ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോഡ് നിൽക്കുന്ന ഏറ്റവും താഴത്താണ്. പക്ഷേങ്കിൽ ഇതെന്ന് പറയുന്നത് മുകളിൽ മുതൽ താഴത്തോട്ടേക്ക് വരെ നമ്മൾ ഇലക്ട്രോഡ് നിൽക്കുകയാണ്. ഫുൾ ലെങ്ത്തിൽ നമ്മൾ ഇലക്ട്രോഡാണ്, ഒരു 3 മീറ്റർ ലെങ്ത്തിൽ അല്ലെങ്കിൽ 6 മീറ്റർ ലെങ്ത്തിൽ ഫുൾ ലെങ്ത്തിൽ നമ്മൾ ഇലക്ട്രോഡാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കത് ഡിസിപ്പേറ്റ് ചെയ്യാൻ കൂടി പറ്റും. അതേപോലെ ഇതിനെ നമ്മൾ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു GI മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ ലൈഫ് അപ്രോക്സിമേറ്റ്ലി പറയുന്ന ഒരു 10 to 15 years എന്നുള്ള രീതിയിലാണ്. നോർമൽ GI ആണെങ്കിൽ കോപ്പർ ബോണ്ടഡ് മെറ്റീരിയൽ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു കോപ്പർ എന്നുള്ള രീതിയിൽ അതിൻ്റെ ലൈഫ് അപ്രോക്സിമേറ്റ്ലി പറയുന്നത് 30 to 40 years എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ലൈഫ് അപ്രോക്സിമേറ്റ്ലി പറയുന്നത്. ദെൻ നമ്മളിവിടെ കോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ദി ഇൻസ്റ്റലേഷൻ, ഏരിയ റിക്വയർഡ്, ഇതൊക്കെ കൂടി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു റോഡ് അല്ലെങ്കിൽ പൈപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കോസ്റ്റ് ഓഫ് ദി മെറ്റീരിയലും കോസ്റ്റ് ഓഫ് ദി ഇൻസ്റ്റലേഷനും ഏരിയ റിക്വയർഡും ഒക്കെ നമുക്ക് കുറവായിട്ട് വരുന്നത്. ഇതിൽ തന്നെ IS 3043 തന്നെ വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു എർത്ത് ഇലക്ട്രോഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ എർത്ത് ഇലക്ട്രോഡിൻ്റെ 2 സൈഡിൽ ഉണ്ടാവുന്ന ഡയമെൻഷൻ, അതായത് സപ്പോസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് നമ്മളൊരു എർത്ത് ഇലക്ട്രോഡ് എന്ന് വിചാരിക്കുക. ഈ എർത്ത് ഇലക്ട്രോഡ് ആണെങ്കിൽ ഈ ഒരു സൈഡിൽ വരുന്ന ഡയമെൻഷനും ഇതിൻ്റെ അടുത്ത സൈഡിൽ വരുന്ന ഡയമെൻഷനും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ എർത്ത് ഇലക്ട്രോഡിൽ നിന്ന് നമ്മൾ പുറത്തോട്ടേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഡെൻസിറ്റിയുടെ വാല്യൂ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നല്ലൊരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടുള്ളൂ. അതായത് അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഒന്നിക്കൽ റോഡിനാണ്, അല്ലെങ്കിൽ പൈപ്പിനാണ്, അല്ലെങ്കിൽ സ്ട്രിപ്പ് എർത്തിങ്ങിനാണ്. പ്ലേറ്റിനെ കാട്ടി നമുക്ക് റോഡ് അല്ലെങ്കിൽ പൈപ്പ് അല്ലെങ്കിൽ സ്ട്രിപ്പിന് വരുന്ന മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണത്. പക്ഷേങ്കിൽ പ്ലേറ്റ് ആവുന്ന സമയത്ത് 2 സൈഡിലെ ഡയമെൻഷൻ സെയിം ആണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫാക്ടർ നമുക്ക് പ്ലേറ്റിന്റെ കേസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ദെൻ അടുത്ത മേജർ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഫ്യൂസിങ് ടെമ്പറേച്ചർ ആണ്. ഫ്യൂസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിന് എപ്പോഴും ഒരു കറണ്ട് ലോഡിംഗ് കപ്പാസിറ്റി ആയിട്ട് കോറിലേറ്റ് നിൽക്കുന്ന ഒരു ടേമാണ് ഫ്യൂസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. കോപ്പർ അല്ലെങ്കിൽ കോപ്പർ ബോണ്ടഡ് മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ ഫ്യൂസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 1100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിലാണ് അതിന്റെ ഫ്യൂസിങ് ടെമ്പറേച്ചർ വരുന്നത്. 1084 അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ 1084 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. GI മെറ്റീരിയൽ ആണെങ്കിൽ, ഗാൽവനൈസ്ഡ് സ്റ്റീൽ മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ ഫ്യൂസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഗ്രേറ്റർ ദാൻ 400 അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ 419 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഫ്യൂസിങ് ടെമ്പറേച്ചർ വരുന്നത്.
അപ്പോൾ ഈ ഒരു 6 കാര്യങ്ങളാണ് നമ്മൾ ഏത് എർത്ത് ഇലക്ട്രോഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഈ ഒരു 6 കാര്യങ്ങളാണ്. നമുക്ക് ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ ഈ ഒരു 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഒന്നാമത്തെ എന്ന് പറയുന്നത് അതിൻ്റെ ലൈഫായിരുന്നു അല്ലേ. ഒന്നാമത്തെ എന്ന് പറയുന്നത് എർത്ത് ഇലക്ട്രോണിൻ്റെ ലൈഫാണ്. രണ്ടാമത്തെ എന്ന് പറയുന്ന കോസ്റ്റ് ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു എർത്ത് ആണ്. നാലാമത്തെ എന്ന് പറയുന്ന കണ്ടക്ടിവിറ്റി ആണ്. അഞ്ചാമത്തെ എന്ന് പറയുന്ന കറണ്ട് ലോഡിംഗ് കപ്പാസിറ്റി ആണ്. ആറാമത്തെ എന്ന് പറയുന്നത് ഫ്യൂസിങ് ടെമ്പറേച്ചർ ആണ്. ഈ 6 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത്. ഈ 6 കാര്യങ്ങൾ വെച്ചിട്ടാണ് അവിടെ ഏത് എർത്ത് ഇലക്ട്രോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു റെസിസ്റ്റൻസ് ടു എർത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഇത്രയാണ് റെസിസ്റ്റൻസ് ടു എർത്ത് നമുക്ക് കിട്ടുന്നത്. പക്ഷേ എങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഓവറോൾ ആയിട്ട് വളരെ കുറവ് റെസിസ്റ്റൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സപ്പോസ് നമ്മളൊരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു PV സിസ്റ്റം നമ്മളൊരു എർത്ത് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് സപ്പോസ് 10 ഓം ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എങ്കിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 5 ഓമിനെക്കാട്ടി താഴെയാണ്. 5 ഓമിനെക്കാട്ടിയും താഴെയാകുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നമ്മളവിടെ പാരലായിട്ട് നമ്മളവിടെ എർത്ത് ബിറ്റ് വീണ്ടും ഒരു എർത്ത് ബിറ്റ് കൂടി നമ്മൾ ചെയ്ത് നോക്കണം. അത് സ്പെസിഫൈഡ് ആയിട്ട് ഡയമെൻഷൻ ആണെങ്കിൽ നമുക്ക് 2 എർത്ത് ബിറ്റ് നമ്മൾ എടുത്ത് നോക്കി ഇന്റർകണക്ട് ചെയ്തിട്ട് നമ്മൾ വാല്യൂ മെഷർ ആണെങ്കിൽ നമുക്ക് 5 ഓമിൻ്റെ അടുത്തോട്ടേക്ക് അതിൻ്റെ വാല്യൂ വരും. അതായത് 6/2 എന്നുള്ള രീതിയിലോട്ടേക്ക് വരും. നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് 2 ഇലക്ട്രോഡ് നമ്മൾ സപ്പോസ് ഒരു റോഡ് എർത്തിങ് ആണെങ്കിൽ പാരലായിട്ട് പ്ലേസ് ചെയ്യുന്ന 2 ഇലക്ട്രോഡ് ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിനെയും തമ്മിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ടൈംസ് ഇറ്റ്സ് ലെങ്ത് ആണ്. അതായത് ഞാനൊരു 3 മീറ്റർ വരുന്ന റോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പാരലായിട്ട് വേറൊരു എർത്ത് ബിറ്റ് ചെയ്യുകയാണ് 3 മീറ്റർ ലെങ്ത് ഉള്ള റോഡ്. ഈ 2 പിറ്റ് തമ്മിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 മീറ്റർ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ അതായത് 10/2 5 ഓം എന്നുള്ള രീതിയിലോട്ടേക്ക് അത് വരുള്ളൂ. അല്ലാത്ത കേസിൽ നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേങ്കിൽ പല സ്ഥലങ്ങളിലും സ്ഥലത്തിൻ്റെ പരിമിതികൾ ഉണ്ടാവും. അതുകൊണ്ട് ഒരു 2 മീറ്റർ മുതൽ അങ്ങോട്ടേക്ക് ചെയ്യുന്നത് 2 മീറ്റർ മിനിമം ഒരു 2 മീറ്റർ ഗ്യാപ്പ് എങ്കിലും 2 ഇത് തമ്മിൽ ഉണ്ടായിരിക്കണം. സപ്പോസ് ഒരു പ്ലേറ്റ് എർത്തിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 2 പ്ലേറ്റ് എർത്തിങ് തമ്മിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 8 മീറ്റർ ടു 10 മീറ്റർ എന്നുള്ള രീതിയിലാണ് 2 പ്ലേറ്റ് എർത്തിങ് തമ്മിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് നമ്മൾ യൂഷ്വലി പറയാറുള്ളത്. പൈപ്പ് ആണെങ്കിൽ സപ്പോസ് ഒരു 2.5 മീറ്റർ വരുന്ന പൈപ്പാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത പൈപ്പ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു 5 മീറ്റർ ഗ്യാപ്പിൽ വേണം നമ്മളത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സപ്പോസ് പക്ഷേങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ എർത്ത് അതായത് നമ്മുടെ സോയിൽ റെസ്റ്റിവിറ്റി സോയിലിൻ്റെ കമ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് ഇതേപോലെ പാരലായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഓവറോൾ ആയിട്ട് ലോ റെസിസ്റ്റൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അവിടെ ഉണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളിലെയും സോയിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിൽ തന്നെ റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ട് 3 ഫാക്ടേഴ്സ് ആണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദി ഇലക്ട്രോഡ്. നമ്മൾ ഏത് ഇലക്ട്രോഡാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് കോണ്ടാക്ട് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ആൻഡ് സോയിൽ. മൂന്നാമത്തെ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദി സോയിൽ ഫ്രം ദി ഇലക്ട്രോഡ് സർഫസ് ഔട്ട്വേർഡ് ഇൻ ദ ജോമെട്രി സെറ്റപ്പ് ഫോർ ദ ഫ്ലോ ഓഫ് കറണ്ട് ഔട്ട്വേർഡ് ഫ്രം ദി ഇലക്ട്രോഡ് ടു ഇൻഫൈനൈറ്റ് എർത്ത്. അതായത് നമ്മൾ ഈ ഒരു ഇലക്ട്രോഡിൽ നിന്ന് പുറത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആ ഒരു പാത്തിലുണ്ടാവുന്ന സോയിലിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് സോയിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന 3 ഫാക്ടേഴ്സിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ ഫാക്ടറാണ്. ഈ മൂന്നാമത്തെ ഫാക്ടറാണ് നമ്മൾ ഈ പറയുന്ന 3 ഫാക്ടേഴ്സിലും ഏറ്റവും മേജർ ആയിട്ടുള്ള ഫാക്ടർ. എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫാക്ടർ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുക? അതിനു വേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സോയിൽ അതായത് നമ്മൾ ഹൈ റെസിസ്റ്റീവ് സോയിലുള്ള കേസുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഉണ്ടാവുന്ന സോയിൽ റെസിസ്റ്റിവിറ്റി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. അതേപോലെ നമ്മൾ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോഡിൻ്റെ കൊറോഷൻ്റെ കാര്യങ്ങളും നമുക്ക് സേഫായി വെക്കാൻ വേണ്ടി പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എർത്ത് എൻഹാൻസിങ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടില്ല? നമ്മൾ വിചാരിച്ച പോലത്തെ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂസ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേങ്കിൽ നമ്മൾ അവിടെ ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ് അതായത് എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് അവിടെ സോയിൽ റെസിസ്റ്റിവിറ്റി വളരെ കുറവെന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും.
അല്ലെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വേറൊരു മെത്തഡോളജിയാണ് ഡീപ്പ് എർത്തിങ് എന്ന് പറയും. ഡീപ്പ് എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന 3 മീറ്റർ ലെങ്ത് വരെയുള്ള റോഡുകളാണ് അല്ലെങ്കിൽ പൈപ്പുകളാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ അങ്ങനെയുള്ള ഹൈ സോയിൽ റെസിസ്റ്റീവ് ആയിട്ടുള്ള കേസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഡെപ്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യും. 6 മീറ്റർ ആക്കും, അല്ലെങ്കിൽ 9 മീറ്റർ ആക്കും, അല്ലെങ്കിൽ 12 മീറ്റർ അല്ലെങ്കിൽ 15 മീറ്ററിലോട്ടേക്കെല്ലാം നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ഹൈ ഡെപ്തിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒരു ഡെപ്ത് വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് സോയിൽ റെസിസ്റ്റീവ് വാല്യൂ കുറഞ്ഞു വരും. സോ അവിടെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നല്ലൊരു എർത്ത് വാല്യൂ നമുക്ക് അവിടെ കിട്ടാൻ വേണ്ടി പറ്റും. അതേപോലെ നമുക്ക് എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ സോയിൽ റെസിസ്റ്റീവ് വാല്യൂസ് എന്ന് പറയുന്ന ഏകദേശം 15 to 90% വരെ നമുക്കത് ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഗ്രൗണ്ടിങ് ഇലക്ട്രോഡിന്റെ സിസ്റ്റവും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് 2 കാര്യങ്ങൾ, ഒന്ന് അതിന് ചുറ്റും ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരിക, അതേപോലെ നമ്മളുടെ എർത്ത് ഇലക്ട്രോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസ് കൂടി അതിനുണ്ട്. ദെൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സോൾട്ട് ആൻഡ് ചാർക്കോൾ ആണ്. നമ്മൾ നോർമലി യൂസ് ചെയ്ത് വരുന്നത് സോൾട്ട് ആൻഡ് ചാർക്കോൾ എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മുടെ സോയിലിൻ്റെ അകത്ത് സോൾട്ടിന്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് എത്രമാത്രം സോൾട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ നമ്മൾ നോക്കുന്ന ഈ IS 3043 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൽ വളരെ വ്യക്തമായിട്ടൊരു ഗ്രാഫിലേക്ക് കൂടിയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളുടെ സോയിലിൽ ഒരു സോൾട്ടിന്റെ ഒരു പ്രസൻസ് 5%-നെക്കാട്ടിയും കൂടുകയാണെങ്കിൽ അവിടെ എന്തായിട്ടാണ് വരുന്നത്, അവിടെ ഉണ്ടാവുന്ന സോയിലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരികയാണ്. അതായത് നമ്മളൊരു സോൾട്ട് കണ്ടന്റ് നമ്മൾ ഇൻക്രീസ് ചെയ്തു, സോൾട്ട് കണ്ടന്റ് ഒരു 5%-നെക്കാട്ടി നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സോയിൽ റെസിസ്റ്റിവിറ്റിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പക്ഷേങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോഡിന് സംഭവിക്കുന്ന കൊറോഷൻ റേറ്റ് അവിടെ ഇൻക്രീസ്, അവിടെ കണ്ടക്ടിവിറ്റി ഒബ്വിയസ്ലി കൂടും, പക്ഷേങ്കിൽ ഇലക്ട്രോഡിന്റെ കേസിൽ ഉണ്ടാവുന്ന കൊറോഷൻ റേറ്റ് അവിടെ വളരെ രീതിയിൽ അവിടെ ഇൻക്രീസ് ചെയ്തിട്ട് വരും. രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന മോയ്സ്ചർ കണ്ടന്റ് ആണ്. നമ്മളുടെ എർത്തിങ്ങിന് ഏറ്റവും ആവശ്യമുള്ള 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് മോയ്സ്ചർ കണ്ടന്റ് വളരെ ആവശ്യമുള്ള ഒരു ഫാക്ടറാണ്. പക്ഷേങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 15%-നെക്കാട്ടിയും കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ, സോയിൽ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂവിൽ വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല, കോൺസ്റ്റന്റ് ആയി നിൽക്കുകയാണ്. പക്ഷേങ്കിൽ 15 താഴെ ഒരു 10 മുതൽ 15 വരെയാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് വരുന്നത്. നോർമലി നമ്മളുടെ ഒരു മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 18% അല്ലെങ്കിൽ ഏകദേശം ഒരു 15%-അടുത്താണ് നിൽക്കുന്നത്. 15% കൂടിക്കഴിഞ്ഞാൽ അവിടെ വലിയ അഡ്വാൻറ്റേജ് ഒന്നും നമുക്ക് കിട്ടാറില്ല. ദെൻ ഇപ്പം നോർമലി നമുക്ക് മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എർത്ത് എൻഹാൻസ്മെന്റ് എന്നുള്ള രീതിയിൽ 2 കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സോൾട്ട് ആൻഡ് ചാർക്കോൾ ഓൾറെഡി നമ്മൾ ഒരു പഴയൊരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ സോൾട്ട് ആൻഡ് ചാർക്കോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു മോഡേൺ കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ നോർമലി യൂസ് ചെയ്യുന്നത് എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് എന്നുള്ള രീതിയിലാണ്. അതേപോലെ പലരും ബെന്റണൈറ്റ് എന്നുള്ള രീതിയിലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്ത സമയത്ത് ബെന്റണൈറ്റിന്റെ ഒരു റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം 3 ഓം മീറ്റർ എന്നുള്ള രീതിയിലാണ് ബെന്റണൈറ്റിന്റെ റെസിസ്റ്റിവിറ്റി വരുന്നത്. പക്ഷെ നമ്മളൊരു എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ യൂഷ്വലി അതിന്റെ ഒരു 10% താഴെയാണ് ഇതിന്റെ റെസിസ്റ്റിവിറ്റി വരുന്നത്. 0.5 ഓം മീറ്ററിനെക്കാട്ടിയും താഴെയാണ് ഒരു എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ടിന്റെ റെസിസ്റ്റിവിറ്റി വരുന്നത്. കൊറോസീവ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടിലും കൊറോഷൻ വൈസ് നോക്കുന്ന സമയത്ത് ബെന്റോണൈറ്റ് എന്ന് പറയുന്ന മീഡിയം കൊറോഷൻ ആയിരിക്കും. എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ സ്ലോ ആയിട്ടുള്ള രീതിയിലാണ് അവിടെ കൊറോഷൻ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ദെൻ സീസണൽ വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ മഴക്കാലമുണ്ട്, അതേപോലെ വേനൽക്കാലമുണ്ട്. ഒരു മഴക്കാലത്ത് നമ്മൾ വേനൽക്കാലത്തോട് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വാല്യൂയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതാണ് നമ്മൾ ഈ ഒരു സീസണൽ വേരിയേഷൻ കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ബെന്റണൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സീസണൽ വേരിയേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പക്ഷേ എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് ആണെങ്കിൽ വളരെ കുറവായിരിക്കും അവിടെ ഉണ്ടാകുന്ന സീസണൽ വേരിയേഷൻ ഉണ്ടാവും, പക്ഷെ വളരെ കുറവായിരിക്കും. ദെൻ മെയിൻ്റെനൻസ് റിക്വയർഡ് ആണോ? ബെന്റണൈറ്റ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബെന്റണൈറ്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ എന്നുള്ള രീതിയിലാണ്. അത് ഒരുപാട് വാട്ടർ ഇനീഷ്യലി നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്ന വാട്ടർ അത് അബ്സോർബ് ചെയ്യും. വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഷ്രിങ്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഷ്രിങ്ക് ചെയ്ത് പോകുകയെന്ന് വെച്ചാൽ നമ്മൾ ഇതെപ്പോഴും നമ്മൾ ഈ ഒരു ബെന്റണൈറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് ആണെങ്കിലോ എപ്പോഴും നമ്മൾ എർത്ത് ഇലക്ട്രോഡിന് ചുറ്റും നല്ല ടൈറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ക്രാക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അത് പുറത്തോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന കണ്ടിന്യൂറ്റി അവിടെ മിസ്സാവാണ്, കണ്ടിന്യൂ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടും. റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ എർത്തിങ് പ്രോപ്പർ ആവില്ല. ഈ ബെന്റണൈറ്റ് പ്രോപ്പർട്ടി ഷ്രിങ്ക്, അതായത് ഈ ഇലക്ട്രോഡിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഈ ബെന്റണൈറ്റിന്
കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ KCB തന്നെ അവരുടെ സബ്സ്റ്റേഷനുകളിലൊന്നും KCB തന്നെ ഈ പ്യൂർ ബെന്റനൈറ്റ് എന്നുള്ള രീതിയിൽ KCB സപ്പോർട്ട് ചെയ്യുന്നില്ല. ദെൻ രണ്ടാമത്തെ എന്ന് പറയുന്ന ലൈഫ് സ്പാൻ ആണ്. ലൈഫ് സ്പാൻ വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് ചെയ്തിരിക്കുന്ന ലൈഫ് സ്പാൻ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 25 years എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത് ബെന്റനൈറ്റ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് അതിൻ്റെ ലോക്കൽ സോയിൽ കണ്ടീഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്കത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മണ്ണിലേക്ക് ഇടുന്ന കാര്യങ്ങളാണ്. മണ്ണിലേക്ക് ഇടുന്ന കാര്യം സമയത്ത് അത്രയും നമ്മൾ ശ്രദ്ധ ഉണ്ടാവണം. 3 കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മളുടെ ISൽ എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ടിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റി വലിയ രീതിയിലൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് IEC 62561-7 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ 2018 എന്നുള്ള രീതിയിൽ സ്റ്റാൻഡേർഡ് ആണ്. അതേപോലെ TCLP എന്ന് പറയുന്ന ടോട്ടൽ ക്യാരക്ടറിസ്റ്റിക് ലീച്ചബിൾ പ്രൊസീജിയർ എന്നുള്ള രീതിയിലാണ്. ROHS എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻസ് ഓഫ് അസാർഡസ് സബ്സ്റ്റൻസസ്. ഈ 3 ടെസ്റ്റ് സർട്ടിഫിക്കറ്റും ഉണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം. ഇതിൽ ടോട്ടൽ ക്യാരക്ടറിസ്റ്റിക് ലീച്ചബിൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ടിൽ നിന്ന് മണ്ണിലോട്ടേക്ക് അസാർഡസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസും ലീച്ച് ചെയ്ത് പോകരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലീച്ച് ചെയ്ത് പോകരുത്. മൂന്നാമത്തെ എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻസ് ഓഫ് അസാർഡസ് സബ്സ്റ്റൻസ്, അതായത് അസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആ യൂസ് ചെയ്തിരിക്കുന്ന എർത്തിങ് കോമ്പൗണ്ടിൽ ഉണ്ടാവരുത് എന്നുള്ള രീതിയിലുള്ള ടെസ്റ്റിംഗ് ആണ് ഈ 3 കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒരു എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ടിലോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ അന്വേഷിച്ചിരിക്കണം. ദെൻ നമ്മൾ നോർമലി ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന 2 ഇലക്ട്രോഡാണ്. ഒന്ന് കോപ്പർ ബോണ്ടഡ് റോഡ് എന്നുള്ള രീതിയിലാണ്, രണ്ടാമത്തത് ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് പൈപ്പ് എന്നുള്ള രീതിയിലാണ്. ഇതിന് ബേസിക് ആയിട്ട് കമ്പാരിസൺ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇതിൻ്റെ മെറ്റീരിയൽ വൈസുള്ള കമ്പാരിസൺ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇതിൻ്റെ എന്താണ് നമ്മൾ ഇതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റീസ് എത്രയാണ്, റെസിസ്റ്റൻസ് ടു എർത്ത് എത്രയാണ്, ഇതിൻ്റെ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ ഫ്യൂസിങ് ടെമ്പറേച്ചർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പോയി. ദെൻ ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എഫക്റ്റീവ് ഡയമീറ്റർ എന്നുള്ള രീതിയിലാണ്. എഫക്റ്റീവ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, IS 304 മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ഗ്രാഫാണിത്. ഇതിൽ 3 രീതിയിലാണ് ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇത് കാൽക്കുലേറ്റഡ് റെസിസ്റ്റൻസ് ആണ്, ഇതെന്ന് പറയുന്ന ലെങ്ത് ആണ്. ഇതിൽ നോക്കുക, ഒരു ഇലക്ട്രോണിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 25 mm ആണ്. ഒരു ഇലക്ട്രോണിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 100 mm ആണ്. ഒരു ഇലക്ട്രോണിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 13 mm ആണ്. 13 mm ആണ്. ഈ 3 ഇലക്ട്രോഡ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കുക, ഈ 3 ഇലക്ട്രോഡും അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. നോക്കുക, ഇവിടെ ആണെങ്കിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ സമയത്ത് ഇവിടെ ഒരു 10-20 വ്യത്യാസം മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. അതായത് അവിടെ ഉണ്ടാവുന്ന ഡയമീറ്ററിന് വലിയൊരു എഫക്റ്റ് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻസ്റ്റഡ് ഡയമീറ്ററിന് പകരം അവിടെ ലെങ്തിനാണ് സിഗ്നിഫിക്കൻസ്. ഡയമീറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ഡയമീറ്റർ ആസ് റിലേറ്റീവ്ലി മൈനർ എഫക്റ്റ് ഓൺ എർത്ത് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ലെങ്ത് ആണ് എല്ലാ കേസിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരിക, ഡയമീറ്റർ അല്ല. ദെൻ ഇപ്പം നോർമലായിട്ട് കോമൺ ആയിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഏത് സ്റ്റാൻഡേർഡ് എടുത്തു കഴിഞ്ഞാലും, അതായത് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡിലോട്ടേക്ക് ഇത് അധിക രീതിയിൽ ഇതായിട്ട് വന്നിട്ടില്ല. പക്ഷേ നമ്മളൊരു IEEE സ്റ്റാൻഡേർഡ് അല്ല IEC സ്റ്റാൻഡേർഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ IEEE 80 എന്ന് പറയുന്ന സബ്സ്റ്റേഷൻ എർത്തിങ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡാണ്. IEEE 837 സബ്സ്റ്റേഷൻ എർത്തിങ്ങിൽ യൂസ് ചെയ്യേണ്ട കണക്ഷൻസിൻ്റെ സ്റ്റാൻഡേർഡാണ്. അതേപോലെ IEC സ്റ്റാൻഡേർഡ് IEEE 142, അതേപോലെ IECയിലുള്ള ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ അവർ പ്രിഫർ ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഒരു എർത്തിങ് എന്ന് പറയുന്ന കോപ്പർ ബോണ്ടഡ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള എർത്തിങ് ആണ്. കോപ്പർ ബോണ്ടഡ് റോഡാണ് മേജർ ആയിട്ട് അതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ UL എന്ന് പറയുന്നത് ഒരു അണ്ടർറൈറ്റേഴ്സ് ലബോറട്ടറി എന്ന് പറയുന്ന US-ലുള്ള ഒരു സ്റ്റാൻഡേർഡാണ്. UL സ്റ്റാൻഡേർഡ് കൂടിയുണ്ട്. അപ്പം അതിലും അവർ എർത്തിങ്ങിന് വേണ്ടി മേജറായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് കോപ്പർ ബോണ്ടഡ് റോഡ് എന്നുള്ള രീതിയിലാണ്. എന്താണ് കോപ്പർ ബോണ്ടഡ് റോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അല്ല അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കുക, കോപ്പർ ബോണ്ടഡ് റോഡ് ആണെങ്കിൽ നമ്മൾ പ്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് എപ്പോഴും അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതേപോലെ അവിടെ ഉണ്ടാവുന്ന കൊറോഷൻ എന്ന് പറയുന്നത് നമ്മൾ കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം സെയിം കൊറോഷൻ ആണ് രണ്ടിലും ഉണ്ടാവുന്നത്.
റെസിസ്റ്റൻസ് ടു എർത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റോഡ് ആവുന്ന സമയത്ത് ബാക്കിയുള്ള ഇലക്ട്രോണിനെ കാട്ടിയും ലെസ് റെസിസ്റ്റൻസ് ടു എർത്ത് നമുക്ക് എപ്പോഴും ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഏകദേശം 17 to 40% എന്നുള്ള രീതിയിലാണ്. കണ്ടക്ടിവിറ്റി കൂടുതൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലോ റെസിസ്റ്റീവ് ആയിട്ടുള്ള പാത്ത് നമുക്ക് അവിടെ കിട്ടുകയാണ്. അതേപോലെ ഇതിന്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന ഏകദേശം സിമിലർ ടു കോപ്പർ എന്നുള്ള രീതിയിൽ, അതായത് 30 to 40 years എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഡ്യൂറബിലിറ്റി എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുന്നത്. ദെൻ നമ്മൾ റോഡ് എർത്തിങ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമുള്ള സ്പേസ് കൺസ്ട്രെയിൻസ് എന്ന് നമുക്ക് തീരെ ഉണ്ടാവില്ല. കാരണം വളരെ ചെറിയ സ്പേസിൽ തന്നെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റും. ദെൻ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ കറണ്ട് ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സെയിം കറണ്ട് ലോഡിംഗ് കപ്പാസിറ്റിയിൽ നമുക്ക് റോഡ് മാനുഫാക്ചർ ചെയ്യാനും റോഡ് ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ നമുക്ക് പോസിബിൾ ആണ്. അതുകൊണ്ടാണ് മേജറായിട്ട് ഇപ്പോൾ ഒരുവിധം എല്ലാ എർത്തിങ്ങിലോട്ടേക്കും ഈ കോപ്പർ ബോണ്ട് റോഡ് എന്നുള്ള രീതിയിൽ ഈസിലി പോകുന്നത്. അതായത് നമ്മൾ ഇനീഷ്യലി ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പ്യുർ കോപ്പർ വെച്ചിട്ടാണ് എർത്തിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്യുർ കോപ്പർ അവിടെ എക്കണോമിക്കലി ഒരു പ്രശ്നം വന്ന സമയത്താണ് പ്യുർ കോപ്പറിന് പിന്നെ മാറി GI-ലോട്ടേക്കും മൈൽഡ് സ്റ്റീലിലോട്ടേക്കും ഒക്കെ പോയത്. പക്ഷെ ഇത് വീണ്ടും തിരിച്ചിട്ട് കോപ്പർ ബോണ്ടഡ് എന്നുള്ള മെറ്റീരിയലിലോട്ടേക്ക് വീണ്ടും ഇത് തിരിച്ച് വരികയാണ്. കോപ്പറിന്റെ അതേ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഒഴികെ ബാക്കിയുള്ള അതേ പ്രോപ്പർട്ടീസ് ഈ കോപ്പർ ബോണ്ടഡ് റോഡിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഏരിയാസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പല എർത്ത് വാല്യൂസ് ആണ് പറയാറുള്ളത് അല്ലേ. ഒരു പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണെങ്കിൽ അവിടെ പറയാറുണ്ട് യൂഷ്വലി 0.5 ഓമിനെക്കാട്ടി താഴെ വാല്യൂ വരണം എന്ന് യൂഷ്വലി മെൻഷൻ ചെയ്യാറുണ്ട്. ദെൻ ഒരു EHV സബ്സ്റ്റേഷൻ ആണെങ്കിൽ അവിടെ വേണ്ട എർത്ത് വാല്യൂ എന്ന് പറയുന്നത് യൂഷ്വലി ലെസ് ദാൻ 1 ഓം എന്നുള്ള രീതിയിലാണ്. ഒരു ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ ആണെങ്കിൽ അവിടെ വേണ്ട എർത്ത് വാല്യൂ എന്ന് പറയുന്നത് യൂഷ്വലി 2 ഓമിനെക്കാട്ടിയും കുറവാണ്. ദെൻ ഫോർ ഇൻഡസ്ട്രീസും അതേപോലെ PV പ്ലാന്റ്സിനൊക്കെ ആണെങ്കിൽ അവിടെ വേണ്ട എർത്ത് വാല്യൂസ് എന്ന് പറയുന്നത് യൂഷ്വലി ലെസ് ദാൻ 5 ഓം എന്നുള്ള രീതിയിലാണ്. ഒരു ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിനാണ് നമ്മൾ എർത്ത് ചെയ്തതെങ്കിൽ അവിടെ വേണ്ട എർത്ത് വാല്യൂസ് എന്ന് പറയുന്നത് യൂഷ്വലി 10 ഓമിനെക്കാട്ടിയും താഴെയാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ റെഗുലേഷനിലോ നമ്മൾ IO സ്റ്റാൻഡേർഡിലോ അല്ലെങ്കിൽ നമ്മൾ IO സ്റ്റാൻഡേർഡിലോ ഇത്ര എർത്ത് വാല്യൂ വേണം എന്നുള്ള രീതിയിൽ ഒരിക്കലും മെൻഷൻ ചെയ്യുന്നില്ല. നമുക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന പ്രൊട്ടക്ഷൻ കമ്പോണൻസുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന പ്രോപ്പർ എർത്തിങ് വേണമെന്നേ അവിടെയൊക്കെ മെൻഷൻ ചെയ്യാറുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ CT സ്കാനുകൾ അല്ലെങ്കിൽ MRI സ്കാനൊക്കെ വരുന്ന സമയത്ത് ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വരുന്ന സമയത്തൊക്കെ അവർ മാനുഫാക്ചേഴ്സ് അവർ പറയാറുണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് 2 ഓമിൽ താഴെ എർത്ത് വാല്യൂ വേണം. അതേപോലെ ഇൻസ്പെക്ട് ചെയ്തിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം അതിനൊക്കെ നോക്കാറുണ്ട് 2 ഓമിൽ താഴെ വാല്യൂ ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഇൻസ്പെക്ട് ചെയ്തിട്ടും അങ്ങനെയുള്ള മെഷീൻസിന് വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ കേസുകളിൽ വാല്യൂ എന്ന് പറയുന്ന കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു എർത്ത് പിറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 2 ഓമിൽ താഴെ വാല്യൂ കിട്ടും അല്ലെങ്കിൽ 5 ഓമിൽ താഴെ വാല്യൂ കിട്ടും എന്ന് ഒരിക്കലും നമുക്ക് ഒരാളെടുത്ത് നമുക്ക് കമ്മിറ്റ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് എപ്പോഴും അത് അവിടുത്തെ ലോക്കൽ സോയിൽ കണ്ടീഷൻ ഡിറ്റർമൈൻ ചെയ്ത് മാത്രമേ നമുക്കത് പറയാൻ വേണ്ടി പറ്റില്ല. കൺവെൻഷൻ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു എർത്ത് പിറ്റ് ചെയ്യും, ആ എർത്ത് പിറ്റ് ചെയ്ത് നമ്മൾ വാല്യൂ മെഷർ ചെയ്യും. സപ്പോസ് ആ വാല്യൂ കിട്ടിയിരിക്കുന്ന വാല്യൂ നമുക്ക് കിട്ടേണ്ട വാല്യൂവിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് പാരലായിട്ട് വേറൊരു എർത്ത് പിറ്റ് കൂടി നമ്മൾ ചെയ്യും. അതാണ് നമ്മൾ കൺവെൻഷണൽ ആയിട്ട് നമ്മളുടെ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ എങ്ങനെയാണ് നമുക്ക് അവിടെ ഉണ്ടാവുന്ന സോയിൽ റെസിസ്റ്റൻസ്, നമ്മളൊരു സ്ഥലത്ത് നമ്മൾ എർത്ത് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ അവിടുത്തെ സോയിൽ റെസിസ്റ്റൻസ് എങ്ങനെയാണെന്ന് നമുക്ക് മെഷർ ചെയ്യണം. ഈ സോയിൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മേജറായിട്ടൊരു മെത്തേഡാണ് വെന്നേഴ്സ് 4 ഇലക്ട്രോഡ് മെത്തേഡ് എന്ന് പറയും. വെന്നേഴ്സ് 4 ഇലക്ട്രോഡ് മെത്തേഡാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് മെഗർ വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി അത് മെഷർ ചെയ്യുന്നത്. നോക്കുക, മെഗറിൽ 4 ടെർമിനൽസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് C1 ആണ്, അതായത് കറണ്ട് ടെർമിനലാണ്. P1 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ടെർമിനലാണ്. P2 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ടെർമിനലാണ്. C2 എന്ന് പറയുന്നത് കറണ്ട് ടെർമിനലാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി 4 ഇലക്ട്രോഡ്സ് നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ ഇതിനെ ഓക്സിലറി ഇലക്ട്രോഡ്സ് എന്നാണ് വിളിക്കുക. ഓക്സിലറി ഇലക്ട്രോഡ്സ് യൂഷ്വലി ഉണ്ടാക്കുന്നത് മൈൽഡ് സ്റ്റീലിനെ കൊണ്ടാണ്. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 12.5 mm ഡയമീറ്റർ വരുന്ന മൈൽഡ് സ്റ്റീലിനെ കൊണ്ടാണ് യൂഷ്വലി ഈ ഒരു ഓക്സിലറി ഇലക്ട്രോഡ്സ് ഉണ്ടാക്കുന്നത്. അത് യൂഷ്വലി നമ്മൾ മണ്ണിലേക്ക് അടിച്ചിറക്കുന്ന സമയത്ത്, മണ്ണിലേക്ക് അടിച്ചിറക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിംഗ് ചെയ്യുക. മണ്ണിലേക്ക് ഇറക്കുന്ന സമയത്ത് ഏകദേശം 10 മുതൽ 15 സെന്റിമീറ്റർ വരെയാണ് നമ്മളത് താഴത്തോട്ടേക്ക് നമ്മൾ അടിച്ചിറക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫസ്റ്റ് ഇലക്ട്രോഡ് നേരെ C1 കണക്ട് ചെയ്യാണ്. സെക്കൻഡ് ഇലക്ട്രോഡ് നമ്മൾ P1 കണക്ട് ചെയ്യാണ്. തേർഡ് ഇലക്ട്രോഡ് നമ്മൾ P2 കണക്ട് ചെയ്യാണ്. ഫോർത്ത് ഇലക്ട്രോഡ് നമ്മൾ C2 കണക്ട് ചെയ്യാണ്. ഇവിടെ ഈ
P1 P2 നമ്മൾ അവിടെ ഈ ഒരു ഇന്റർ കണക്ഷൻ ഇല്ല, ഈ ഡയഗ്രം ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇത് രണ്ടും നമ്മൾ ഇന്റർ കണക്ഷൻ ഇല്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതായത് യൂഷ്വലി ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആകെ ഇത്രയേ ഉള്ളൂ. നമുക്ക് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുക? നമുക്കറിയാം ഓംസ് ലോ എന്ന് പറയുന്ന I ഈസിക്കൽ ടു അല്ലെ V ഈസിക്കൽ ടു I ഇൻറ്റു R എന്ന് പറഞ്ഞിട്ട് അറിയാം അല്ലെ. അതായത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? V ബൈ I, വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട്. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ രണ്ട് പൊട്ടൻഷ്യൽ ഇലക്ട്രോഡും തമ്മിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് മെഷർ ചെയ്യാണ്, അതേപോലെ ഈ രണ്ട് കറണ്ട് ഇലക്ട്രോഡിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് മെഷർ ചെയ്യാണ്. ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെസിസ്റ്റൻസ് നമുക്ക് നേരെ മെഗറിന്ന് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് വേണ്ട സോയിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 2π ഇൻറ്റു S ഇൻറ്റു R. എസ് എന്ന് പറയുന്നത് ഈ ഓക്സിലറി ഇലക്ട്രോഡ്സ് തമ്മിൽ ഉണ്ടാവുന്ന ഓക്സിലറി ഇലക്ട്രോഡ്സ് തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എസ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് യൂഷ്വലി ചെയ്യുന്നത് ഇത് ഒരു ഡയറക്ഷനിൽ നമ്മൾ ഇത് എപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്ട്രെയിറ്റ് ലൈനായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇനീഷ്യലി നമ്മൾ ഇതിന്റെ ഡിസ്റ്റൻസ് സപ്പോസ് ഒരു 5 മീറ്റർ വെച്ച് പ്ലേസ് ചെയ്തു, നമ്മളൊരു വാല്യൂ കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്തു, 8 മീറ്റർ എന്നുള്ള രീതിയിലേക്ക് ആക്കി. അപ്പം അങ്ങനെയാണെങ്കിൽ വാല്യൂ മെഷർ ചെയ്തു, വീണ്ടും ഇൻക്രീസ് ചെയ്തു. അങ്ങനെ എടുത്തിരിക്കുന്ന 2-3 വാല്യൂസ് വലിയ വ്യത്യാസം വരുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ വാല്യൂ ആണ് ഇവിടുത്തെ സോയിൽ റെസിസ്റ്റിവിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സപ്പോസ് വലിയ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഡിഫറെൻറ്റ് സൈഡ്സിലോട്ടേക്ക് നമ്മളിത് അടിച്ച് നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, ദെൻ എങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്ന എർത്ത് റെസിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ബേസിക് ആയിട്ട് 4 മെത്തേഡ്സിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഞാനിവിടെ മെൻഷൻ ചെയ്ത് ബേസിക് ആയിട്ട് 4 മെത്തേഡ്സ് മാത്രമാണ്. ഒന്നെന്ന് പറയുന്നത് ഫോൾ ഓഫ് പൊട്ടൻഷ്യൽ 61.8% മെത്തേഡാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഫോൾ ഓഫ് പൊട്ടൻഷ്യൽ 61.8% അകത്ത് തന്നെ ടെസ്റ്റ് യൂസിങ് എ ക്ലാംപ് ഓൺ CT എന്ന് പറയുന്ന കറന്റ് ട്രാൻസ്ഫോമർ. മൂന്നാമത്തെന്ന് പറയുന്ന ഫോളോ പൊട്ടൻഷ്യൽ സ്ലോപ്പ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ പറയും. നാലാമത്തെന്ന് പറയുന്ന ഫോളോ പൊട്ടൻഷ്യൽ 90° ബാർ 180° എന്നുള്ള രീതിയിലുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നോർമലി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫോളോ ഓഫ് പൊട്ടൻഷ്യൽ 61.8% മെത്തേഡാണ് നോർമലി യൂസ് ചെയ്യുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ആ ഒരു മെത്തേഡിൽ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ മെഷർ ചെയ്യുന്നത് നോക്കാം. നോക്കുക, ഫോളോ പൊട്ടൻഷ്യൽ 61.8% മെത്തേഡിൽ നമ്മൾ ബേസിക്കലി 3 ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഏത് ഇലക്ട്രോഡിന്റെ റെസിസ്റ്റൻസ് ആണോ മെഷർ ചെയ്യേണ്ടത് ആ ഒരു ഇലക്ട്രോഡാണ് നമ്മളിവിടെ ടെസ്റ്റ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? 2 ഓക്സിലറി ഇലക്ട്രോഡ്സ് കൂടി പ്ലേസ് ചെയ്യാണ്. ഒന്ന് പൊട്ടൻഷ്യൽ ഇലക്ട്രോഡാണ്, രണ്ടാമത്തെ കറണ്ട് ഇലക്ട്രോഡാണ്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? നേരത്തെ ഇതേ ഡയഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ C1ഉം P1ഉം കൂടി നമ്മൾ ഷോർട്ട് ചെയ്യും. അതായത് കറണ്ട് ടെർമിനലും P1ഉം കൂടി നമ്മൾ ഷോർട്ട് ചെയ്യാണ്. ദെൻ C1 നമ്മൾ എന്ത് ചെയ്യാണ്? C1 നമ്മൾ നേരെ എടുത്തു ഈ ഒന്നാമത്തെ ഇലക്ട്രോഡിലോട്ടേക്ക് നമ്മൾ കണക്ട് ചെയ്തു അല്ലേ. ദെൻ P2 നമ്മൾ നേരെ എവിടത്തേക്കാണ് പോകുന്നത്? P2 നമ്മൾ നേരെ ഇവിടത്തേക്ക് ഈ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡിലോട്ട് കണക്ട് ചെയ്തു. ദെൻ C2 എന്ന് പറയുന്ന ടെർമിനൽ, ഈ C2 എന്ന് പറയുന്ന ടെർമിനലിൽ നിന്ന് നമ്മൾ നേരെ എവിടത്തോട്ട് കണക്ട് ചെയ്തു? ഈ ഒരു കറണ്ട് ഇലക്ട്രോഡിലോട്ടേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ദെൻ അവിടെ മെഷർ ചെയ്യുന്ന വാല്യൂ എത്രയാണോ അതാണ് നമുക്ക് അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നോക്കുക, ഈ ഒരു ഡിസ്റ്റൻസ് ഈ ഒന്നാമത്തെ ഇലക്ട്രോഡും അതേപോലെ ഒന്നാമത്തെ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അതേപോലെ ഈ ഒന്നാമത്തെ ഇലക്ട്രോഡും ഈ ഒരു കറണ്ട് ഇലക്ട്രോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് 61.8% മെത്തേഡ് ആണെങ്കിൽ നോക്കുക, സ്മോൾ ഓർ സിംഗിൾ ഇലക്ട്രോഡ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റൻസ് ടു കറണ്ട് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 50 മീറ്റേഴ്സ്. അതായത് ഈ ഇലക്ട്രോഡിൽ നിന്ന് 50 മീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നത്? കറണ്ട് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നത്. 61.8% മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നോക്കുക, ഈ പ്ലേസ് ചെയ്യേണ്ട പൊട്ടൻഷ്യൽ ഇലക്ട്രോഡിന്റെ ഡിസ്റ്റൻസ് ഫ്രം ദി ടെസ്റ്റ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് 31 മീറ്റർ ആണ്. അതായത് 61.8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 മീറ്റർ. അതായത് ഈ ടെസ്റ്റ് ഇലക്ട്രോഡിൽ നിന്ന് 31 മീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു ടെസ്റ്റ് ഇലക്ട്രോഡിൽ നിന്ന് 50 മീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കറണ്ട് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നത്. സപ്പോസ് സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലും കുറഞ്ഞിട്ടുള്ള രീതിയിൽ കൂടി നമ്മൾ വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? പക്ഷേങ്കിൽ രണ്ടും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഇത് 61.8% മാത്രമേ ഇത് വെക്കാൻ വേണ്ടി. സപ്പോസ് ഇതൊരു 30 മീറ്റർ വെക്കുകയാണെങ്കിൽ അതിൻ്റെ 61.8% വേണം ഇതിവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മളും ഇതേപോലെ ഒരു സിംഗിൾ വാല്യൂ എടുത്തിട്ട് അവിടെ നിർത്തരുത്. വാല്യൂ 2-3 ഡിസ്റ്റൻസിൽ എടുത്തിട്ട് വാല്യൂ എടുത്ത് നോക്കുക. ആ വാല്യൂസിൽ ഒരു 20 മുതൽ 30% മാത്രമേ ഡിഫറൻസ് ഉള്ളൂ എങ്കിൽ നിങ്ങൾ അതിനൊരു ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതാണ് അവിടുത്തെ റെസിസ്റ്റൻസ് ടു എർത്ത് എന്നുള്ള രീതിയിൽ കൺസിഡർ. ഒരു സിംഗിൾ മെഷർമെന്റ് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല അതാണ് ഫൈനൽ വാല്യൂ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എർത്ത് റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് എങ്ങനെയാണ് നമ്മൾ എർത്ത് ചെയ്യുന്നത്, എർത്ത് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നത്, ആ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ദെൻ ആ മെറ്റീരിയൽസിൻ്റെ മിനിമം ഡയമെൻഷൻ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ദെൻ എങ്ങനെയാണ് നമുക്ക് സോയിൽ റെസിസ്റ്റിവിറ്റി നമുക്ക് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുക, എന്താണ് ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ്, എങ്ങനെയാണ് സോയിൽ റെസിസ്റ്റിവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു എർത്ത് റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നത്. അതേപോലെ ഒരു പി വി സിസ്റ്റം ആണെങ്കിൽ, ഒരു സോളാർ പി വി സിസ്റ്റം ആണെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ എർത്ത് ചെയ്യുന്നത്, മിനിമം എത്ര നമ്പർ ഓഫ് എർത്ത് പിറ്റുകൾ ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ട്. ഇത്രയാണ് നിങ്ങളുടെ സോളാർ പി വി സിസ്റ്റത്തിൻ്റെ എർത്തിങ് എന്ന് പറയുന്ന സെക്ഷനിലോട്ടേക്ക് വരുന്നത്. ഇതിലെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഫോർ സോളാർ പി വി ഇൻസ്റ്റലേഷൻസ് ആണ്. അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജിയോനെ ഇൻവൈറ്റ് ചെയ്യാണ്. താങ്ക് യു സാർ. ഒരു മിനിറ്റ്. സ്ക്രീൻ കാണാലോ അല്ലേ? കാണാം. ഓക്കെ, നമ്മൾ ഇതുവരെ കേട്ടത് ഇലക്ട്രിക്കൽ എർത്തിങ്ങിനെ പറ്റിയിട്ടുള്ള പാർട്ടായിരുന്നു. നമ്മൾ ഇനി പോകുന്നത് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ലൈറ്റ്നിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ഫിനോമിനയാണ്. നമുക്ക് ആ ലൈറ്റ്നിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ അതിനെ ഒരു പാത്ത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാനാണ് പറ്റുക. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് ഒരു സോളാർ ഇൻസ്റ്റലേഷനോ ഒരു പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ട്രക്ചറിനെയോ നമ്മൾ ലൈറ്റ്നിങ്ങിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ള കൂടുതൽ ഡീറ്റെയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ലൈറ്റ്നിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ്നിങ്ങിനകത്ത് നമുക്ക് ലൈറ്റ്നിങ് നമുക്ക് 4 രീതിയിൽ ഒരു സ്ട്രക്ചറിന് മുകളിൽ സ്ട്രൈക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഡയറക്റ്റ് ടു ദി സ്ട്രക്ചർ, അതായത് നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ട്രക്ചറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് നിയർ എ സ്ട്രക്ചർ, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സ്ട്രക്ചർ ഇതാണ്, അതിന്റെ അടുത്തേക്ക് ഒരു ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്യാം, മണ്ണിലേക്കോ ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ലൈൻ, അതായത് ട്രാൻസ്മിഷൻ ലൈൻ ആയിരിക്കാം, ആ ലൈനിലേക്ക് സ്ട്രൈക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിയർ എ ലൈൻ. ഈ 4 രീതിയിലുള്ള സ്ട്രൈക്സ് ആണ് ലൈറ്റ്നിങ് ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള സാധ്യത. അതിൽ ഫസ്റ്റ് വൺ, ഡയറക്റ്റ് ടു ദി സ്ട്രക്ചർ, അതായത് നമ്മുടെ ഒരു ലൈറ്റ്നിങ് ഡയറക്റ്റ് നമ്മുടെ സ്ട്രക്ചറിലേക്ക് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡാമേജസ് നമുക്ക് ആ സ്ട്രക്ചറിലേക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡാമേജിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ എയർ ടെർമിനൽ റോഡ്സ് യൂസ് ചെയ്യാം. രണ്ടാമത് എന്ന് പറയുന്നത് നിയർ എ സ്ട്രക്ചർ ആണ്. നമ്മുടെ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ, പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ട്രക്ചർ. അതിന്റെ അടുത്തേക്ക് ഒരു ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്താലും അതിന്റെ ഒരു ഇമ്പിഡൻസ് നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ട്രക്ചറിലേക്ക്, അതിന്റെ ഉള്ളിലുള്ള അപ്ലയൻസസിലേക്ക് എഫക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. മൂന്നാമത്തെ, ഓൺ എ സർവീസ് ലൈൻ, നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള സർവീസ് ലൈനിലേക്ക് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നാലാമത് എന്ന് പറയുന്നത് ആ ലൈറ്റ്നിങ്, അതായത് നമ്മുടെ ഈ സർവീസ് ലൈനിന്റെ അടുത്തേക്ക് ഒരു ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ സിമിലർ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി 2 സ്റ്റാൻഡേർഡ്സ്, അതായത് നമ്മൾ IEC സ്റ്റാൻഡേർഡ്സിൽ 62305 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിലാണ് ഇത് രണ്ടും മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷനെ, അതായത് എയർ ടെർമിനൽ റോഡും അതേപോലത്തെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള പ്രൊട്ടക്ഷന് നമ്മൾ IEC 62305-3 പാർട്ട് 3 എന്നുള്ള സ്റ്റാൻഡേർഡിലാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷനെ കുറിച്ച് പറയാം. ഇന്റേണൽ ആയിട്ടുള്ള SPD, അതുപോലെ ഇന്റേണൽ ആയിട്ട് വരാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളെ നമ്മൾ IEC 62305 തന്നെ പാർട്ട് 4 എന്നുള്ള സ്റ്റാൻഡേർഡിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ ISC സ്റ്റാൻഡേർഡിന് എടുത്തിട്ടുള്ള ഒരു ചാർട്ടാണ്. നമ്മൾ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസൈൻ പാർട്ട് തന്നെ കുറെ ഫോക്കസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. അതായത് നമ്മളൊരു സോളാർ പാനലിന്റെ ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സ്ഥലം അത് എവിടെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ആ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ, അതാണ് ഈ LPL, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ എവിടെയാണ് നമ്മൾ ഏത് രീതിയിലാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ നോക്കണം. ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ഹൈ റിസ്ക് ഏരിയ ആണ്. അത് 1 തൊട്ട് 4 വരെയുണ്ട്. അതായത് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ 4
4 എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് ലോ റിസ്കി ഏരിയ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ വെരി ഹൈ റിസ്കി ഏരിയയിൽ വരുന്ന സ്ഥലങ്ങൾ ഒന്ന് കമ്പ്യൂട്ടർ ഡാറ്റാ സെന്റർ, മിലിറ്ററി ആയിട്ടുള്ള അപ്ലിക്കേഷൻ, ഹൈ റൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ബിൽഡിങ്സ്. അതായത് നമ്മൾ ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിലെ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ബിൽഡിങ്സിനെയും നമ്മൾ വെരി ഹൈ റിസ്കി ഏരിയ അഥവാ LPL, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ 1ലേക്ക് ക്ലാസിഫൈ ചെയ്യണം. അതല്ല നമ്മളൊരു മോഡറേറ്റ് ആയിട്ടുള്ള റിസ്ക്, അതാണ് LPL3. അത് മോഡറേറ്റ് ആയിട്ടുള്ള റിസ്കോ ലോ റിസ്കോ സെയിം ആയിട്ട് നമുക്ക് ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള അവിടുത്തെ ഓരോ ലൊക്കേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുക. അതായത് ഒരു സ്കൂളോ ബാങ്കോ റെസിഡൻഷ്യൽ ബിൽഡിങ്സോ സോളാർ ഫാം അങ്ങനത്തെ ഏരിയാസിലെല്ലാമാണ് നമ്മൾ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ LPL3 അല്ലെങ്കിൽ LPL4. അത് നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന് മുകളിൽ ലൈറ്റ്നിങ് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ബട്ട് നമുക്കത് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ കൊടുക്കണം എന്നുള്ളത് രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ LPL4ഉം. അതല്ല ലൈറ്റ്നിങ് ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ 3 എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മൂന്ന് ബേസിക് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. അത് മൂന്നും കൂടി പ്രോപ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡിസൈൻ ചെയ്തിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആവുക. അതിനകത്ത് ഫസ്റ്റ് വൺ എയർ ടെർമിനൽ സിസ്റ്റം. നമ്മൾ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ വെക്കുന്നതിനാണ് എയർ ടെർമിനൽ സിസ്റ്റം എന്ന് പറയുക. പിന്നെ ഉള്ളത് ഡൗൺ കണ്ടക്ടർ സിസ്റ്റം. നമ്മൾ മുകളിൽ നിന്ന് ലൈറ്റ്നിങ് സ്ട്രൈക്ക് ഡയറക്റ്റ് ക്യാച്ച് ചെയ്യുക എയർ ടെർമിനൽ റോഡാണ്, അല്ലാന്നുണ്ടെങ്കിൽ മെഷ്. അത് നെക്സ്റ്റ് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ടുള്ള ഡൗൺ കണ്ടക്ടർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ മുകളിൽ ക്യാച്ച് ചെയ്തു, ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലൈറ്റ്നിങ് സ്ട്രൈക്കിന് നമ്മൾ മണ്ണിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന പാത്തുകളാണ് ഡൗൺ കണ്ടക്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് എർത്ത് ടെർമിനേഷൻ സിസ്റ്റം. നമ്മൾ ഈ പാത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നു, അതിനെ നമ്മൾ എർത്തിലേക്ക് പ്രോപ്പർ ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്താലാണ് നമുക്ക് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആവുക. ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർ ടെർമിനൽ റോഡ്. അതായത് നമ്മളൊരു ബിൽഡിങ്ങിന്റെ ഇതാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട. ബിൽഡിംഗ് ഇതിന് മുകളിൽ സോളാർ ഫാംസ് ഉണ്ട്, സോളാർ പാനൽസ് ഉണ്ടായിരിക്കാം, വേറെ അപ്ലയൻസസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിന്റെ മുകളിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിൽക്കേണ്ടത് ഒരു എയർ ടെർമിനൽ റോഡ്, ഒരു മെറ്റൽ ആണ്. ആ മെറ്റൽ ആണ് ഇനീഷ്യലി ഫസ്റ്റ് സ്ട്രൈക്ക് ക്യാച്ച് ചെയ്യുക. അപ്പൊ അതിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇനി 3 മെത്തേഡിലൂടെ ബേസിക്കലി നമ്മൾ പറയാം. ഒന്ന് റോളിംഗ് സ്പിയർ മെത്തേഡ്. ഈ റോളിംഗ് സ്പിയർ മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഓരോ നമ്മൾ ലൈറ്റ്നിങ് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ 1, 2, 3, 4 എന്നുള്ള രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഓരോ റോളിംഗ് ആയിട്ടുള്ള സ്പിയേഴ്സിന് ഉണ്ടാക്കിയിട്ട് നമ്മൾ ബോളിലൂടെ റോൾ ചെയ്യും. ആ റോൾ ചെയ്തിട്ട് എവിടെയൊക്കെ കോൺടാക്ട് വരുന്നോ അവിടെയെല്ലാം നമ്മൾ എയർ ടെർമിനൽ റോഡ് വെക്കണം. ബട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് പ്രൊട്ടക്ഷൻ ആംഗിൾ മെത്തേഡും അതുപോലെ തന്നെ മെഷ് മെത്തേഡും. സെക്കൻഡ് വൺ പ്രൊട്ടക്ഷൻ ആംഗിൾ മെത്തേഡ് ആണ്. അതായത് നമുക്ക് ഒരു സിമ്പിൾ ഷേപ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്സോ അതുപോലെ സോളാർ പാനൽസ് വെച്ചിട്ടുള്ള ബിൽഡിങ്സിന്റെ മുകളിലൊക്കെ നമ്മൾ ഒരു എയർ ടെർമിനൽ റോഡ് എന്ന് പറഞ്ഞ ഒരു മെറ്റൽ റോഡ് ബിൽഡിങ്ങിന്റെ മുകളിൽ വെക്കുന്നതിനാണ് എയർ ടെർമിനൽ റോഡ് എന്ന് പറയാം. ആ പ്രൊട്ടക്ഷൻ ആംഗിൾ മെത്തേഡ് വെച്ചിട്ടാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുക. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ LPL 1, 2, 3, 4 ഈ എയർ ടെർമിനൽ റോഡ് നമ്മുടെ ബിൽഡിംഗ് ആ സ്ട്രക്ചറിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ ലൈറ്റ്നിങ് എയർ ടെർമിനൽ റോഡിന്റെ ടോപ്പ് പോയിന്റിലേക്ക് 1 മീറ്റർ ആണ് ഗ്യാപ്പ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ ഏതിലാണോ ഡിസൈൻ ചെയ്യുന്നത്, LPL 4 ആണെന്നുണ്ടെങ്കിൽ 4.7 മീറ്റർ റേഡിയസ്, അതായത് ഒരു റോഡ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് 4.7 മീറ്റർ റേഡിയസ് നമുക്ക് കവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേ എയർ ടെർമിനൽ റോഡ് തന്നെ നമ്മളൊരു ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ 2ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3.27 മീറ്റർ ആണ് നമുക്ക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അത് എയർ ടെർമിനൽ റോഡിൽ ചേഞ്ച് ഇല്ല, സെയിം തന്നെയാണ് എയർ ടെർമിനൽ റോഡ്. ബട്ട് നമുക്ക് ആ എവിടെയാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണേ, ഏത് ആപ്ലിക്കേഷന്റെ മുകളിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണേ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ എയർ ടെർമിനൽ റോഡിന്റെ ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത് എന്ന് പറയുന്നത് മെഷ് മെത്തേഡ് ആണ്. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ഒരു ഫ്ലാറ്റ് ഷേപ്ഡ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റൂഫ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് മെഷ് മെത്തേഡ് ചെയ്യാൻ പറ്റും. അതായത് ആ മെഷിന്റെ സൈസ് LPL 1 ആണെന്നുണ്ടെങ്കിൽ 5 മീറ്റർ ഇൻറ്റു 5 മീറ്റർ എന്നുള്ള രീതിയിലായിരിക്കണം. LPL 3 ആണെന്നുണ്ടെങ്കിൽ 15 മീറ്റേഴ്സ് ഇൻറ്റു 15 മീറ്റേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കണം. LPL 4 ആണെന്നുണ്ടെങ്കിൽ 20 മീറ്റേഴ്സ് ഇൻറ്റു 20 മീറ്റേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആ മെഷ് മുകളിൽ കണക്ട് ചെയ്യണ മെഷിനെ, അതായത് ഒരു മെറ്റൽ ആയിരിക്കും ആ മെഷ് നമ്മൾ ഇന്റർ കണക്ട് ചെയ്യണത് ഈ രീതിയിലായിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈറ്റ്നിങ് ഇതാണ് നമ്മുടെ സോളാർ പാനൽ. അതല്ല ഏതൊരു അപ്ലിക്കേഷൻ മീൻസ് മുകളിൽ നമ്മൾ ഒരു മെറ്റൽ സ്ട്രക്ചർ, അതായത് സ്ട്രക്ചറിന്റെ മുകളിൽ മെറ്റൽ ഏതെങ്കിലും കറണ്ട് ക്യാരി ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ എയർ ടെർമിനൽ റോഡോ മെഷോ ഏതാണെന്നുണ്ടെങ്കിലും ആ ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ സെപ്പറേഷൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഇത് വെക്കാൻ വേണ്ടിയിട്ട്, എയർ ടെർമിനൽ റോഡോ ലൈറ്റ്നിങ് അറസ്റ്ററോ വെക്കാൻ വേണ്ടിയിട്ട് ആ സെപ്പറേഷൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് നമ്മൾ ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് ഈ ഒരു സോളാർ പാനലിന്റെ ബാക്ക് സൈഡിൽ, അതായത് സ്ലോപ്പ് ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള പാർട്ടിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ എയർ ടെർമിനൽ റോഡ് വെക്കുക. നമ്മൾ ഷെയ്ഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ആ വെക്കുന്ന സമയത്ത് നമ്മുടെ എയർ ടെർമിനൽ റോഡ് മീൻസ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം
നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്, എയർ ടെർമിനൽ റോഡ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല നമുക്ക് സെപ്പറേഷൻ ഡിസ്റ്റൻസ് ഗ്യാപ്പ് നമുക്ക് അവിടെ സ്പേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാനലിന്റെ സ്ട്രക്ചറുമായിട്ട് നമ്മുടെ എയർ ടെർമിനൽ റോഡിന് ഇന്റർകണക്ട് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മുടെ ഈ മെറ്റൽ ഇതാണ് എയർ ടെർമിനൽ റോഡുകൾ, നമ്മുടെ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് എന്നും പറയും. ആ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സും ഈ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ട്രക്ചർ, ഇപ്പൊ നമ്മുടെ ഒരു ചില്ലർ ടവറോ സോളാർ പാനലോ എന്തുണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ മെറ്റൽ ആയിട്ടുള്ള ഫ്രെയിമിനെ നമ്മൾ ഇതിന്റെ കൂടെ ഇന്റർകണക്ട് ചെയ്യണം. അതായത് ഈ സെപ്പറേഷൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ നേരത്തെ പറഞ്ഞ സെപ്പറേഷൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഈ സാഹചര്യങ്ങളിൽ നമ്മൾ ഇത് രണ്ടും കൂടി ഇന്റർകണക്ട് ചെയ്യണം. ഇതൊരു വേറെ ഉദാഹരണമാണ്. ഇതാണ് എയർ ടെർമിനൽ റോഡ്. നമ്മുടെ ഇന്റർകണക്ട്, ഈ സെപ്പറേഷൻ ഡിസ്റ്റൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ രണ്ടും കൂടി ഇന്റർകണക്ട് ചെയ്യണം. പറഞ്ഞോളൂ. ഹലോ, ഓക്കെ. ഇത് നമ്മളൊരു സോളാർ ഫാം, അതല്ല ഗ്രൗണ്ട് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ സോളാർ പാനൽ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എയർ ടെർമിനൽ റോഡ് വെക്കാൻ പറ്റും. അതിന് സെപ്പറേറ്റ് ഡൗൺ കണ്ടക്ടർ സിസ്റ്റം ആവശ്യം വേണ്ടി വരില്ല. ഡയറക്റ്റ് നമ്മുടെ സ്ട്രക്ചറിന്റെ മുകളിലേക്ക് നമുക്ക് ലൈറ്റ്നിങ് എയർ ടെർമിനൽ റോഡ് പ്ലേസ് ചെയ്തിട്ട് ഈ സ്ട്രക്ചറിന്റെ ഏറ്റവും താഴത്തായിട്ട് നമുക്ക് ഡയറക്ട്ലി നമ്മുടെ എർത്ത് ഇലക്ട്രോഡിലേക്കോ എർത്തിങ് സിസ്റ്റത്തിലേക്കോ ഇന്റർകണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഇമേജിൽ നമ്മൾ കാണിക്കുന്നത്. നെക്സ്റ്റ്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ആ സ്പേസിങ്. അതായത് നമ്മൾ ഇപ്പൊ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വെക്കുന്ന സമയത്ത്, എയർ ടെർമിനൽ റോഡ് വെക്കുന്ന സമയത്ത് ആ ഷാഡോ നെക്സ്റ്റ് പാനലിന്റെ മുകളിലേക്ക് വരാത്ത രീതിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഈ ഒരു സ്പേസ്, അതായത് നമ്മുടെ സെപ്പറേഷൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ഡിസ്റ്റൻസ് ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിന്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ എയർ ടെർമിനൽ റോഡ് വെക്കും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹൈറ്റിന്റെ മുകളിലേക്കുള്ള ലെങ്ത് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. ഇതിന് മുകളിലേക്കുള്ള രീതിയിലാണ് നമ്മൾ പ്രൊട്ടക്ഷൻ ആംഗിൾ നമ്മൾ ഡിസൈൻ ചെയ്യുക. ഇനി നമ്മൾ പറയുന്നത് ഡൗൺ കണ്ടക്ടർ സിസ്റ്റം ആണ്. നമ്മൾ മുകളിൽ ഇപ്പോൾ എയർ ടെർമിനൽ റോഡ് നമ്മൾ പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ കറണ്ടിനെ താഴത്തേക്ക് ഡൈവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഡൗൺ കണ്ടക്ടർ സിസ്റ്റം ആണ് യൂസ് ചെയ്യുക. ഈ ഡൗൺ കണ്ടക്ടർ സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സെപ്പറേഷൻ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ചിലപ്പോൾ അതിന്റെ ഇടയിൽ നമ്മുടെ ഒരു ക്യാമറയോ അതല്ല വേറെ ഏതെങ്കിലും കണ്ടക്റ്റീവ് ആയിട്ടുള്ള പാർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്റർകണക്ട് ചെയ്യേണ്ടതാണ്. അതിൽ കൂടെ തന്നെ ഒരു എസ്പിഡിയും പ്ലേസ് ചെയ്യേണ്ടതാണ് ആ ഒരു കണക്ഷനിൽ. ഈ ഡൗൺ കണ്ടക്ടർ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LPL ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഏത് ലെവലാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലെവൽ ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആ സ്പേസിങ് ഡിസൈഡ് ചെയ്യുക. അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ബിൽഡിംഗ്, ഈ സ്ട്രക്ചറിന്റെ ഇവിടെ ഒരു 20 മീറ്റർ ആണ് നമുക്ക് ഗ്യാപ്പ് എന്നുണ്ടെങ്കിൽ, LPL 4 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എഡ്ജിൽ ഒരു ഡൗൺ കണ്ടക്ടറും ഈ ഒരു എഡ്ജിൽ ഒരു ഡൗൺ കണ്ടക്ടർ നമ്മൾ താഴത്തേക്ക് ഇറക്കേണ്ടത്. അതാണ് LPL 4-ൽ നമുക്ക് 20 മീറ്റേഴ്സ് ആണ് നമുക്ക് ഡൗൺ കണ്ടക്ടർ തമ്മിലുള്ള സ്പേസിങ്. അതായത് നമ്മൾ താഴത്തേക്ക് ഇറക്കുന്ന ഡൗൺ കണ്ടക്ടറിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് 20 മീറ്റർ ആണ്. അത് LPL 1 ആണോ LPL 2 LPL 1 ആണെന്നുണ്ടെങ്കിൽ 10 മീറ്റർ സ്പേസിങ്ങിലാണ്. ഇത് മാക്സിമം ആണ്, ഇതിന്റെ ഉള്ളിൽ വേണം വരാൻ. മാക്സിമം 10 മീറ്ററും LPL 3 ആണെന്നുണ്ടെങ്കിൽ 15-ഉം LPL 4 ആണെന്നുണ്ടെങ്കിൽ 20 മീറ്റേഴ്സും ആണ് ഇതിന്റെ സ്പേസ്, ഡൗൺ കണ്ടക്ടർ സിസ്റ്റത്തിന്റെ സ്പേസിങ്. മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു മീൻസ് സ്പേസ് എഡ്ജില്, അതായത് ബിൽഡിങ്സിന്റെ എഡ്ജിലൂടെ ഡൗൺ കണ്ടക്ടർ സിസ്റ്റം ഇറക്കാനാണ്. ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്യാൻ എപ്പോഴും എഡ്ജസിലാണ് സാധ്യത, അഥവാ കോർണേഴ്സിലാണ് സാധ്യത. ആ കോർണേഴ്സിൽ ഡൗൺ കണ്ടക്ടർ സിസ്റ്റമോ എയർ ടെർമിനൽ റോഡോ പ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, നമ്മൾ ഡൗൺ കണ്ടക്ടർ സിസ്റ്റമോ എയർ ടെർമിനൽ റോഡോ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതൊരു മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിലും, ഇറസ്പെക്റ്റീവ് ഓഫ് ദി മെറ്റീരിയൽ, അതായത് അലുമിനിയം ആണെന്നുണ്ടെങ്കിലും കോപ്പർ ബോണ്ടഡ് ആണെന്നുണ്ടെങ്കിലും പ്യുവർ കോപ്പർ ആണെന്നുണ്ടെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിലും, നമുക്ക് ഈ ടേബിൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇത് IC എടുത്തിട്ടുള്ള ടേബിൾ ആണ്, ഐ സ്റ്റാൻഡേർഡ് എടുത്തിട്ടുള്ള ടേബിൾ ആണ്. ഇതിനകത്ത് നമുക്ക് 50 സ്ക്വയർ mm ക്രോസ് സെക്ഷണൽ ഏരിയ മിനിമം നമുക്ക് ഏതൊരു കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിലും വേണം. വെദർ ഇറ്റ് ഈസ് അലുമിനിയം, കോപ്പർ ബോണ്ടഡ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, എനിത്തിങ്, ഏത് മെറ്റീരിയൽ ആയാലും. കാരണം നമ്മൾ ലൈറ്റിംഗ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഡിസൈൻ ചെയ്യുക 200 kA എന്നുള്ള രീതിയിലാണ് നമ്മൾ ലൈറ്റിംഗ് സ്ട്രൈക്ക് ചെയ്യുന്നുള്ള ഹെവി കറണ്ട് വരിക. ആ കറണ്ടിന് ഡൗൺ കണ്ടക്ടർ താഴത്തേക്ക് ഇറക്കാനായിട്ടുള്ള കണ്ടക്ടറിന്റെ ലെങ്ത് മീൻസ് ഡയമെൻഷൻ 50 സ്ക്വയർ mm. അതല്ലെങ്കിൽ സോളിഡ് റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 8 mm ഡയ, സ്ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ 25/3 mm ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള സ്ട്രിപ്പ് ആണ് നോർമലി നമ്മൾ ഡൗൺ കണ്ടക്ടർ ആയിട്ട് പ്ലേസ് ചെയ്യുക. അതല്ല റൗണ്ട് ആയിട്ടുള്ള കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 50 സ്ക്വയർ mm അതല്ലെങ്കിൽ 8 mm ഡയമീറ്റർ ഉള്ള കണ്ടക്ടർ വേണം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡൗൺ കണ്ടക്ടർ സിസ്റ്റം നമ്മൾ മുകളിൽ എയർ ടെർമിനൽ റോഡ് വെച്ച് ലൈറ്റിങ്ങിനെ ക്യാച്ച് ചെയ്തു. ഇനി ഡൗൺ കണ്ടക്ടർ സിസ്റ്റത്തിലൂടെ നമ്മൾ അതിനെ താഴത്തേക്ക് ഇറക്കി. ഇനി അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എർത്തിങ്, അതായത് ടെർമിനേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം.
ഇതിനകത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് വിട്ടുപോയി. നമ്മൾ അലൂമിനിയം ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ്ലി മണ്ണിലേക്ക് അതല്ലെങ്കിൽ എർത്ത് ഇലക്ട്രോഡിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പാടില്ല. കാരണം അലൂമിനിയം എന്നുള്ള ഒരു മെറ്റല് മണ്ണിലേക്ക് കോണ്ടാക്ട് വന്നാൽ അത് പെട്ടെന്ന് ഓക്സിഡൈസ് ആവും. അത് പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആ ഒരു ഭാഗം കട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമുക്ക് ലൈറ്റ്നിങ് സ്ട്രൈക്കിനെ അത് നമുക്ക് മണ്ണിലേക്ക് കൊടുക്കാനുള്ള ഡിസിപ്പേഷൻ ചാൻസിന് അത് ഒഴിവാക്കും. അത് കാരണം കൊണ്ട് മണ്ണിന്റെ അതായത് ബിൽഡിങ്ങിന്റെ ബോട്ടം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1 മീറ്റർ ഹൈറ്റ് വരെയാണ് നമുക്ക് അലൂമിനിയം കണ്ടക്ടർ കൊണ്ടുവരാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് ഒരു ടെർമിനൽ സ്ട്രിപ്പ് എർത്തിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് കോപ്പർ ബോണ്ടഡ് GI അല്ലാതുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചിട്ട് വേണം നമ്മുടെ എർത്ത് ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ എർത്തിങ് സിസ്റ്റം എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഈ ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളതിനെ നമുക്ക് ഡയറക്റ്റ്ലി മണ്ണിലേക്കാണ് നമ്മൾ സേഫ് ആയിട്ടുള്ള പാത്തിലൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഡിസിപ്പേറ്റ് ചെയ്യുക. അതിനായിട്ട് നമുക്ക് 2 രീതിയിലുള്ള എർത്ത് അറേഞ്ച്മെന്റിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എവിടെ സ്ട്രൈക്ക് ചെയ്യണത് ഏത് ഭാഗത്താണെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുക. നമ്മൾ ടൈപ്പ് എ എർത്തിങ് അറേഞ്ച്മെന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വെർട്ടിക്കൽ ആയിട്ടുള്ള എർത്ത് ഇലക്ട്രോഡോ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എർത്ത് ഇലക്ട്രോഡോ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് എ എർത്തിങ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ടൈപ്പ് എ എർത്തിങ് അറേഞ്ച്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡൗൺ കണ്ടക്ടറിന് മിനിമം 2 നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ്സ് നമുക്ക് എന്തായാലും വേണം. അതായത് നമ്മുടെ മിനിമം നമ്മൾ ഈ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന സമയത്ത് മിനിമം 2 ഡൗൺ കണ്ടക്ടേഴ്സ് വേണം. ഓരോ ഡൗൺ കണ്ടക്ടറിനും നമ്മൾ ഈ ടേബിളിൽ പറയുന്നത് പോലെയുള്ള ലെങ്ത് വേണം മീറ്റ് ചെയ്യാനായിട്ട്. അത് നമ്മൾ ടേബിളിൽ വെച്ചിട്ട് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം നമ്മൾ ഇനീഷ്യലി ആദ്യം നമ്മൾ പറഞ്ഞു ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം 1 തൊട്ട് 4 വരെ ഉണ്ട്. അതിനകത്ത് LPL 1 തൊട്ട് 4 വരെ നമ്മൾ നേരത്തെ സോയിൽ റെസിസ്റ്റിവിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ആ സോയിൽ റെസിസ്റ്റിവിറ്റി വെച്ചിട്ടുള്ള ഒരു ചാർട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ആ സോയിൽ റെസിസ്റ്റിവിറ്റി 500 ഓം മീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏത് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും വെർട്ടിക്കൽ ആയിട്ട് താഴോട്ട് ഇറക്കുന്ന ഒരു എർത്തിങ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ 2.5 മീറ്റേഴ്സ് ആണ് ഒരു ഡൗൺ കണ്ടക്ടറിന്. ഓരോ ഡൗൺ കണ്ടക്ടറിനും 2.5 മീറ്റേഴ്സ് ലെങ്ത് ഉള്ള എർത്ത് ഇലക്ട്രോഡ് മാൻഡേറ്ററി ആണ്. അതായത് 2.5 മീറ്റർ ലെങ്ത് ഉള്ള എർത്ത് ഇലക്ട്രോഡ് ആണ് മിനിമം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഒരു LPL 3 അല്ലെങ്കിൽ 4 ആണെന്നുണ്ടെങ്കിൽ എത്ര ഓം മീറ്റർ ഇലക്ട്രിസിറ്റി ആണെന്നുണ്ടെങ്കിലും 2.5 മീറ്റേഴ്സ് മതി. അതല്ല നമ്മളൊരു LPL 2 LPL 1 വെച്ച് ഡിസൈൻ ചെയ്യുന്ന ഒരു ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ 3000 ഓം മീറ്റേഴ്സ് അതെല്ലാം ഒരു റോക്കി ഏരിയസിലൊക്കെയാണ് വരിക. ആ ഒരു ഏരിയസിലൊക്കെ വെർട്ടിക്കലായിട്ട് പോകുന്ന സമയത്ത് 40 മീറ്ററോളം പോണ്ടി വരും. നമുക്ക് നോർമൽ കണ്ടീഷനിൽ വരാറുള്ളത് ഈ ഒരു റേഞ്ചിലാണ് 2.5 മീറ്റേഴ്സ്. ഓരോ ഡൗൺ കണ്ടക്ടേഴ്സിനും 2.5 മീറ്റേഴ്സ് ലെങ്ത് ഉള്ള എർത്തിങ് സിസ്റ്റം അതായത് എർത്ത് ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇത് നമ്മൾ വെർട്ടിക്കൽ റോഡിനെ വെച്ചിട്ടാണ് പറഞ്ഞത്. നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് അതായത് ഗ്രൗണ്ട് ലെവലിന് ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മൾ ലേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ ചാർട്ടിനകത്ത് ഹൊറിസോണ്ടൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ എത്ര ഓം മീറ്റർ ആണെന്നുണ്ടെങ്കിലും ഏത് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും 5 മീറ്റേഴ്സ് ആണ് നമ്മുടെ ലെങ്ത് ഡൗൺ കണ്ടക്ടർ മീൻസ് എർത്തിങ് സിസ്റ്റത്തിന്റെ ലെങ്ത് 5 മീറ്റേഴ്സ്. ഓരോ ഡൗൺ കണ്ടക്ടറിനും 5 മീറ്റർ ലെങ്ത് ഉള്ള എർത്തിങ് സിസ്റ്റം ആണ് നമ്മൾ എർത്തിങ് ഇലക്ട്രോഡ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അത് ഹൊറിസോണ്ടൽ ആയിട്ടാണ്. ഇത് വെർട്ടിക്കൽ ആയിട്ട് പ്ലേസ് ചെയ്യണ എർത്തിങ് റോഡ്സിനാണ് നമ്മൾ 2.5 മീറ്റർ പറയുന്നത്. ഇനി രണ്ടാമത് വരുന്നത് ടൈപ്പ് ബി എന്നുള്ള എർത്തിങ് അറേഞ്ച്മെന്റ് ആണ്. നമ്മൾ നേരത്തെ ഇനീഷ്യലി ഏറ്റവും ആദ്യം നമ്മൾ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മുടെ ലൈറ്റിംഗ് സ്ട്രൈക്ക് ചെയ്യുന്ന ഡയറക്റ്റ് സ്ട്രക്ചറിൽ മുകളിലേക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ നിയർ സ്ട്രക്ചർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിയർ എ ബിൽഡിംഗ് അതായത് ഒരു നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിന്റെ അടുത്തുള്ള ഒരു ഇതിലേക്ക് ആയാലും നമ്മുടെ ഇവിടേക്ക് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റം അങ്ങനത്തെ ഉള്ള ലൈറ്റിനിങ് ചെയ്യുന്ന സമയത്ത് മണ്ണിലൂടെ നമ്മുടെ അപ്ലയൻസിന് ഇഷ്യൂ വരാൻ ഡാമേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ടൈപ്പ് ബി എർത്തിങ് അറേഞ്ച്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. മിനിമം നമ്മൾ 1 മീറ്റർ സ്പേസിംഗിൽ 0.5 മീറ്റർ ഡെപ്തിലാണ് ആ ഒരു കണ്ടക്ടറിനെ നമ്മൾ പ്ലേസ് ചെയ്യുക. അതായത് നമ്മുടെ ചുറ്റും ആ ബിൽഡിംഗ് പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ട്രക്ചറിന്റെ ചുറ്റും 1 മീറ്റർ ഗ്യാപ്പിൽ നമ്മളൊരു കണ്ടക്ടർ ഫുൾ ആയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ലൈറ്റിംഗ് പുറത്ത് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസസിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബി എർത്തിങ് അറേഞ്ച്മെന്റ് യൂസ് ചെയ്യുന്നത്. ഈ ടൈപ്പ് ബി എർത്തിങ് അറേഞ്ച്മെന്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 1 മീറ്റർ ആണ് ബിൽഡിങ്ങിനായിട്ടുള്ള ഗ്യാപ്പ് മിനിമം പ്ലേസ് ചെയ്യേണ്ടത്. ഡെപ്ത് 0.5 മീറ്റേഴ്സിലാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ 2.5 മീറ്റേഴ്സ് നമുക്ക് ഇവിടെ മീറ്റ് ചെയ്യാൻ പറ്റണില്ല, എന്തെങ്കിലും കാരണവശാൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണില്ല, ഈ ഒരു ടേബിൾ വെച്ചിട്ടുള്ള ലെങ്ത് മീറ്റ് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനീഷ്യലി ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ 10 ഓംസ് സോയിൽ റെസിസ്റ്റിവിറ്റി അവിടെ മാൻഡേറ്ററി ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി. 10 ഓംസ് കിട്ടണില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ലെങ്ത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ളത്.
നമ്മൾ മിനിമം മെറ്റീരിയൽ ഈ എർത്തിങ് സിസ്റ്റം ചെയ്യുന്ന സമയത്ത് മിനിമം ആയിട്ടുള്ള ഏത് എർത്ത് ഇലക്ട്രോഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഏത് മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുക. നമ്മൾ ലെങ്ത് നേരത്തെ പറഞ്ഞു, ഇതിന്റെ ഡയാമീറ്ററും ബാക്കിയുള്ള ഡീറ്റെയിൽസും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കോപ്പർ ആണെന്നുണ്ടെങ്കിൽ 15 mm ഡൈ ഉള്ള റോഡാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഡൗൺ കണ്ടക്ടർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ 50 സ്ക്വയർ നമ്മൾ നേരത്തെ പറഞ്ഞു. അത് ഹോട്ട് ഡിപ്പ് ഗാലനൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ സോളിഡ് റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 14 mm. അതുപോലെ തന്നെ കോപ്പർ കോട്ടഡ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിലും 14 mm ആണ് നമ്മുടെ റൗണ്ട്, അതായത് സോളിഡ് റോഡിന്റെ ഡയാമീറ്റർ, എർത്തിലേക്ക് കൊണ്ടുവരേണ്ട സോളിഡ് റോഡിന്റെ ഡയാമീറ്റർ 14 mm ആണ്. അതിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 15 mm ആണ് നമ്മൾ ഡയമീറ്റർ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇതേപോലെ ഡൗൺ കണ്ടക്ടർ സിസ്റ്റം 78 സ്ക്വയർ mm ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ഡൗൺ കണ്ടക്ടർ ആണ് യൂസ് ചെയ്യുക. ഇനിയുള്ളത് നമ്മൾ പറഞ്ഞതെല്ലാം എക്സ്റ്റേണൽ എയർ ടെർമിനൽ റോഡ്, എക്സ്റ്റേണൽ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഇനി ഇന്റേണൽ ആയിട്ടും ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലൈനിന്റെ അടുത്തോ ലൈനിന്റെ മുകളിലോ നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈനിലൂടെ നമ്മുടെ ബിൽഡിങ്ങിലേക്ക് എഫക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു മീൻസ് ഇഷ്യൂസിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് അല്ലെങ്കിൽ SPD എന്നുള്ള ഡിവൈസിനെ നമുക്ക് എംപ്ലോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബിൽഡിങ്ങിനകത്ത് സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് നമ്മുടെ നോർമൽ ലൈനിനേക്കാളും കൂടുതലായിട്ടുള്ള ഏതെങ്കിലും ഒരു സർജ് സ്പൈക്ക് വന്നു കഴിഞ്ഞാലും അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സർജിന് മാത്രമാണ് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് അത് നമ്മുടെ അപ്ലയൻസിലേക്ക് എടുത്തു വിടുള്ളൂ. ബാലൻസ് എല്ലാം നമ്മുടെ എർത്തിങ് സിസ്റ്റത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടും. ഇങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗ്. അതായത് സർജ് സ്പൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ കട്ട് ചെയ്ത് അതിനെ മിനിമൽ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റിനെ സേഫ് ആക്കാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മളിവിടെ ഇടയിൽ എംപ്ലോയ് ചെയ്യാണ്. അതിലുണ്ടാവുന്ന എർത്തിലേക്ക് ബാലൻസ് വരുന്നത് എർത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടും. അതിനാണ് നമ്മൾ SPD എന്ന് പറയുന്നത്. SPD തന്നെ പല ടൈപ്സ് ഉണ്ട്. ഇനീഷ്യലി നമ്മൾ ബിൽഡിങ്ങിന്റെ സ്റ്റാർട്ടിംഗിൽ വെക്കുമ്പോൾ ടൈപ്പ് 1+2 എന്നുള്ളതാണ് വെക്കേണ്ടത്. അതല്ല നമ്മുടെ ഒരു അപ്ലയൻസിന് മുമ്പിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ടൈപ്പ് 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ SPD വെക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഒരു ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനും ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ ഒരു ഡിസൈൻ എന്നുള്ള പാർട്ടിലേക്ക് വരുന്നത്. ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് പാർട്ട് നമ്മൾ ഇത് ഏതൊക്കെയാണ് അപ്ലിക്കബിൾ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ നമ്മുടെ പ്രൊജക്ട് മാനേജർ സഞ്ജിത്ത് പറയുന്നതായിരിക്കും. ഇതിൽ നമ്മൾ എർത്തിങ് ആൻഡ് ലൈറ്റ്നിങ്ങിനെ നോക്കുന്ന സമയത്ത് വളരെ ചെറിയൊരു ഏരിയ ആണെങ്കിൽ പോലും ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഈ ഒരു ഏരിയയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന IS 3043 എന്നുള്ള രീതിയിലാണ്, കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ എർത്തിങ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ IEEE സ്റ്റാൻഡേർഡ് 80 ആണ്, ഗൈഡ് ഫോർ സേഫ്റ്റി ഇൻ AC സബ്സ്റ്റേഷൻ ഗ്രൗണ്ടിങ്. ദെൻ IEEE സ്റ്റാൻഡേർഡ് 837 ആണ്, നേരത്തെ ഒരു പെർമനന്റ് കണക്ഷൻസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് സബ്സ്റ്റേഷൻ ഗ്രൗണ്ടിങ്ങിൽ പെർമനന്റ് കണക്ഷൻസ് ചെയ്യുക, എന്തൊക്കെ മെറ്റീരിയൽ ആണ്, അതിൻ്റെ കമ്പാരിസൺ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നൊക്കെ മെൻഷൻ ചെയ്യുന്ന IEEE 837 ആണ്. അതുപോലെ IEEE സ്റ്റാൻഡേർഡ് 142 റെക്കമെൻഡഡ് പ്രാക്ടീസ് ഫോർ ഗ്രൗണ്ടിങ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ പവർ സിസ്റ്റംസ്. ദെൻ UL 467 സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഫോർ ഗ്രൗണ്ടിങ് ആൻഡ് ബോണ്ടിങ്. ദെൻ നാഷണൽ ബിൽഡിംഗ് കോഡ്, ഇന്ത്യയിൽ തന്നെ നാഷണൽ ബിൽഡിംഗ് കോഡ് 2016 വോളിയം 2, then National Electric Code 2011, then NFPA 780 Standard for the Installation of Lightning Protection System, UL 96 Lightning Protection Components, UL 96A Installation Requirements for Lightning Protection Systems, then NFPA 780 Standard for the Installation of Lightning Protection System, then IS/IEC 62305 അതേപോലെ IEC 62561 സീരീസ്. ദെൻ PV സിസ്റ്റത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് IEC 60364-7 റിക്വയർമെന്റ്സ് ഫോർ സ്പെഷ്യൽ ഇൻസ്റ്റലേഷൻസ് ഓർ ലൊക്കേഷൻസ് - സോളാർ ഫോട്ടോവോൾട്ടൈക് പവർ സപ്ലൈ സിസ്റ്റംസ്.
ഇത്രയും സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷൻ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് പി വി സിസ്റ്റത്തിൻ്റെ എർത്തിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് പി വി സിസ്റ്റത്തിൻ്റെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. നമ്മൾ യൂഷ്വലി കാണുന്നത് ഇപ്പോൾ ഒരുപാട് പാനൽസ് ഉണ്ടെങ്കിലും എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒരു ലൈറ്റ്നിങ് റോഡോ എന്തെങ്കിലും വെച്ചിട്ട് എർത്ത് ചെയ്യാന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് ഒരു പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്ത് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്ത് ചെയ്യേണ്ടതാണ്. ദെൻ ഇതൊരു എർത്തിങ്ങും ലൈറ്റ്നിങ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൺസിഡറേഷനാണ്. അതായത് ഒരു പക്ക ഒരു ഡിസൈൻ എന്ന് പറയുന്ന ആസ്പെക്റ്റിലോട്ടേക്ക് നമ്മൾ പോയിട്ടില്ല. പക്ഷേങ്കിൽ എന്തൊക്കെ പ്രാക്ടീസുകളാണ് നോർമലി ഇപ്പോൾ ഇവിടെ ഫോളോ ചെയ്ത് വരുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു എർത്തിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യണം, ഏതൊക്കെ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം, എന്തായിരിക്കണം അതിൻ്റെ മിനിമം ഡയമെൻഷൻസ്, എങ്ങനെയാണ് നമ്മൾ അവിടെ ഉണ്ടാകുന്ന വാല്യൂസ് മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് സോളിഡ് റെസിസ്റ്റീവിറ്റി നമുക്ക് കുറച്ചുകൊണ്ട് വരുന്നത്, അതേപോലെ നമ്മൾ ലൈറ്റിംഗ് പ്രൊട്ടക്ഷനോട് വരികയാണെങ്കിൽ എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ആണ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലുള്ളത്, എന്താണ് ഇന്റേണൽ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ, എന്താണ് എക്സ്റ്റേണൽ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ, ദെൻ എന്താണ് സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് വെർട്ടിക്കൽ എയർടെൻഷൻ റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ ഡൗൺ കണ്ടക്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ടൈപ്പ് എ എർത്തിങ്, എന്താണ് ടൈപ്പ് ബി എർത്തിങ്, ദെൻ എങ്ങനെയാണ് നമുക്കൊരു ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം നമ്മൾ ഒരു ബിൽഡിങ്ങിന് ഏത് ലെവൽ വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെയൊക്കെ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് വളരെ ബ്രീഫായിട്ട് ഈ ഒരു ചെറിയ സമയത്തിനുള്ള നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ വരുന്നത്, എർത്തിങ് ആൻഡ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ഫോർ സോളാർ പി വി സിസ്റ്റം എന്നുള്ള രീതിയിൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റേസ് ചെയ്യാം. ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എർത്തിങ്ങും നമ്മൾ സാധാരണ എർത്തിങ്ങും തമ്മിൽ ഇന്റർകണക്ട് ചെയ്യാൻ പാടുന്നുണ്ടോ? അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സിൽ പറയുന്നുണ്ടോ അങ്ങനെ മറ്റാൻ പറ്റുന്നോ, സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത്? എപ്പോഴും ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണത്. കാരണം നമ്മളിപ്പോൾ എർത്തിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എർത്ത് വാല്യൂസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഒരു രണ്ട് പിറ്റ് നമ്മൾ ചെയ്യണം. ഒന്ന് നമ്മൾ വീടിൻ്റെ എർത്തിങ് ആണ്. അവിടെ നിന്ന് ഒരു 3 മീറ്റർ മാറിയിട്ട് അല്ലെങ്കിൽ ഒരു 6 മീറ്റർ മാറിയിട്ട് ഞാൻ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാനൊരു എർത്തിങ് ചെയ്തു. അപ്പോൾ ഈ 2 പിറ്റാണ് അവിടെ കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എസ്യൂം നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് പ്രകാരം ഏകദേശം ഒരു ലൈറ്റ്നിങ്ങിൻ്റെ എർത്തിങ് പിറ്റ് ആണെങ്കിൽ ഏകദേശം ഒരു 10 ഓം താഴെ വാല്യൂ വേണം എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നോക്കുക, ഒരു 10 ഓം ആണ് ആ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, ആ ഒരു എർത്തിങ് ചെയ്തതിൻ്റെ വാല്യൂ എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലൈറ്റ്നിങ്ങിൻ്റെ കേസിൽ ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ 4 ലെവലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു മീഡിയം ലെവൽ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 100 കിലോ ആംപിയർ ആണ് അതിലേക്ക് കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 100 കിലോ ആംപിയർ ഇൻറ്റു 10. 100 കിലോ ആംപിയർ ഇൻറ്റു വി ഈസിക്കൽ ഐ ഇൻറ്റു ആർ അല്ലേ? 100 കിലോ ആംപിയർ ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഏകദേശം 1000 കിലോ വോൾട്ട് എന്നുള്ള രീതിയിൽ വരും അല്ലേ? 1000 കിലോ വോൾട്ടാണ് അവിടെ ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടാവണം. പക്ഷേ ഒരു 6 മീറ്റർ കഴിഞ്ഞിട്ടുള്ള എർത്ത് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ രണ്ട് തമ്മിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവില്ലേ? അങ്ങനെ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലോട്ടേക്ക് എന്തുണ്ടാവും? ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് യൂഷ്വലി ലൈറ്റ്നിങ്ങിൻ്റെ ആണെങ്കിലും ഇതുമായിട്ട് ഇന്റർകണക്ട് ചെയ്യണമെന്ന് തന്നെയാണ് പറയാറുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു KECBയുടെ സൗര എന്ന് പറയുന്ന പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് മിനിമം 4 നമ്പേഴ്സ് ഓഫ് എർത്തിങ് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ KECB വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇന്റർ കണക്റ്റഡ് എർത്ത് പിറ്റ് എന്നുള്ള രീതിയിൽ. KECB അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് മെൻഷൻ 4 പിറ്റുകളും തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യണം. KECB പറയുന്നത് 25/6 GI സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ട് 4 പിറ്റും ഇന്റർ കണക്ട് ചെയ്യണം എന്നാണ്. അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന വേറെ ഏത് മെറ്റീരിയൽ വെച്ചിട്ടും നമുക്ക് ആ 4 എർത്ത് പിറ്റുകളും തമ്മിൽ നമുക്ക് ഇന്റർ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ IEC അല്ല, നമ്മൾ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻ 2010 സേഫ്റ്റി ആസ്പെക്ട് എന്നുള്ള രീതിയിൽ റെഗുലേഷൻ ഉണ്ട്. അപ്പം അതിൽ പോലും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് നമ്മളൊരു 3 ഫേസ് സിസ്റ്റം ആണെങ്കിൽ ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് 2 എർത്തിങ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫേസ് സിസ്റ്റം ആണെങ്കിൽ 2 എർത്തിങ് മിനിമം വേണം എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ രണ്ടാമത്തെ ലൈനായിട്ട് അവർ ഇതുകൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത്
ആ 2 പിറ്റുകൾ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യണം എന്ന് കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നോക്കുക, മിനിമം 4 നമ്പേഴ്സ് ഓഫ് ഇന്റർകണക്റ്റഡ് എർത്ത് പിറ്റ്സ് നീഡ്സ് ടു ബി പ്രൊവൈഡഡ് ഇൻ ഈച്ച് ലൊക്കേഷൻ എന്നാണ് KSEB തന്നെ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നോർമലി നമ്മളിപ്പോൾ നമ്മൾ വീടുകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ നോർമലി നമ്മളുടെ വീടിൻ്റെ എർത്തിങ്ങും ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ്റെ എർത്തിങ്ങും KSEB ഇന്റർകണക്ട് ചെയ്യാൻ വേണ്ടി KSEB യൂഷ്വലി പെർമിറ്റ് ചെയ്യാറില്ല. പക്ഷെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഇന്റർകണക്ട് ചെയ്യണം എന്നാണ് നമുക്ക് ആക്ച്വലി IEC 60364 പറയുന്ന ഇന്റർകണക്ട് ചെയ്യണം തന്നെയാണ് അത് മെൻഷൻ ചെയ്യുന്നത്. സാറേ 25/6 സ്ട്രിപ്പിന് പകരം നമുക്ക് കോപ്പറിന്റെ യൂസ് ചെയ്യത്തില്ലേ? അതിന് ഈക്വലന്റ് ആയിട്ട് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കണ്ടക്ടർ, കോപ്പർ കണ്ടക്ടർ ആണെങ്കിലും നമുക്ക് ബെയർ ആണെങ്കിലും ഉപയോഗിക്കാമല്ലോ. അതിന് ഈക്വലന്റ് ആയിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഈ ലൈറ്റ്നിങ് അറസ്റ്റിന്റെ മറ്റേ അറസ്റ്ററിന്റെ ഹൈറ്റും എല്ലാം പറയുന്നുണ്ട് സാറേ. മേളില് നമ്മളെ പാനലിന്റെ മേളിൽ ഇത്ര ഹൈറ്റ് വേണമെന്നുള്ളത് പറയുന്നുണ്ട്. അതിപ്പം വേറെ ഹൈറ്റിൽ ഇപ്പൊ അടുത്ത മറ്റേ BSNL അല്ലെ ടവറൊക്കെ ഉണ്ടെങ്കിൽ ആ ടവറിൽ അറസ്റ്റർ കാണുമല്ലോ. അപ്പൊ നമ്മൾ അതനുസരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന് ഇത്ര കുറഞ്ഞ ഹൈറ്റും എല്ലാം വെച്ചാൽ മതിയോ അടുത്ത്? അങ്ങനെ വല്ല പ്രത്യേകിച്ച് ഇതുണ്ടോ പ്രിസ്ക്രിപ്ഷൻ? അല്ല, അങ്ങനെയല്ല. അതായത് നമ്മളിപ്പോൾ നമ്മളെ ബിൽഡിങ്ങിന്റെ അടുത്ത് തന്നെ ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ ടവർ അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബിൽഡിങ്ങിലോട്ടൊക്കെ ഒരു സ്ട്രൈക്ക് വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. അപ്പം നമ്മൾ യൂഷ്വലി നമ്മളൊരു മിനിമം ഒരു 1 മീറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും ഈ ഒരു ലൈറ്റ്നിങ്ങിന്റെ ഹൈറ്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു 1 മീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത്. നമ്മൾ വെർട്ടിക്കൽ റോഡാണ്, ഈ 1 മീറ്റർ ഹൈറ്റ് ആണെങ്കിൽ അതിന്റെ ഒരു റേഡിയസ് എന്ന് പറയുന്നത് ഏകദേശം ഇത്രയായിരിക്കും എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അല്ലെ, അതിനകത്ത് വരുന്ന ആംഗിൾ ഇത്രയാണ്. അപ്പൊ നമുക്ക് അത് കൂട്ടണ്ടിക്കൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 2 മീറ്ററോ അല്ലെ 3 മീറ്ററോ വരുന്ന പൈപ്പ് താഴെ പ്ലേസ് ചെയ്യുക. അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 1 മീറ്റർ വരുന്ന ലൈറ്റ്നിങ് അറസ്റ്റർ പ്ലേസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായി, എഫക്റ്റീവ് ആയിട്ട് നമുക്ക് 4 മീറ്ററിന്റെ ഹൈറ്റ് കിട്ടി അവിടെ. അപ്പൊ ആ 4 മീറ്ററിന്റെ ടോട്ടൽ കവറേജ് നമുക്ക് അവിടെ കിട്ടും. സാറേ, ഇപ്പൊ നമ്മൾ ഈ എർത്തിങ് കോമ്പൗണ്ട് അല്ലാതെ നമ്മളിപ്പം നമ്മുടെ ചാർക്കോളും അങ്ങനെയുള്ള അത് വെച്ച് നമ്മളിപ്പോ ഇതിന്റെ PV സിസ്റ്റത്തിന്റെ അകത്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ കൂടുതലായി, അതോ കോമ്പൗണ്ട് ആണോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? എർത്തിങ് കോമ്പൗണ്ട് ആണ്. ചാർക്കോൾ എന്ന് പറയുന്നത് ഇപ്പൊ മാറി എർത്തിങ് കോമ്പൗണ്ട് ആണ് ഇപ്പൊ നോർമലി ഒരു ഇതെല്ലാവരും യൂസ് ചെയ്ത് വരുന്നത്. അല്ല, അതിപ്പോ നമ്മള് ഈ സ്ക്വയർ ഇത്ര നമ്മുടെ സാധാരണ ഇലക്ട്രിക്കലിന്റെ ഇതിന് ഇത്ര സ്ക്വയർ അടി ആയിട്ടുണ്ടല്ലോ ക്ലിയറൻസ്, ബിൽഡിംഗ് ഇത്ര മീറ്റർ അതെ, ക്ലിയറൻസ്. 1.5 മീറ്റർ ക്ലിയറൻസ് ആണ് യൂഷ്വലി പറയാറുള്ളത്. രണ്ടും തമ്മിൽ നമ്മൾ സാധാരണ 5 മീറ്റർ, 5 മീറ്റർ കുറവാണ്. ഇത് 2 മീറ്റർ വരുന്നത്, ആ 2 മീറ്റർ ആണ് മിനിമം ഇട്ടാൽ മതിയോ ലൈറ്റ്നിങ് അറസ്റ്റും? അല്ല, അങ്ങനെയല്ല. നമ്മൾ യൂഷ്വലി പറയുന്നത് ബിൽഡിംഗിൽ നിന്ന് ഒരു 1.5 മീറ്റർ ഡിസ്റ്റൻസിൽ ഗ്യാപ്പിലാണ് നമ്മൾ എർത്തിങ് ചെയ്യാറുള്ളത്. അപ്പൊ ആ എർത്തിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറയാറുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 2.5 മീറ്ററിന്റെ പൈപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ട് എർത്തിങ് നമ്മൾ പാരലൈറ്റ് ചെയ്യുന്നെങ്കിൽ, 2 എർത്ത് പിറ്റ് നമ്മൾ പാരലൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 എർത്ത് പിറ്റ് തമ്മിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് 5 മീറ്റർ ആയിരിക്കണം. പക്ഷെ നമുക്ക് ചില സ്ഥലങ്ങൾ നമ്മളിപ്പോൾ അവിടെ തന്നെ നമ്മളിപ്പോൾ ഒരു 5 or 6 എർത്തിങ് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ 5 or 6 ഇങ്ങനെ പാരലൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാം 5 മീറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 30 മീറ്ററിന്റെ അടുത്ത് നമുക്ക് അവിടെ സ്പേസ് വേണം. പക്ഷേങ്കിൽ പല സ്ഥലങ്ങളിലും നമുക്ക് അങ്ങനെ ഒരു സ്പേസ് കൺസ്ട്രെയിൻസ് ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ഈ ഒരു 5 മീറ്റർ എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമുക്കത് കുറച്ചിട്ടൊരു 2 മീറ്റർ വരെ ആകാം എന്നേ പറയുന്നുള്ളൂ. പക്ഷെ അത് നമ്മൾ ഒരിക്കലും 2 മീറ്ററിൽ ചെയ്യരുത്. സ്പേസിംഗ് ഉണ്ടെങ്കിൽ 5 മീറ്റർ തന്നെ നമ്മൾ അത് ചെയ്യുക. കാരണം എന്താ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു 3 മീറ്ററിന്റെ ഞാനിപ്പോൾ ഒരു റോഡിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു 3 മീറ്ററിന്റെ നമ്മളെ റോഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ വരും. 3 മീറ്ററിന്റെ ഒരു റേഡിയസിലാണ് അതിന്റെ ഒരു കവറേജ് വരിക. അപ്പൊ നമ്മൾ രണ്ടാമത്തെ എർത്ത് പിറ്റ് നമ്മൾ 6 മീറ്ററിലാണെങ്കിൽ ഇത് പക്ക കറക്റ്റ് ആയ ഒരു കണ്ടിന്യൂസ് എന്നുള്ള രീതിയിൽ വരും. സപ്പോസ് ഞാൻ അതിന്റെ ഡിസ്റ്റൻസ് കുറച്ച് ഇപ്പൊ ഒരു 5 മീറ്ററിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെ ഏരിയ അവിടെ ഓവർലാപ്പ് ആയി. ഏരിയ ഓവർലാപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ട എഫക്റ്റിന്റെ അത്ര വരില്ല. പിന്നെ വീണ്ടും അതിന് പകരം നമുക്ക് പൈപ്പ് എർത്തും പ്ലേറ്റ് എർത്തും ആയിട്ട് കോപ്പറിന്റെ പ്ലേറ്റ് എർത്തും അങ്ങനെ കോസ്റ്റ് കൂടുന്നുള്ള അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലെ? കാസ്റ്റ് അയണിന്റെ പ്ലേറ്റ് ഇട്ട് ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് ഈ പറയുന്ന മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എർത്തിങ് ചെയ്യാം. അല്ല, അതിന് പ്രത്യേകിച്ച് നമ്മൾ പൈപ്പ് എർത്ത് തന്നെ ചെയ്യണം അങ്ങനെ ഇതൊന്നും ഇല്ല ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചതൊന്നുമില്ല. നമുക്ക് ഏത് എർത്തിങ് ഇന്റർകണക്ഷൻ വേണമെന്നുള്ള നിർബന്ധമാണ് ലൈറ്റിനിങ് ഇന്റർകണക്ഷൻ. പക്ഷേ നമ്മൾ ഇവിടെ വീടുകളിലെ എർത്തിങ് ഞാൻ പറഞ്ഞു, വീടുകളിലെ എർത്തിങ്ങും നമ്മളെ ലൈറ്റ്നിങ്ങിന്റെ എർത്തിങ്ങും ഇവിടെ KSEB പെർമിറ്റ് ചെയ്യാറില്ല എന്നാണ് നമ്മളൊരു ഇൻഫർമേഷൻ. പക്ഷേങ്കിൽ നമ്മുടെ ഈ ഒരു സോളാർ സിസ്റ്റത്തിന്റെ കേസിൽ KSEB സൗരയുടെ കേസിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്റർകണക്ട് ചെയ്യാന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ഇവിടെ അടുത്ത വേറെ സ്ഥലത്ത് ചെയ്ത വീടിന്റെ അടുത്ത് ചുമ്മാ നിലത്തുനിന്ന് പൈപ്പ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൽ എർത്തിങ് ഒന്നും കണ്ടിട്ടില്ല, ലൈറ്റിംഗ് അറസ്റ്റിന്റെ എർത്തൊന്നും കണ്ടിട്ടില്ല. ഈ സിസ്റ്റം ജി പൈപ്പ് വെച്ചിട്ട് ചെയ്ത് വേറെ ആൾക്കാർ ചെയ്തിട്ട് പോയേക്കുന്നതാണ്. പാനൽ വെച്ച് ചെയ്തിട്ടുണ്ട്. അതല്ല ലൈറ്റിംഗ് അറസ്റ്റിന്റെ എർത്തും ഇല്ല, ബാക്കി എർത്ത് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. നമ്മള് കണ്ട് റോഡിൽ കൂടെ പോയപ്പോൾ കണ്ടാണ്. അപ്പൊ ലൈറ്റിംഗ് അറസ്റ്റിന്റെ എർത്ത് ഉണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നിലവിലുള്ള KSEBിയുടെ എർത്തുമായിട്ട് ഇത് ലിങ്ക് ചെയ്യാൻ പറ്റുമോ? വേണ്ടല്ലോ. ഇപ്പോഴത്തെ കേസിൽ KSEB അത് പെർമിറ്റ് ചെയ്യാറില്ല. പക്ഷെങ്കിൽ നമ്മളൊരു സോളാർ സിസ്റ്റത്തിന് നമ്മൾ ചെയ്യുന്ന എർത്തിങ്ങുകൾ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. റോഡ് നമ്മൾ അടിച്ചിറക്കുക ചെയ്യുന്ന, അല്ല കുഴിയെടുത്തിട്ട് ആണോ ചെയ്യുന്നത്? അല്ല, എപ്പോഴും നമ്മളത് കുഴിയെടുത്ത് നമ്മൾ അതിന് ചുറ്റും എൻഹാൻസിങ് കോമ്പൗണ്ട് ഒക്കെ വെച്ച് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു നല്ലൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ സർ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തില്ല, പ്രൊഡക്റ്റ് കാണിച്ചിട്ടില്ല അല്ലെ? പ്രൊഡക്റ്റ് ഇതിൽ വെർട്ടിക്കൽ ടെർമിനേഷൻ റോഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ബേസിക് ആയിട്ട് 3 രീതിയിലാണ് പ്രൊഡക്ട്സ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് കോപ്പർ ബോണ്ടഡ് മൾട്ടി സ്പൈക്ക് ആയിട്ടുള്ള ലൈറ്റ്നിങ് അറസ്റ്റർ ആണ്. അതായത് കോപ്പർ ബോണ്ടഡ് ഇത് മിനിമം 1 മീറ്റർ ലോങ് ആണ്. നമുക്ക് അതിന് ഒരു നൈലോൺ ഇൻസുലേറ്റഡ് ബേസ് കൂടിയുണ്ട്. മൾട്ടി സ്പൈക്ക് എന്ന് പറയുന്ന ഒരു സെൻട്രൽ സ്പൈക്ക് ഉണ്ടാവും, അതിന് ചുറ്റും ഒരു 3 സൈഡ് സ്പൈക്ക് ഉണ്ടാവും. ഈ 3 സൈഡ് സ്പൈക്ക് എന്ന് പറയുന്നത് SS മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മിഡിലെ ടിൻഡ് ആയിട്ടുള്ള സെൻട്രൽ സ്പൈക്ക് ആണ്. അതേപോലെ രണ്ടാമത്തെ എന്ന് പറയുന്ന കോപ്പർ ബോണ്ടഡ് സിംഗിൾ സ്പൈക്ക് ലൈറ്റ്നിങ് അറസ്റ്റർ ആണ്. അതായത് ഒരു സെൻട്രൽ സ്പൈക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. താഴെ എപ്പോഴും എന്തുണ്ടാവും, താഴെ ഒരു നൈലോൺ ഇൻസുലേറ്റഡ് ബേസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് ബിൽഡിങ്ങിന്റെ മുകളിലാണോ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഡയറക്റ്റ് ആയിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രസ്ഡ് ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് പ്രസ്ഡ് നട്ട് ബോൾട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡൗൺ കണക്ട് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പുറത്തോട്ടേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ദെൻ അതേപോലെ ഒരു 5 സ്പൈക്കുള്ള ലൈറ്റിംഗ് അറസ്റ്റർ കൂടി നമ്മളൊരു എന്താ പറയുക, ഒരു R&D സ്റ്റേജിലാണ്. അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ഇത് കൂടി മാർക്കറ്റിലോട്ടേക്ക് വരും. 5 സ്പൈക്ക്, അതായത് ഒരു സെൻട്രൽ സ്പൈക്ക് ഉണ്ടാവും, അതിന് ചുറ്റും ഒരു 4 സ്പൈക്സ് ഉണ്ടാവും. ദെൻ മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ട് വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലിന്റെ ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ ആണ്. ഇതും 1 മീറ്റർ ഉണ്ട്, അതേപോലെ 2 മീറ്റർ അവൈലബിൾ ആണ്. നമ്മുടെ എല്ലാ ലൈറ്റ്നിങ് അറസ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ അടിയിൽ നൈലോൺ ഇൻസുലേറ്റഡ് ബേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ഇതിന് നമുക്ക് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ക്ലാമ്പോ ഒന്നിന്റെ ആവശ്യമില്ല. ഇതിന്റെ മുകളിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഹോൾ ചെയ്ത് നട്ട് ബോൾട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡൗൺ കണ്ടക്ടർ സിസ്റ്റം ആണ്. ഡൗൺ കണ്ടക്ടർ മെയിൻലി യൂസ് ചെയ്യുന്നത് അലൂമിനിയത്തിന്റെ 8 mm ഡയയിലുള്ള വയറാണ്. മെയിൻലി 8 mm ഡയയിലുള്ള വയർ. അത് ഇൻസുലേറ്റഡ് കണ്ടക്ടർ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ബെയർ കണ്ടക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ബെയർ കണ്ടക്ടർ യൂസ് ചെയ്യുന്നത് നോർമലി നമ്മൾ ബിൽഡിങ്ങിന്റെ മുകളിൽ 2, 3, 4 ലൈറ്റ്നിങ് അറസ്റ്റർ ഉണ്ടെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ലൈറ്റ്നിങ് അറസ്റ്ററും തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഇന്റർ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബെയർ ആയിട്ടുള്ള 8 mm ഡയയിലുള്ള അലൂമിനിയം കണ്ടക്ടർ ആണ്. പക്ഷേങ്കിൽ നമ്മൾ താഴത്തോട്ടേക്ക് ആസ് എ ഡൗൺ കണ്ടക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നല്ലത് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഡൗൺ കണ്ടക്ടർ ആണ്. അതായത് അവിടെ ഉണ്ടാവുന്ന ടച്ച് വോൾട്ടേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ISL അല്ലെങ്കിൽ IEC സ്റ്റാൻഡേർഡിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക, വളരെ എളുപ്പത്തിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഡൗൺ കണ്ടക്ടർ യൂസ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഇതിന്റെ ഹോൾഡർ കൂടി നൈലോൺ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഹോൾഡർ കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അലൂമിനിയം അല്ലാതെ നമുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത്
പറയുന്നത് കോപ്പർ ബോണ്ട് സ്ട്രിപ്പാണ് 25/3 mm 30 മീറ്റർ ലോങ് ആയിട്ടുള്ള കോയിലായിട്ട് തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ, അതായത് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് താഴത്തോട്ടേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പക്ഷേ അലൂമിനിയം ആവുന്ന സമയത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എർത്ത് ഇലക്ട്രോഡിലോട്ടേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അലൂമിനിയം ഒരിക്കലും മണ്ണുമായിട്ട് ടച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. ഏകദേശം ഒരു മീറ്റർ, മിനിമം ഒരു മീറ്റർ ഗ്യാപ്പ് എങ്കിലും നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പം അങ്ങനെ കീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരു 1 മീറ്റർ ഹൈറ്റിൽ നമ്മൾ ഇതേപോലെ ടെർമിനൽ സ്ട്രിപ്പ് വെച്ചിട്ടുണ്ടാവും. ഈ ടെർമിനൽ സ്ട്രിപ്പിലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ അലൂമിനിയം കണ്ടക്ടർ ടെർമിനേറ്റ് ചെയ്യും. അവിടുന്ന് നമ്മളൊരു കോപ്പർ ബോണ്ട് സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരു GI സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ നമ്മുടെ എർത്ത് ഇലക്ട്രോഡിലോട്ടേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ടിൻഡ് കോപ്പർ ബോണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ സ്ട്രിപ്പ് ഉണ്ട്, അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടെർമിനൽ സ്ട്രിപ്പ് കൂടി അവൈലബിൾ ആണ്. ഇതിന് രണ്ട് സൈഡിലും നൈലോൺ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഹോൾഡേഴ്സ് ഉണ്ട്, സോ ദാറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വോളിലോട്ടേക്ക് നിങ്ങൾക്ക് ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ എർത്തിങ് സ്ട്രിപ്പ്, അതായത് നമ്മൾ ഈ ഒരു പോർഷന് എർത്തിലോട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് കോപ്പർ ബോണ്ടഡ് ആയിട്ടുള്ള സ്ട്രിപ്പാണ്. അത് 25/3 mm 3 മീറ്റർ ലോങ് ആയിട്ട് അവൈലബിൾ ആണ്, അതേപോലെ 6 മീറ്റർ ലോങ്ങിലും അവൈലബിൾ ആണ്. ദെൻ ഹോട്ട് ഡിപ്പ് GI സ്ട്രിപ്പ് 25/3 mm ഈ ഇങ്ങനെയുള്ള റോൾ ആയിട്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇപ്പം നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തതാണ് കോപ്പർ ബോണ്ട് വയർ 8 mm ഡയ. 8 mm ഡയലുള്ള കോപ്പർ ബോണ്ടഡ് വയർ കൂടി നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ കണക്ഷൻ ടെർമിനൽ വരുന്നത് ഇങ്ങനെയാണ്, അതായത് ടിൻഡ് കണക്ഷൻ ടെർമിനലാണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഹോൾ ചെയ്തിട്ടുണ്ടാകും, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം എവിടെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എർത്ത് ഇലക്ട്രോഡ്സ് ആണ്. എർത്ത് ഇലക്ട്രോഡ്സ് നമ്മൾ സ്റ്റാൻഡേർഡ് പറഞ്ഞ പോലെ രീതിയിൽ നമ്മൾ 2 രീതിയിലാണ് കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് 100 മൈക്രോൺസ് കോട്ടിംഗ് എന്നുള്ള രീതിയിലാണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് 250 മൈക്രോൺസ് കോട്ടിംഗ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ 100 മൈക്രോൺസ് കോട്ടിംഗ് ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് നട്ട് ബോൾട്ട് വെച്ചിട്ടുണ്ടാവും. പക്ഷേ 250 മൈക്രോൺസ് കോട്ടിംഗ് ആണെങ്കിൽ നമ്മുടെ ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിവിടെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. ടിന്നിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ബയോമെറ്റാലിക് കൊറോഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി, അതായത് നമ്മളിപ്പോൾ എർത്ത് ഇലക്ട്രോഡ് ഇപ്പോൾ ഒരു കോപ്പർ ബോണ്ട് മെറ്റീരിയലാണ്, പക്ഷേ നമ്മൾ എർത്തിങ് കണ്ടക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് GI വയർ ആണെങ്കിൽ, GI സ്ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാം, വേറെ അവിടെ ഉണ്ടാകുന്ന ബയോമെറ്റാലിക് കൊറോഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ദെൻ നമുക്ക് അതേപോലെ ഈ 100 മൈക്രോൺസ് ആണെങ്കിൽ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഇവിടെ വിത്ത് ടീ സ്ട്രിപ്പ് എന്നുള്ള രീതിയിലും വിത്ത് വെർട്ടിക്കൽ സ്ട്രിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 250 മൈക്രോൺസ് ആണെങ്കിൽ ഈ സ്ട്രിപ്പിന്റെ മുകളിൽ ടിന്നിങ് ഉണ്ടാവും. ദെൻ എർത്ത് ഇലക്ട്രോഡ്സ് എന്നുള്ള പൈപ്പ് ഇലക്ട്രോഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കോപ്പർ ബോണ്ടഡ് പൈപ്പ് 100 മൈക്രോൺസ് വിത്ത് പ്രസ് ടെർമിനൽസ് ആണ്. കോപ്പർ ബോണ്ടഡ് പൈപ്പ് 100 മൈക്രോൺസ് വിത്ത് ടിൻഡ് ആൻഡ് പ്രസ് ടെർമിനൽസ് എന്നുള്ള രീതി. അതായത് ഈ ഒരു ടെർമിനൽ എന്ന് പറയുന്നത് പ്രസ്ഡ് ആയിരിക്കും, അവിടെ നട്ട് ബോൾട്ട് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ഫിൽഡ് ആയിരിക്കും, അതായത് മോയ്സ്റ്റ് അബ്സോർബിങ് മിനറൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പൈപ്പിന്റെ ഇൻസൈഡ് നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ താഴെ ക്ലോസ് ചെയ്യുന്നത്. അതായത് നമുക്ക് അകത്തേ കൂടി ഉണ്ടാവുന്ന കൊറോഷൻ നമുക്ക് ഒഴിവാക്കേണ്ടത്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പൈപ്പ് എന്ന് പറയുന്നത് ഹോളോ പൈപ്പാണ്. ഹോളോ പൈപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്തേ കൂടിയുള്ള കൊറോഷൻ അവിടെ പോസിബിലിറ്റി, പുറത്തുനിന്നുള്ള കൊറോഷൻ മാത്രമല്ല അകത്തേ കൂടി ഉണ്ടാവുന്ന കൊറോഷൻ കൂടി വളരെ ഒരു മേജർ ഫാക്ടറാണ്. സോ അത് ഇങ്ങനെയുള്ള ഒരു ഫിൽഡ് പൈപ്പുകളാണെങ്കിൽ നമുക്ക് അകത്തേ കൂടി ഉണ്ടാവുന്ന കൊറോഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇത് കോപ്പർ ബോണ്ടിൽ മാത്രമല്ല ഹോട്ട് ഡിപ്പ് GIയിൽ കൂടി നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്ലേറ്റ് ഇലക്ട്രോഡ് എന്ന് പറയുന്ന സമയത്ത് കോപ്പർ ബോണ്ടഡ് പ്ലേറ്റ് 100 മൈക്രോൺസിൽ സിംഗിൾ പ്ലേറ്റ് എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ കോപ്പർ ബോണ്ടഡ് പ്ലേറ്റ് വിത്ത് സ്ട്രിപ്പ് 2 സ്ട്രിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ കോപ്പർ ബോണ്ടഡ് പ്ലേറ്റ് വിത്ത് വെൽഡഡ് സ്ട്രിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെൽഡഡ് സ്ട്രിപ്പിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കോപ്പർ ബോണ്ടിങ് ചെയ്യുന്നതിനെക്കാട്ടി മുന്നെയാണ് നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് ഇവിടെ വെൽഡ് ചെയ്ത് വെക്കുന്നത്. അതായത് ഈ ഒരു ആസ് എ സിംഗിൾ പീസ് എന്നുള്ള രീതിയിലാണ് ഈ ടോട്ടൽ ലെങ്ത് നമ്മൾ കോപ്പർ ബോണ്ടിങ് ചെയ്യുന്നത്. അതായത് താഴെ വേറെ കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലേറ്റിന്റെ കേസിൽ കണക്ഷൻസ് ഒക്കെ വരുന്ന താഴെ, ഇവിടെ നെറ്റ് ബോൾട്ട് വെച്ചിട്ടാണ് നമ്മൾ താഴെ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ നമ്മൾ നെറ്റ് ബോൾട്ട് വെച്ച് താഴെ നമ്മൾ കണക്ട് ചെയ്യും. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു സ്ഥലത്ത് കൊറോഷന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പക്ഷെ താഴെ വേറെ ഈ ഒരു പ്ലേറ്റ് ആണെങ്കിൽ, പ്ലേറ്റ് വിത്ത് വെൽഡഡ് സ്ട്രിപ്പ് ആണെങ്കിൽ ഇവിടെ എന്തില്ല, ഇവിടെ താഴെ കണക്ഷൻസ് ഇല്ല. താഴെ കണക്ഷൻസ് ഇല്ലെങ്കിൽ താഴെ ഈ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന കൊറോഷന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ദെൻ അടുത്ത് വരുന്നത് നമ്മൾ പറഞ്ഞ നേരത്തെ ഡീപ്പ് എർത്തിങ് എന്ന് പറഞ്ഞു. അതായത് നമുക്ക് സപ്പോസ് 3 മീറ്റർ എന്ന് പറയുന്ന ലെവലിലെ സോയിൽ റെസിസ്റ്റിവിറ്റി വളരെ ഹൈ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 10 മീറ്ററിലോട്ടേക്ക് പോകും, അല്ലെങ്കിൽ 12 മീറ്ററിലോട്ടേക്ക് പോകും, അല്ലെങ്കിൽ 15 മീറ്ററിലോട്ടേക്ക് പോകും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റോഡാണ് എക്സ്റ്റെൻഡബിൾ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു റോഡിൽ ഇന്നർ ത്രെഡ് ഉണ്ടാവും. ഇത് നേരെ നമുക്ക് എന്ത് ചെയ്യും, ത്രെഡ് ചെയ്ത് നമുക്ക് എത്ര ലെങ്ത് വേണ്ടെങ്കിലും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യും, 2 സൈഡിൽ നമ്മൾ സ്പാനർ പിടിക്കാൻ എന്നുള്ള രീതിയിൽ പ്രൊവിഷൻ കൂടി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു ത്രെഡഡ് പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ത്രെഡ് പോർഷൻ ടിൻഡ് ആയിരിക്കും. സോ അവിടെ ഉണ്ടാവുന്ന കൊറോഷൻ്റെ എഫക്റ്റും വളരെ കുറവായിരിക്കും.
ഇതിനടുത്ത് വരുന്ന എർത്ത് പിറ്റ് ചേമ്പേഴ്സ് ആണ്. എർത്ത് പിറ്റ് ചേമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് PVCയുടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള എർത്ത് പിറ്റ് ചേമ്പേഴ്സ് തന്നെ അവൈലബിൾ ആണ്. PVCയുടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള എർത്ത് പിറ്റ് ചേമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് 18x18 ആണ് നമ്മുടെ ലോവസ്റ്റ് സൈസ് വരുന്നത്. 24x24 വരുന്നുണ്ട്. അതേപോലെ 30x30 കൂടി വരുന്നുണ്ട്. ഇത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഈ ഒരു ടൈൽഡ് ആയിട്ടുള്ള സ്പേസിൽ നിങ്ങൾ നോക്കാം, വളരെ വൃത്തിയായിട്ട് നമുക്ക് എർത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളിപ്പോഴത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിലൊക്കെ എർത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തെങ്കിലും അവിടെ ഫിറ്റ് ചെയ്ത് വെക്കാറാണ് ചെയ്യാറുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബോട്ടിലോ കാര്യങ്ങളോ ഒന്നും കാണില്ല, എർത്തിങ് എവിടെയാണ് ചെയ്തത് എന്ന് പോലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ അതിനോട് ഇപ്പോഴത്തെ ഒരു മോഡേൺ ടൈലിനോടൊക്കെ ചേർന്ന രീതിയിൽ തന്നെ നമുക്ക് എർത്തിങ് നല്ല രീതിയിൽ ചെയ്യാനും ഭാവിയിൽ ഉണ്ടാവുന്ന മെയിൻ്റെനൻസ് ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ എങ്ങനെയാണ് എർത്ത് ചെയ്യുക എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് യൂസേജ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ ഇതിനകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടാതെ നമ്മളുടെ അടുത്ത് 3 എർത്തിങ് കോമ്പൗണ്ട്സ് കൂടി അവൈലബിൾ ആണ്. എർത്തിങ് കോമ്പൗണ്ട്സ് കൂടി അവൈലബിൾ ആണ്. ഓക്കെ, 3 എർത്തിങ് കോമ്പൗണ്ട്സ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് എക്സൽ എർത്തിങ് കോമ്പൗണ്ട് എന്നുള്ള രീതിയിലാണ്, രണ്ടാമത്തത് എൽട്രാഫിൽ എന്നുള്ള രീതിയിലാണ്. ഇതിൽ എക്സൽ എർത്തിങ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് IEC ടെസ്റ്റഡ് ആൻഡ് സർട്ടിഫൈഡ് ആണ്. IEC ടെസ്റ്റഡ് ആൻഡ് സർട്ടിഫൈഡ് ആണ്. രണ്ടാമത്തെ എൽട്രാഫിൽ എന്നുള്ള രീതിയിലാണ്. മൂന്നാമതായിട്ട് നമ്മളുടെ ബേസിക് ആയിട്ട് വരുന്ന വേറൊരു ഒരു ഇതുണ്ടോ, PPT ഉണ്ടോ? ശരി, ഒരു മിനിറ്റ്. ഓക്കെ, ഒന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ എർത്തിങ് കോമ്പൗണ്ട് ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ എൽട്രാഫിൽ എന്ന് പറയുന്ന എർത്തിങ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഇതിൽ എർത്തിങ് കോമ്പൗണ്ട് എന്ന് പറയുന്ന സമയത്ത് IEC ടെസ്റ്റഡ് ആൻഡ് സർട്ടിഫൈഡ് ആണ്. അതേപോലെ ROHS ആൻഡ് TCLP ടെസ്റ്റഡ് ആൻഡ് സർട്ടിഫൈഡ് ആണ്. രണ്ടാമത്തെ എൽട്രാഫിൽ എന്ന് പറയുന്നത് കാർബൺ കണ്ടന്റ് കൂടുതലുള്ള എർത്തിങ് കോമ്പൗണ്ട് ആണ്. കാർബൺ കണ്ടന്റ് കൂടുതൽ എർത്തിങ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ വാല്യൂ കൂടുതൽ കിട്ടേണ്ടത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി ഹൈലി കണ്ടക്റ്റീവ് ആയിട്ടുള്ള കാർബൺ കണ്ടന്റ് ഉള്ള എർത്തിങ് കോമ്പൗണ്ട് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. പ്ലസ് നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ കണ്ടക്റ്റീവ് കോൺക്രീറ്റ് കൂടി നമ്മളിപ്പോൾ R&D സ്റ്റേജിലാണ്. അധികം വൈകാതെ തന്നെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് കൂടി നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഉണ്ടാവും. ദെൻ നമ്മൾ എർത്ത് റോഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് റോഡിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ പോയിന്റഡ് ഷെയറിംഗ് ഉള്ളതൊക്കെ ഓക്കെ. എർത്ത് റോഡിൻ്റെ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റഡ് ആണ്. അതേപോലെ എർത്ത് റോഡിൻ്റെ ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതേപോലെ പ്രസ്ഡ് ചെയ്തിട്ട് ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് അതായത് നമുക്ക് വേറെ എക്സ്റ്റേണൽ ക്ലാമ്പിൻ്റെ കാര്യങ്ങളൊന്നും അവിടെ ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നെറ്റ് ബോൾട്ട് വെച്ചിട്ട് നമുക്കത് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും.
അതേപോലെ രണ്ടാമത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ എർത്ത് ഇലക്ട്രോഡിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 250 മൈക്രോൺസ് ആണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ടിന്നിങ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ബയോമെറ്റാലിക് കൊറോഷൻ ഒഴിവാക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് അവിടെ പോസിബിൾ ആണ്. ദെൻ ഇപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരുപാട് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കേസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ടെസ്റ്റുകളൊക്കെ മെൻഷൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡ് ടെസ്റ്റ് ആണ്. അതായത് റോഡിനെ നമ്മൾ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യും. 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് തിരിച്ച് പഴയ പൊസിഷനിലോട്ട് കൊണ്ടുവരും. വീണ്ടും 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യും, തിരിച്ച് പഴയ പൊസിഷനിലോട്ട് കൊണ്ടുവരും. വീണ്ടും 90 ഡിഗ്രി ബെൻഡ് ചെയ്ത് തിരിച്ച് പഴയൊരു പൊസിഷനിലോട്ട് കൊണ്ടുവരും. അപ്പം അങ്ങനെ 3 തവണ ബെൻഡ് ചെയ്ത് ബാക്ക് ടു പഴയ പൊസിഷനിലോട്ട് കൊണ്ടുവരണം. അപ്പം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഈ ഒരു റോഡിൻ്റെ കോട്ടിങ്ങിന് യാതൊരു പ്രശ്നവും പറ്റുന്നില്ല. അങ്ങനെ പ്രശ്നം പറ്റുന്നില്ല എന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോട്ടിങ് നല്ലതാണ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോട്ടിങ് മോശമാണെങ്കിൽ ഒരു ബെൻഡ് തന്നെ അവിടെ എന്തുണ്ടാവും, അവിടെ ക്രാക്ക് ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ കോട്ടിങ്ങിൻ്റെ എത്രമാത്രം നല്ല കോട്ടിംഗ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടാമതൊരു ടെസ്റ്റിംഗ് ആണ് എഡറൻസ് ഓഫ് കോട്ടിംഗ് എന്നുള്ള രീതിയിൽ. എഡറൻസ് ഓഫ് കോട്ടിംഗ് എന്ന രീതിയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇതൊരു 14 mm ഡയമീറ്റർ റോഡാണെന്ന് വിചാരിക്കുക. 14 mm ഡയമീറ്റർ റോഡാണെങ്കിൽ 13 mm ഗ്യാപ്പ് വരുന്ന രീതിയിൽ 2 പ്ലേറ്റുകൾ പ്ലേസ് ചെയ്യും. അതായത് ഇതിനെക്കാട്ടി ഒരു 1 mm കുറവ് വരുന്ന രീതിയിൽ. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഗ്യാപ്പിലേക്ക് കൂടി നമ്മൾ റോഡ് നമ്മൾ അടിച്ചിറക്കുകയാണ്. അപ്പം അങ്ങനെ അടിച്ചിറക്കുന്ന സമയത്ത് ആ അടിച്ചിറങ്ങിയ സ്ഥലത്ത് മാത്രം കോട്ടിങ് ചെറിയ രീതിയിൽ പോയിട്ടുണ്ടാകും. പക്ഷേങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ബാക്കി സ്ഥലങ്ങളിലൊന്നും കോട്ടിങ് പോകാൻ വേണ്ടി പാടില്ല. അങ്ങനെ പോയിട്ടില്ല എങ്കിൽ കോട്ടിങ് നല്ലൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ മൂന്നാമത്തെ എന്ന് പറയുന്ന കോട്ടിംഗ് തിക്നെസ് ടെസ്റ്റ് ആണ്. അതായത് എത്രമാത്രം ഈ റോഡിന് മുകളിൽ എത്രമാത്രം കോപ്പർ കോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോട്ടിംഗ് തിക്നെസ് ഗേജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എത്രമാത്രം കോട്ടിംഗ് അതിനകത്ത് ഉണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ മാർക്കറ്റിൽ അവൈലബിൾ നമ്മൾ ഈ ഒരു ഇലക്ട്രോഡ് എത്രമാത്രം കൊറോസീവ് ആണ്, അല്ലെങ്കിൽ എത്രമാത്രം കൊറോഷൻ ഇതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ ആക്സലറേറ്റഡ് കൊറോഷനായിട്ടുള്ള എൻവയറമെൻറ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് CASS ടെസ്റ്റ്. അതേപോലെ എൻവയറോൺമെൻറ്റൽ ടെസ്റ്റ് എന്നും കൂടി പറയും. CASS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ ആക്സലറേറ്റഡ് എസറ്റിക് ആസിഡ് സോൾട്ട് സ്പ്രേ ടെസ്റ്റ് എന്നാണ് പറയുക. നോർമലായിട്ട് സോൾട്ട് സ്പ്രേ ടെസ്റ്റ് എന്ന് പറയും. അതിനൊരു അഡ്വാൻസ്ഡ് ടെസ്റ്റാണിത്. അതേപോലെ എൻവയറോൺമെൻറ്റൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടെസ്റ്റുകളാണ്. ഒന്ന് സോൾട്ട് മിസ്റ്റ് ടെസ്റ്റ് ആണ്, രണ്ടാമത്തത് ഹ്യൂമിഡ് സൾഫറസ് അറ്റ്മോസ്ഫിയർ ടെസ്റ്റ്. CASS ടെസ്റ്റ് എന്ന് പറയുന്നത് 6 മണിക്കൂറാണ്. പക്ഷേ സോൾട്ട് മിസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് 3 ദിവസമാണ്. ഹ്യൂമിഡ് സൾഫറസ് അറ്റ്മോസ്ഫിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് 7 ദിവസമാണ്. അപ്പോൾ ഈ 3 ടെസ്റ്റുകളും നമ്മൾ ചെയ്ത സമയത്ത് അതിൻ്റെ കോട്ടിങ്ങിന് യാതൊരു പ്രശ്നവും പറ്റിയിട്ടില്ല. ദെൻ അഞ്ചാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ബർണിഷിംഗ് ടെസ്റ്റ് ആണ്. ബർണിഷിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു റോഡ് എടുത്തു, ആ റോഡിൻ്റെ ചെറിയൊരു പോർഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മെറ്റൽ സ്ക്രാപ്പ് വെച്ച് നമ്മൾ റബ്ബ് ചെയ്യാണ്. അപ്പം അങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞ സമയത്തും അവിടെ ഉണ്ടാവുന്ന കോട്ടിങ്ങിന് യാതൊരു ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടാവും. പക്ഷെ ഒരു ഫ്ലേക്സ് പോലെ അത് ഇളകി പോവോ കാര്യങ്ങളാക്കാനോ ഒന്നും പാടില്ല. അപ്പം അങ്ങനെ ആയിട്ടില്ലെങ്കിൽ കോട്ടിങ് നല്ലതാണെന്നുള്ള രീതിയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഏറ്റവും ലാസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് ടെസ്റ്റ് ആണ്. അതായത് നമ്മൾ ഈ ഒരു റോഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 305 അല്ലെങ്കിൽ 310 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് ചെയ്യിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു 6 മണിക്കൂർ എന്നുള്ള രീതിയിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിന് കോട്ടിങ്ങിന് യാതൊരു പ്രശ്നവും വരാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഈ ഒരു 6 ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് നമ്മൾ കോട്ടിങ്ങിന് അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് നമ്മൾ ഇന്റേണലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ CPRI ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ഒരു കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എത്രയുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് 14 mm 2 മീറ്റർ ലോങ് ആയിട്ട് വരുന്ന റോഡിലാണ്. അതേപോലെ 17 mm 2 മീറ്റർ ലോങ് ആയിട്ട് വരുന്ന റോഡിലാണ്. അതേപോലെ NABL അപ്രൂവ്ഡ് ആയിട്ടുള്ള ലബോറട്ടറിയിൽ നിന്ന് കൂടി നമ്മൾ ഈ റോഡിൻ്റെ കേസിലും സ്ട്രിപ്പിൻ്റെ കേസിലും എത്രമാത്രം കോട്ടിങ് അതിൻ്റെ മുകളിലുണ്ട് എന്ന് കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളൊരു ബാക്കി ടോട്ടലായിട്ട് ഒരു സർട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എർത്തിങ് കോമ്പൗണ്ടുകളും ഇതൊക്കെ നമ്മൾ നോക്കുകയാണ്. സിപ്പറ്റ് നമ്മൾ നേരത്തെ കണ്ട് എർത്ത് ചേംബർ നമ്മൾ സിപ്പറ്റ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ NABL അപ്രൂവ്ഡ് ആയിട്ടുള്ള എറണാകുളത്തിലെ ലബോറട്ടറിയും നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ്. ഏകദേശം നമ്മൾ കണ്ടിരിക്കുന്ന എർത്ത് ചേംബേഴ്സിന് ഏകദേശം 25 കിലോ ന്യൂട്ടനെ കാട്ടിയും, അത് 25 കിലോ ന്യൂട്ടനെ കാട്ടിയും മുകളിൽ, അതായത് 2.5 ടണ്ണിനെ കാട്ടിയും മുകളിൽ വെയിറ്റ് വിത്ത്സ്റ്റാൻഡിങ് കാപ്പബിലിറ്റി നമ്മൾ വെറുതെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്കത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അതിനൊരു IEC സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കൂടി ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ അപ്രോച്ച് ചെയ്യാണ്.
ദെൻ അതുപോലെ നമ്മളൊരു കുറച്ച് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൊജക്ട്സ് എന്ന് പറയുന്നത് K-Phone എന്ന് പറയുന്ന കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്ന് പറയുന്ന പ്രൊജക്ട്സിൽ നമ്മളാണ് ഓൾ ഓവർ കേരള എർത്തിങ് മെറ്റീരിയൽസ് നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്നത്. അതേപോലെ കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ്, ദെൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഏകദേശം ഒരു 700 കിലോ വാട്ട് ഒരു സോളാർ ഇൻസ്റ്റലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എർത്തിങ് മെറ്റീരിയൽ സപ്ലൈ ചെയ്തിരിക്കുന്നത് നമ്മളാണ്, എർത്തിങ് ആൻഡ് ലൈറ്റിംഗ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. ദെൻ KMRL വാട്ടർ മെട്രോ പ്രോജക്റ്റ്, അതേപോലെ സിയാലിൽ 5.8 മെഗാവാട്ടിലെ PV സോളാർ പ്ലാന്റിന് വേണ്ടിയിട്ട്, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, വിഴിഞ്ഞം പോർട്ട്, അതുപോലെ കേരള ആയുർവേദിക് റിസർച്ച് സൊസൈറ്റി, ദെൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് തന്നെ റീവയറിംഗ് ഓഫ് ഫോംസ് അറ്റ് പാലക്കാട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തന്നെ നോക്കി നടത്തിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിലേക്കും എർത്തിങ് മെറ്റീരിയൽ സപ്ലൈ ചെയ്തിരിക്കുന്നത് നമ്മളാണ്. അതുപോലെ 110 kV സബ്സ്റ്റേഷൻ KCB ലിമിറ്റഡ് തളിപ്പറമ്പിലെ KCBയുടെ ഒരു 110 kV സബ്സ്റ്റേഷനിൽ എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് എന്നുള്ള രീതിയിൽ സപ്ലൈ ചെയ്തിരിക്കുന്നത് നമ്മളാണ്. ദെൻ KCB തന്നെ വയനാട്ടിലെ ഇലക്ട്രിഫിക്കേഷൻ വർക്കിന് വേണ്ടിയിട്ട് നമ്മളുടെ തന്നെ പ്രൊഡക്ട്സ് ആണ് KCB യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഒരുപാട് പബ്ലിക് സെക്ടർ കമ്പനീസിൻ്റെയും പ്രൈവറ്റ് കമ്പനീസിൻ്റെയും വെൻഡേഴ്സാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, അതേപോലെ പോളിക്യാബ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ടാറ്റ പ്രോജക്ട്സ്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, അതേപോലെ ഹിൻഡാൽകോ ലിമിറ്റഡ്. ഇത്രയാണ് നമ്മളെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ പ്രോഡക്റ്റ് ബൾക്കായിട്ട് പർച്ചേസ് വരുമ്പോൾ അതിന്റെ റേറ്റിലൊക്കെ മറ്റേ നമുക്ക് ഇവിടെ അവൈലബിലിറ്റി എങ്ങനെയാ എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറേ? ഹലോ ഹലോ പറയൂ. നമുക്ക് എർത്തിങ് കോമ്പൗണ്ട് അങ്ങനെയുള്ള ബൾക്കായിട്ടുള്ള ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ എത്തിക്കാം, അതോ നമ്മൾ പർച്ചേസിങ്ങിന് എങ്ങനെയാണെന്ന് അറിയാനായിരുന്നു. മറ്റേ അല്ല, പർച്ചേസിങ്ങിൻ്റെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പർച്ചേസിംഗ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആ രീതിയിൽ നമുക്ക് അങ്ങനെ ഷെയർ ചെയ്ത് പോവാം. ഓക്കെ സാർ, താങ്ക് യു. വേറെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഈ എർത്ത് ചെക്ക് ചെയ്യുന്നത് 5 മീറ്റർ അല്ലേ, 2 ഇലക്ട്രോഡ് തമ്മിലുള്ള ഗ്യാപ്പ് സാധാരണ ചെയ്യാറ്? അതെ, അത് പറയുന്നത് പൈപ്പ് എർത്തിങ്ങിൽ 2.5 മീറ്റർ ലെങ്ത്തിലുള്ള പൈപ്പ് ആണെങ്കിൽ അത് 5 മീറ്റർ എന്നാണ് പറയാറുള്ളത്. പക്ഷേങ്കിൽ ജനറൽ ആയിട്ട് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന എർത്ത് ഇലക്ട്രോഡിന്റെ സൈസ് എത്രയാണോ അതിന്റെ ഡബിൾ ടൈംസ് ലെങ്ത് എന്നുള്ള രീതിയിലാണ് യൂഷ്വലി മെൻഷൻ ചെയ്യാറുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. സാർ, ഇപ്പൊ ഈ കോപ്പർ റോഡിന് പകരം നമുക്ക് GA ആയിട്ടുള്ള ലെങ്ത് കൂടിയുള്ള പൈപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മെറ്റീരിയലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. സാറേ, PV സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പൈപ്പ് എർത്തിങ് ആണോ സാറേ? അല്ല, ഇതിൽ പൈപ്പ് എർത്തിങ് ആയിരുന്നു യൂഷ്വലി യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിപ്പോൾ റോഡിലോട്ടേക്ക് കൂടി കൺവേർട്ടായിട്ട് റോഡിലോട്ടേക്കാണ് ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്ത് വരുന്നത്. കാരണം പൈപ്പ് എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും അതൊരു ഹോളോ പൈപ്പാണ് എപ്പോഴും വരുന്നത്. അപ്പം അതിനെക്കാട്ടിയും എത്രയോ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഈ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു റോഡിലോട്ടേക്ക് പോകുന്ന സമയത്ത്. താങ്ക് യു സാർ. ഈ എർത്തിങ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ചിലർ പറഞ്ഞ നമ്മുടെ കായംകുളത്തുള്ള ഇതിലെ തെർമൽ പ്രോജക്റ്റിൽ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് അത് ഇതാണോ? അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല 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 ഇല്ല. ഓക്കെ. ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റ്സ് ഒക്കെ എന്ന് പറയാമോ? ക്ലാസ് വളരെയധികം നന്നായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ആസ്പെക്ട്സ് ഒക്കെ ഒരുപാട് കവർ ചെയ്തു. ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് പോയിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി ഗുഡ്. ഇപ്പൊ എനിക്ക് ഒരു MV സബ്സ്റ്റേഷൻ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് സംഗതികൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഗൾഫിലാണ് ആയിരുന്നു. അപ്പൊ അതിലും വിട്ടിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരുപാട് വെറൈറ്റീസ് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി ഗുഡ്. താങ്ക്സ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്.
പിന്നെ രണ്ട് സാറന്മാരുടെയും ക്ലാസ്സുകൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. മറ്റേ ക്ലിപ്പിംഗ്സ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ, പെട്ടെന്ന് മനസ്സിലാക്കാനും സാവകാശമായിട്ട് ചെയ്യാനും എളുപ്പമായിരുന്നു. ഓക്കെ, താങ്ക്സ്. താങ്ക് യു. വേറെ കമന്റ്സ്? സാറന്മാരുടെ എല്ലാം കോണ്ടാക്ട് നമ്പറുകൾ ഞങ്ങൾക്ക് ഒന്ന് കിട്ടുന്നതാണെങ്കിൽ, ക്ലാസ് എടുത്ത് ഒന്ന് കിട്ടുവാണെങ്കിൽ ഉപകാരമായിരിക്കും. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനും ഒക്കെ ആയിട്ടെ. കോൺടാക്ട് നമ്പർ എൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. മെയിൽ ഐ ഡി ഉണ്ട്, കോൺടാക്ട് നമ്പർ ഉണ്ട്. ഓക്കെ, സഞ്ജി സാർ അതേപോലെ ജിയോ സാർ രണ്ടുപേരുടെ ഒരു നല്ലൊരു കോമ്പിനേഷൻ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരു നല്ല ദീർഘസമയമുള്ള ക്ലാസ് ആയിരുന്നു. അതുപോലെ അവരെല്ലാവരും പറഞ്ഞ പോലെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടും അവർക്ക് കൃത്യമായൊരു വിവരണമൊക്കെ അതിൽ നൽകിയിട്ടുണ്ട്. ജിയോ സാറിനും അതുപോലെ സഞ്ജി സാറിനും വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. വൈശാഖ് ലൈവ് ഉണ്ടോ? Sanjit sir, Jia sir, first of all, thank you for the class. നല്ലൊരു സെഷൻ ആയിരുന്നു ഒന്ന്. ഓക്കെ വൈശാഖ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ വൈശാഖ്? ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്.